ഹലോ, എന്നെ കേൾക്കാമോ? ആരെങ്കിലും ഒന്ന് റിപ്ലൈ ഇടാമോ? എന്നെ കേൾക്കാമോന്ന്? ഓക്കെ. സോ എനിക്ക് തോന്നുന്നു തുടങ്ങാം. നമ്മൾ പറഞ്ഞിരുന്ന സമയം 7:30 ആണ്. സോ ഇറ്റ്സ് ഓൾറെഡി 7:31. വെൽക്കം, ഗുഡ് ഈവനിങ്. ഡിസംബറിലെ ക്രിസ്മസ് കഴിഞ്ഞുള്ള പിറ്റേ ദിവസമാണെന്ന്. ന്യൂ ഇയറിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. 2025 അങ്ങനെ നമ്മളോട് വിട പറയാൻ പോകുന്ന ഒരു മൊമെന്റിലാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ട്രെയിനിങ്ങിന്റെ കോഴ്സിനെ പറ്റി, അല്ലെങ്കിൽ ഇന്റർവ്യൂ മോണ്ടിസോറി കോഴ്സ് കഴിഞ്ഞ ടീച്ചേഴ്സിന് ഇന്റർവ്യൂ ട്രെയിനിങ്ങിനെ പറ്റിയിട്ടുള്ള ഒരു ക്ലാസ് നമ്മൾ ഈ ഒരു സെഷൻ അറേഞ്ച് ചെയ്യുന്നത്. എന്തായാലും സ്മാർട്ട് ശ്രീയിൽ നിങ്ങൾ ആരോ ഗുഡ് മോർണിംഗ് അയച്ചിട്ടുണ്ട്. ഇറ്റ്സ് ഓൾറെഡി ഗുഡ് ഈവനിങ്. എനിവേ, ഗുഡ് ഈവനിങ്. ആ ഗുഡ് മോർണിംഗ് പറഞ്ഞ എനിക്കൊരു കാര്യം അതേപ്പറ്റി പറയാനുണ്ട്. ഞാൻ മറന്നുപോയാലും ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ ഗുഡ് മോർണിംഗിനെ പറ്റി നിങ്ങൾ എന്നെ ഒന്ന് ഓർപ്പിക്കണേ. എനിവേ, നിങ്ങൾ എല്ലാവരും സ്മാർട്ട് ശ്രീയിൽ പഠിച്ച മിടുക്കരായ വിദ്യാർത്ഥികളാണ് എന്നുള്ളതിന് ഷഹദൂന് അത് പ്രശ്നമില്ല. എനിക്കൊരു കറക്റ്റ് ഒരു മൊമെന്റ് നിങ്ങൾ ഇട്ട് തന്നു. എനിക്കൊരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ മറന്നു പോകുമായിരുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഇത് സ്മാർട്ട് ശ്രീക്ക് വേണ്ടി ഞാൻ നടത്തുന്ന രണ്ടാമത്തെ ഇന്റർവ്യൂ സെഷനാണ്. HRM കോഴ്സും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സും പഠിച്ച നിങ്ങളുടെ സഹപാഠികൾക്ക് ഈ മാസം ആദ്യത്തെ ആഴ്ച ഒരു 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഇന്റർവ്യൂ ട്രെയിനിങ് നടത്തുകയുണ്ടായി. നിങ്ങളുടെ ജയദേവ് സാറും അദ്ദേഹത്തിന്റെ വൈഫ് പ്രസീത മാമും ഞാൻ ഒരിക്കലും ഒരു ഓഫീസിൽ ചെന്നപ്പോൾ ഇങ്ങനെ സംസാരിക്കുകയുണ്ടായി. നിങ്ങൾ ഒത്തിരി കുട്ടികൾ ഈ നാടിന്റെ നാനാഭാഗത്തു നിന്നുള്ള കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. നിങ്ങളിൽ പലരും മിടുക്കരാണ്. പക്ഷെ നിങ്ങൾക്ക് കോഴ്സ് കഴിഞ്ഞിട്ട്, നിങ്ങളുടെ ഗ്രാജുവേഷൻ സെറമണി കഴിഞ്ഞിട്ടും ഇതേവരെ ഒരു ഒഫീഷ്യലി ഒരു ഇന്റർവ്യൂ പ്രിപ്പയർനെസിന്റെ ട്രെയിനിങ് നൽകാൻ കഴിഞ്ഞില്ല. അപ്പോൾ എന്തായാലും അത് ഉടനെ കൊടുക്കണമെന്ന് പറയുകയും അങ്ങനെയാണ് ഇത് 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പ്ലാൻ ചെയ്തത്. നമ്മൾ ഓൺലൈൻ ആയിട്ട് ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ഒത്തിരി ലിമിറ്റേഷൻസ് അതിനുണ്ട്. എനിക്കും ഓൺലൈനേക്കാൾ താല്പര്യം ഓഫ്ലൈൻ ക്ലാസ് എടുക്കാനാണ്. നമ്മൾ ഈ 15 ഇഞ്ച് സ്ക്രീനിന്റെ മുന്നിൽ ഇരുന്നുകൊണ്ട് എത്രയൊക്കെ പറയാൻ ശ്രമിച്ചാലും പറയാവുന്നതിന് ഒരു പരിധിയുണ്ട്. സോ കഴിഞ്ഞ ബാച്ച് വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു. 3 ദിവസവും അവര് കമന്റ്സിലൂടെയും റിപ്ലൈസിലൂടെയും ഒക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് നിന്ന, ഞാൻ ഓൺലൈൻ ക്ലാസ്സിൽ സാധാരണ കാണാത്ത വിധത്തിലുള്ള പാർട്ടിസിപ്പേഷനും ഭയങ്കര എൻകറേജ്മെന്റും തന്ന ഒരു ബാച്ചായിരുന്നു. അപ്പോ ആ ഒരു സഹകരണം അടുത്ത 3 ദിവസവും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ വിഷയത്തിലേക്ക് കടന്നാൽ നമ്മൾ 3 ദിവസങ്ങളായിട്ടാണ് നമ്മളിത് തിരിച്ചിരിക്കുന്നത്, ഇതിന്റെ സെഷനുകൾ തിരിച്ചിരിക്കുന്നത്. ഇന്നത്തെ ദിവസം നമ്മൾ ജനറൽ ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട ഒരു ഔട്ട്ലൈൻ കാര്യങ്ങളായിരിക്കും പറയുക. നാളത്തെ ദിവസം നമ്മൾ എങ്ങനെയാണ് ഇന്റർവ്യൂവിൽ മികച്ച ഒരു പെർഫോമറായി മാറേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രൊഫഷണലി അപ് ടു ദ മാർക്ക് ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതിനെ കുറിച്ച് സംസാരിക്കും. മൂന്നാമത്തെ ദിവസം നമ്മൾ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് ഇന്റർവ്യൂവിൽ ചോദിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങളും അതിന് നിങ്ങൾക്ക് എങ്ങനെ വളരെ ആപ്റ്റ് ആയിട്ടുള്ള മറുപടി കൊടുക്കാമെന്നും നമ്മൾ സംസാരിക്കും. അപ്പൊ അങ്ങനെ 3 ദിവസം ഇതേ പാറ്റേണിലാണ് നമ്മുടെ ആദ്യത്തെ ബാച്ചിന്റെയും ഇന്റർവ്യൂ പോയത്. കൂടുതൽ ആളുകൾ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരുപാട് സമയം കളയാനില്ല. നിങ്ങൾക്കും വീട്ടിലൊക്കെ ആയിരിക്കും, നിങ്ങൾ പലരും പല ജോലികളും ചെയ്യുന്നവരായിരിക്കും. ഇപ്പൊ ജോലി ചെയ്യുന്ന ആരെങ്കിലും, ഈ കോഴ്സ് കഴിഞ്ഞിട്ട് മോണ്ടിസോറി ടീച്ചേഴ്സ് ആയി ജോലി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു തംസപ്പോ അല്ലെങ്കിൽ ഒരു കമന്റോ ഇട്ടാൽ എനിക്കൊന്ന് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടുമായിരുന്നു. ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ, അതോ നിങ്ങളൊക്കെ റീസെന്റ് പാസ് ഔട്ട് ആയ ബാച്ചിലെ കുട്ടികളാണോ? വൈദവേ, എന്നെ പരിചയപ്പെടുത്താൻ ഞാൻ മറന്നുപോയി. എന്റെ പേര് നിങ്ങൾക്ക് അറിയാമായിരിക്കും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്റെ പേര് ഷാരോൺ കെ മീരാൻ എന്നാണ്. ഞാൻ കാലടി സംസ്കൃത യൂണിവേഴ്സിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും ഞാനൊരു മോട്ടിവേഷൻ സ്പീക്കറും പിന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ട്രെയിനറും ലൈഫ് കോച്ചും ഒക്കെയാണ്. പല ഇന്റർവ്യൂസിനും ഞാൻ ഫാക്കൽറ്റി ആയിട്ട് പോകാറുണ്ട്. പിന്നെ ക്വിസ് മാസ്റ്റർ ആയിട്ടും പിന്നെ ഡിബേറ്റ് കോമ്പറ്റീഷന്റെ ട്രെയിനിങ്, സ്പീച്ച് ട്രെയിനിങ് ഒക്കെ ഞാൻ ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഏരിയ എന്ന് പറയുന്നത്. ഈ ഡിസംബർ ലാസ്റ്റ് വീക്ക് നിങ്ങൾക്ക് കുറെ പ്രോഗ്രാമുകൾ പലയിടത്തും നടത്തുന്നുണ്ട്. ആരുടെയും മൈക്ക് ഓണാണ്, ഫഹദീനയുടെ മൈക്ക് ഓണാണ്, ഒന്ന് മ്യൂട്ട് ചെയ്തേക്കുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഞാൻ നിങ്ങളോട് ആദ്യമായിട്ട് ഒരു ജസ്റ്റ് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. ഒരു ഇന്റർവ്യൂ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന 1-2 കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കമന്റിൽ ഇട്ടാൽ എനിക്ക് പെട്ടെന്ന് വായിച്ചെടുക്കാൻ പറ്റും. ഒരു ഇന്റർവ്യൂ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന
വെറുതെ നിങ്ങളോട് പറയണം, നാളെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, നീ ഒന്ന് പോയി അറ്റൻഡ് ചെയ്യുന്നു നിങ്ങളോട് ഒരാൾ പറഞ്ഞാൽ നാച്ചുറലി നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്ന ആദ്യത്തെ കുറച്ച് വാക്കുകൾ അല്ലെങ്കിൽ ആദ്യത്തെ കുറച്ച് വികാരങ്ങൾ, കുറച്ച് ചിന്തകൾ എന്തൊക്കെയായിരിക്കും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ നമുക്ക് അതേപ്പറ്റി ചർച്ച ചെയ്തുകൊണ്ട് തുടങ്ങാം. യെസ് ജിൻഷ, വളരെ കറക്റ്റ് ആണ്. ടെൻഷൻ എന്ന വാക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദ്യം ചോദിച്ചത്. ഒരാൾ പറയുന്നത് ഗുഡ് ലാംഗ്വേജ്, ഓക്കെ, അതൊക്കെ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ഈ ദിവസങ്ങളിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ്. ടെൻഷൻ എന്ന് പറയുന്ന ഒരു സാധനം, നിങ്ങൾ വളരെ സത്യസന്ധമായ ഒരു ഉത്തരം പറഞ്ഞു എന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്. ആരോട് ചോദിച്ചാലും, എത്ര വിദഗ്ധനാണ് അല്ലെങ്കിൽ എത്ര ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത ആളാണെന്ന് പറഞ്ഞാലും, നാളെ ഒരു ഇന്റർവ്യൂ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു വാക്ക് എന്ന് പറയുന്നത് ടെൻഷൻ എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു പരിഭ്രമമാണ്. ഞാൻ അവിടെ പോയിട്ട് എന്താണ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ അവിടെ പോയി പെർഫോം ചെയ്യുക എന്നുള്ള ഒരു 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 ആശങ്ക ഉളവാക്കുന്ന ഒരു സാധനം നമ്മുടെ മനസ്സിൽ കിടന്ന് അറിഞ്ഞും അറിയാതെയും ഇങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പലരും നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ, പലരും പരീക്ഷയ്ക്ക് പോയിട്ട് പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ, PSC പരീക്ഷയാണെങ്കിലും മറ്റു പരീക്ഷകളാണെങ്കിലും, അയ്യോ ഇതിന്റെ ഉത്തരം എനിക്ക് അറിയാമായിരുന്നു, ഈ കാര്യം എനിക്ക് ഓൾറെഡി അറിയാമായിരുന്ന ഒരു കാര്യമാണ്, പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് ആ സമയത്ത് അത് ആൻസർ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് നമ്മളും നമ്മുടെ കൂട്ടുകാരും നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ടെൻഷൻ എന്ന് പറയുന്ന ഈ ഒരു സംഭവം അത് മലയാളിക്ക് മാത്രമല്ല, ലോകത്തിലുള്ള ഏത് സമൂഹത്തിലായാലും, അതിപ്പോ അമേരിക്കക്കാരനായാലും യൂറോപ്യനായാലും റഷ്യക്കാരനായാലും, അത് ഇന്റർവ്യൂവിന് പോകുകയാണെന്ന് പറയുമ്പോൾ ഉള്ളിൽ നാച്ചുറലി ഡെവലപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ടെൻഷൻ അല്ലെങ്കിൽ പേടി, ഫിയർ എന്ന് നമുക്ക് അതിന് വേണ്ടി വിളിക്കാം. ഞാൻ ആദ്യമായി പറയട്ടെ, ഫിയർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ടെൻഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിന്റെ അങ്ങേ തലക്കിൽ നിങ്ങൾ ആസ്പയർ ചെയ്യുന്ന സാധനം എന്താണോ അതുണ്ട്. എവറിത്തിങ് യു ഡിസേർവ് ഈസ് ഓൺ ദ അതർ സൈഡ് ഓഫ് ഫിയർ എന്ന് നമ്മൾ പറയാറുണ്ട്. ഞാൻ പലപ്പോഴും ക്ലാസ്സിൽ പറയാനുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എന്ത് ലക്ഷ്യത്തിലേക്കാണോ നിങ്ങൾ നടന്നെടുക്കാൻ ശ്രമിക്കുന്നത്, ടെൻഷൻ എന്ന് പറയുന്ന ആ ഒരു കർട്ടന്റെ, ടെൻഷൻ എന്ന് പറയുന്ന ഒരു മൂടുപടത്തിന്റെ ആ ഒരു വെയിലിന്റെ അപ്പുറത്ത് നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവും. ഈ ടെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ട്, നമ്മൾ മര്യാദയ്ക്ക് പ്രിപ്പയർ ചെയ്യാത്തത് കൊണ്ട്, നമുക്ക് കൃത്യമായ ധാരണ നമ്മൾ പോകുന്ന സ്ഥാപനത്തെ പറ്റിയും അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ധാരണ ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഈ ടെൻഷൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ടെൻഷൻ അടിച്ച് ഇതേവരെ ഇന്റർവ്യൂവിന് പോയ നിങ്ങൾ ഈ സെഷൻ കഴിയുമ്പോൾ, അല്ലെങ്കിൽ 2-3 ദിവസം നമ്മൾ ട്രെയിനിങ് പ്രോഗ്രാം കഴിയുമ്പോൾ, ഇത് നിങ്ങളുടെ നിഘണ്ടുവിൽ ടെൻഷൻ എന്ന് പറയുന്ന ഒരു വാക്കേ ഉണ്ടാകരുത്. ചെറിയ തോതിലൊക്കെ ഉണ്ടാകും, പക്ഷെ നമ്മുടെ ഈ ട്രെയിനിങ് പ്രോഗ്രാം ഇതിന്റെ സക്സസ്ഫുൾ ആയിട്ട് ഇതിനെ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾക്കൊരു കംപ്ലീറ്റ് പാരഡൈം ഷിഫ്റ്റ്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എങ്ങനെയായിരുന്നോ, ഇപ്പോൾ എങ്ങനെയാണോ നിങ്ങളുടെ അവസ്ഥയിൽ ഇരിക്കുന്നത്, അതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു വ്യക്തിയായിട്ട് വേണം നിങ്ങൾ ഈ പ്രോഗ്രാമിൽ നിന്ന് പുറത്തിറങ്ങി പോകാൻ എനിക്ക് അതിയായ താല്പര്യമുണ്ട്. അത് അങ്ങനെ തന്നെ വേണം താനും. കഴിഞ്ഞ ബാച്ച് ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി കോപ്പറേറ്റീവ് ആയിരുന്നു. അവരെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞാൻ ഓൺലൈനായിട്ട് സെഷനുകൾ പലപ്പോഴും ചെയ്യുന്നുണ്ടെങ്കിലും വളരെ കോടിയലായിട്ട് ആ കുട്ടികൾ എല്ലാ കാര്യങ്ങളും സംസാരിച്ചു എന്നുള്ളതാണ്. നിങ്ങളുടെ സ്മാർട്ട് സിറ്റി എന്ന് പറയുന്ന പറവൂരുള്ള നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ മോട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, വിസ്ഡം എന്ന് പറയുന്നത് ക്യൂരിയോസിറ്റിയിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത് എന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ട്. വിസ്ഡം ബിഗിൻസ് ഫ്രം ക്യൂരിയോസിറ്റി. ക്യൂരിയസ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവുക, ക്യൂരിയസ് ആയിട്ടുള്ള ഒരു ചിന്ത ഉണ്ടാവുക, കൗതുകത്തോടു കൂടി ജീവിക്കുക. ബേസിക്കലി മനുഷ്യരെല്ലാവരും കൗതുക ജീവികളാണ്. മനുഷ്യന് മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തരായി നിർത്തുന്നത് കൗതുകങ്ങളാണ്. കൗതുകങ്ങളുള്ള മനുഷ്യരായി നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ചുറ്റുപാടുമുള്ള സമൂഹത്തെ പറ്റി നമുക്ക് കിട്ടുന്ന ചില ഇൻസൈറ്റ് ഉണ്ട്. ഞാനിതൊരു ജനറൽ ഇൻട്രൊഡക്ഷൻ എന്ന രീതി പറയാണ്. അത് മോണ്ടിസോറി ടീച്ചർമാരായാലും ആരായാലും ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളായാലും നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ച് വളരെ കാര്യഗൗരവത്തോടു കൂടി നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു അവഗാഹം നിങ്ങൾ ഏത് ഇന്റർവ്യൂവിന് പോയാലും, ഏത് ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ ചെന്നാലും നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഇന്റർവ്യൂവിന്റെ ആദ്യത്തെ പടി നിങ്ങൾ കടന്നു എന്നുള്ളതാണ് സത്യം. ഒരു കാര്യം ചോദിച്ചോട്ടെ, പലപ്പോഴും ഞാൻ ക്ലാസ്സുകളിൽ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, പല ക്ലാസ്സുകളിലും ആളുകൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ചോദ്യമാണ്, സ്ഥിരമായി പത്രം വായിക്കുന്ന എത്ര പേര് കൂട്ടത്തിലുണ്ട്? നമുക്കിപ്പോ 32ഓളം പാർട്ടിസിപ്പൻസ് ഉണ്ട്. ഈ പാർട്ടിസിപ്പൻസിൽ എല്ലാ ദിവസവും സ്ഥിരമായി പത്രം വായിക്കുന്ന ആളുകൾ ഈ കൂട്ടത്തിൽ എത്ര പേരുണ്ട്? നമ്മുടെ ഇന്റർവ്യൂവിനെ പറ്റി പറഞ്ഞു തുടങ്ങുമ്പോൾ പത്രം വായനയെ പറ്റി പറഞ്ഞിട്ട് വേണം തുടങ്ങാൻ. അതുകൊണ്ട് ചോദിക്കുകയാണ്, എല്ലാ ദിവസവും കറക്റ്റ് ആയിട്ട് പത്രം വായിക്കുന്ന എത്ര പേര് ഈ കൂട്ടത്തിലുണ്ട്? നിങ്ങൾ ജസ്റ്റ് തംസപ്പ് ഇടാം, അല്ലെങ്കിൽ കമന്റ് ചെയ്യാം, എന്തായാലും കുഴപ്പമില്ല. സ്ഥിരമായി പത്രം വായിക്കുന്ന എത്ര പേര് ഈ കൂട്ടത്തിലുണ്ട്? ആരുമില്ലേ? നിങ്ങളുടെ സത്യസന്ധതയെ ഞാൻ മാനിക്കുകയാണ്.
ഞാൻ 400 പേരിരിക്കുന്ന ഒരു കോളേജിലെ ഹാളില്, ഒരു വലിയ ഓഡിറ്റോറിയത്തില് ഞാൻ ഒരു 2 മാസം മുമ്പ് ജിൻസ ചിരിക്കുന്നുണ്ട്, ഞാൻ ഈ ചോദ്യം ചോദിച്ചു, അനുഭവമൊക്കെ ചിരിക്കുന്നുണ്ട്. 400 പേരടങ്ങുന്ന ഒരു എഞ്ചിനീയറിംഗ് കോളേജിന്റെ ക്യാമ്പസിലെ എല്ലാ ബാച്ചിനും അവിടെ മോട്ടിവേഷൻ ക്ലാസ് ആണ്. ഞാൻ ഈ ചോദ്യം ചോദിച്ചിട്ട് ഒരാള് പോലും അവിടെ കൈപൊക്കിയില്ല എന്നുള്ളതാണ്. 400 പേരാണ്. 400 പേരെന്നാണ് എന്നോട് അറ്റൻഡൻസ് പറഞ്ഞത്. എങ്ങനെ പോയാലും 350-നും 400, കുറച്ച് പേര് ആബ്സെന്റ് ആയിക്കോട്ടെ, എന്നാലും വേണ്ടില്ല. 350-ന് മുകളിൽ 400-നടുത്ത് കുട്ടികൾ, ഓൾമോസ്റ്റ് സീറ്റിംഗ് കപ്പാസിറ്റി ഫുൾ ആയിരുന്ന ഒരു ഓഡിറ്റോറിയത്തിൽ ഞാൻ ഈ ചോദ്യം ചോദിച്ചിട്ട് ഒരാള് പോലും കൈ ഉയർത്തിയില്ല എന്നുള്ളതാണ് സത്യം. ഈ അടുത്തയിടെ കേരളത്തിലെ പ്രശസ്തമായ ഒരു സർവകലാശാലയിലെ ഒരു പ്രൊഫസർ, ഒരു ടീച്ചർ എന്നോട് പറഞ്ഞത്, ഷാരോണെ, കഴിഞ്ഞ 8 വർഷമായി ഞാൻ പത്രം കൈകൊണ്ട് തൊട്ടിട്ടെന്നാണ്. നമുക്ക് പുറത്ത് പറയാൻ കൊള്ളില്ല നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടക്കുന്നത് മൊബൈൽ ഫോണിന്റെ കടന്നുവരവെന്ന് പറയുന്നുണ്ട്. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. മൊബൈൽ ഫോണിന്റെ കടന്നുവരവെന്ന് ഞാൻ പറയുമ്പോൾ പത്രം എന്ന് പറയുന്നത് നിങ്ങളിങ്ങനെ നമ്മുടെ വീട്ടിലുള്ള പഴമ അപ്പാപ്പന്മാരൊക്കെ വായിക്കുന്ന പോലെ ഇങ്ങനെ വിശാലമായി രാവിലെ തുറന്നു വെച്ച് പേപ്പർ എടുത്തു വെച്ച് വായിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഏതെങ്കിലും മീൻസിൽ, ഏതർ ബൈ മീൻസ് ഓഫ് യുവർ മൊബൈൽ ഫോൺ, യുവർ കമ്പ്യൂട്ടർ, യുവർ സ്മാർട്ട് TV, യുവർ ലാപ്ടോപ്പ്, യുവർ ടാബ്ലറ്റ്, ഏതെങ്കിലും ഒരു മീഡിയത്തിലൂടെ അന്ന് നടക്കുന്ന ന്യൂസുകൾ വായിക്കുന്ന ഒരു ശീലമുള്ള ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഒരാൾ സംശയപ്പെട്ടിട്ടുണ്ട്. രസ്ന, താങ്ക് യു. ഞാൻ പറയുന്നു, നിങ്ങൾ ജോബ് സീക്കേഴ്സ് ആണ്. നിർസിയും അങ്ങനെ കുറെ പേര് പറയുന്നുണ്ട്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാലോ. ഞാൻ പറയുന്നു, നിങ്ങൾ ഒരു ജോബ് സീക്കർ ആണെങ്കിൽ അത് എന്ത് തൊഴിലുമായിക്കൊള്ളട്ടെ, മോണ്ടിസോറി ടീച്ചർ എന്നുള്ള തൊഴിൽ വിട്ടേക്ക്, ലോകത്തുള്ള ഏത് ജോലിയും നിങ്ങൾ അന്വേഷിച്ചു പോകുന്ന ഒരാളാണ് എങ്കിൽ പത്രം വായിക്കുക എന്നുള്ളൊരു മിനിമം കാര്യം നിങ്ങൾ ചെയ്യണം. കാര്യം നമ്മുടെ പത്രങ്ങൾ തുറന്നാൽ അധികവും നെഗറ്റീവ് വാർത്തകളാണ്. നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത, നമ്മൾ കാണാൻ ആഗ്രഹിക്കാത്ത സാധനങ്ങളാണ് അതിന്റെ ഫ്രണ്ട് പേജിൽ അധികം വരുന്നത്. കൊള്ളയും കൊലപാതകവും കൊള്ളയും തീവെപ്പും സ്ത്രീപീഡനങ്ങളും ഒക്കെയാണ് നമ്മൾ വായിക്കുന്നത്. പക്ഷെ എന്നാലും അതിനകത്തെ പേജുകളിൽ എല്ലാ പത്രങ്ങൾക്കും കൃത്യമായിട്ട് ഒരു കരിയർ കോളം ഉണ്ടാവും. അത് എല്ലാ ആഴ്ചയും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ദിവസമായിരിക്കും കരിയർ കോളങ്ങൾ എല്ലാ പത്രങ്ങളിലും വരിക. മനോരമയായാലും മാതൃഭൂമി ആയാലും മാധ്യമമായാലും കേരളകൗമുദി ആയാലും. കേരളകൗമുദിയൊക്കെ ഈ കാര്യത്തിൽ വളരെ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പത്രമാണ്. മറ്റു പത്രങ്ങളില്ല എന്നല്ല. കേരളകൗമുദിയിൽ ഞാൻ ഒത്തിരി ഈ തൊഴിൽപരമായിട്ടുള്ള അവരുടെ വലിയ ലേഔട്ടും കാര്യങ്ങളൊന്നും വലിയ ഭംഗിയൊന്നുമില്ലെങ്കിലും കൃത്യമായിട്ട് ഞാൻ കാണാറുണ്ട് ആ പത്രത്തിൽ. അതുപോലെ തന്നെ ടൈംസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഇംഗ്ലീഷ് പത്രമുണ്ട്. ടൈംസ് അസെന്റ് എന്ന് പറഞ്ഞിട്ട് ആ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു സ്പെഷ്യൽ കോളം തന്നെ കരിയറിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. തൊഴിൽ വീതി, തൊഴിൽ വാർത്ത, അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ് ന്യൂസ്, PSC ബുള്ളറ്റിൻ, ഇതൊക്കെ വാങ്ങിക്കുന്ന അല്ലെങ്കിൽ വായിക്കുന്ന ശീലമുള്ള ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? പത്രം ഇട്ടേക്കാം. ഇതുപോലുള്ള തൊഴിൽ അന്വേഷകർക്കായിട്ടുള്ള മാഗസിൻസ് വായിക്കുന്ന അല്ലെങ്കിൽ ആഴ്ചപ്പതിപ്പുകൾ വാങ്ങിക്കുന്ന ശീലമുള്ള ആരെങ്കിലും ഉണ്ടോ? തൊഴിൽ വാർത്ത, തൊഴിൽ വീതി, എംപ്ലോയ്മെന്റ് ന്യൂസ്, അതൊക്കെ വാങ്ങിക്കുന്ന ശീലമുള്ളവർ ഉണ്ട്, കുറച്ച് പേരൊക്കെ ഉണ്ട്. ഓക്കെ, പറയുന്നത് വ്യക്തമായി നിങ്ങൾ പലപ്പോഴും എന്താ സംഭവിക്കാന്നറിയോ? നമ്മൾ പല കാര്യങ്ങളും അറിയാതെ പോകുന്നു എന്നുള്ളതാണ്. അത് വളരെ സീരിയസ് ആയിട്ട് പറയണം. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ തമാശയായിട്ട് തോന്നും. ഒരു കഥ പറയാം. കഥ എന്ന് പറയുന്നത് ഉണ്ടായ സംഭവമാണ്. ഞാൻ കഴിച്ച ബാച്ചിലോടും പറഞ്ഞൊരു കഥയാണ്. എറണാകുളത്തുള്ള മഹാരാജാസ് കോളേജ് നിങ്ങൾ എല്ലാവരും അറിയുന്ന ഒരു സ്ഥാപനമാണ്. കേരളത്തിലെ പ്രശസ്തമായ ഒരു കോളേജാണ്. ഈ കോളേജിൽ വെച്ച് കഴിഞ്ഞ വേനൽക്കാലത്ത്, അതായത് ഏപ്രിൽ മെയ് മാസത്തില് ഒരു ജോബ് ഇന്റർവ്യൂ നടന്നു. വളരെ വിശാലമായ ഒരു എന്താ പറയുന്നത്, ഒരു ബിഗ് സ്കെയിലിൽ നടന്ന ഒരു പ്രോഗ്രാമാണ്. ഒരുപാട് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആളുകൾക്ക് മുന്നിൽ അവതരിപ്പിച്ച, ഒത്തിരി ആളുകൾക്ക് ജോലി കിട്ടിയ, ഒരുപാട് പേർക്ക് ജോലി കിട്ടാതിരുന്ന, അതുകൂടി പറയാം, ഒരുപാട് പേർക്ക് ജോലി കിട്ടാതിരുന്ന ഒരു ജോബ് ഫെസ്റ്റ് കൂടിയായിരുന്നു അത്. അവിടെ ഒരു വിദേശ വസ്ത്ര നിർമ്മാണ കമ്പനി, ഞാൻ പറയുന്നത് ഇതൊക്കെ ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് പറയുന്നത് നമ്മുടെ മോണ്ടിസോറി എന്നുള്ള ഒരു കൺസെപ്റ്റ് വിട്ടിട്ട് നമ്മൾ ഇതിന്റെ ആമുഖത്തിൽ ഇതെല്ലാം കൂടി ഞാൻ ഉൾപ്പെടുത്തി പറയുന്നത് നിങ്ങൾക്കൊരു കറന്റ് ട്രെൻഡിനെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ബാച്ചിനോട് ഞാൻ ഈ കഥ പറഞ്ഞിരുന്നു. അപ്പോ ഒരു ആഗോള വസ്ത്ര നിർമ്മാണ കമ്പനി അവിടെ വന്നിട്ട് അവർക്ക് 100 തയ്യൽക്കാരെയാണ് വേണ്ടത്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ തയ്യൽ അറിയാവുന്ന ഒത്തിരി ആളുകളുണ്ട്. ടൈലറിംഗ് പഠിച്ച, തയ്യൽ മെഷീനിൽ വസ്ത്രങ്ങൾ നന്നായി തയ്ക്കാൻ അറിയാവുന്ന ഒത്തിരി പേരുണ്ട്. നിങ്ങളിൽ പലരും തന്നെ ഒരു അഡീഷണൽ സ്കിൽ എന്നുള്ള രീതിയിൽ വീട്ടിലൊക്കെ തയ്യൽ മെഷീനൊക്കെ വെച്ച് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കും. ആ കമ്പനിക്ക് വേണ്ടത് 100 തയ്യൽ തൊഴിലാളികളെയാണ്. തയ്യൽ എന്ന് പറയുമ്പോൾ അത്ര നിസ്സാരമായി കാണണ്ട. മാസം 1 ലക്ഷം മുതൽ 1.5 ലക്ഷം രൂപ വരെയാണ് നിങ്ങൾക്ക് നന്നായി തയ്ക്കാൻ അറിയുമെങ്കിൽ ആ കമ്പനി ശമ്പളം വാഗ്ദാനം ചെയ്തത്. 100 വേക്കൻസീസ് ആണ് അതിനുണ്ടായിരുന്നത്. ഈ 100 വേക്കൻസികളിൽ 20 വേക്കൻസിക്ക് പോലും ആളെ കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോഴും അത് കഴിഞ്ഞ് ഇതേ ഫേം തന്നെ പാലക്കാട് ഒരു ഇന്റർവ്യൂ നടത്തി, പാലക്കാട് ഒരു ജോബ് ഫെയർ നടത്തി. ആ ജോബ് ഫെയറിലും അവർക്ക് 10-15 പേരെ കിട്ടിയുള്ളൂ. ഇപ്പോഴും ഏതാണ്ട് 70ഓളം വേക്കൻസികൾ ഓപ്പൺ ആണ്. അതായത്
നന്നായി തയ്ക്കാൻ അറിയാവുന്ന തയ്യൽക്കാരുണ്ടെങ്കിൽ, അതായത് കമ്പനി പറയുന്ന സ്പെസിഫിക്കേഷനിൽ, കമ്പനി പറയുന്ന ആ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് തയ്ച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒരു മാസം 1 ലക്ഷം രൂപ മുതൽ 1.5 ലക്ഷം രൂപ വരെയുള്ള ശമ്പളം നിങ്ങൾക്ക് തരും. പക്ഷെ നമ്മൾ ഈ സാക്ഷര സുന്ദരം എന്ന് പറയുന്ന, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും നമ്പർ 1 എന്ന് പറയുന്ന ഈ കേരളത്തിൽ നിന്ന് 100 തയ്യൽക്കാരൻ, ആ കമ്പനി ആഗ്രഹിച്ച പോലത്തെ മിടുക്കന്മാരായ മിടുക്കികളായ 100 തയ്യൽക്കാരെ കൊടുക്കാൻ നമുക്ക് പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ എവിടെയാണ് നമുക്ക് പിഴച്ചു പോകുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾക്ക് ഒരു മിസ്സിംഗ് ലിങ്ക് ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ഡ്രൈവ് ലൈസൻസ് ഉള്ളവരാണ്. 18 വയസ്സ് കഴിഞ്ഞാൽ കേരളത്തിലുള്ള എല്ലാവരും പോയി ഡ്രൈവ് ലൈസൻസ് എടുക്കുന്നുണ്ട്. ജർമ്മനിയിൽ എന്റെ കൂട്ടുകാരൻ ഒരാൾ ജർമ്മനിയിൽ ജോലി ചെയ്യുന്നുണ്ട്. അവിടെ ബോഷ് എന്ന് പറയുന്ന ഒരു വലിയ ഫേമിലാണ് അവൻ ജോലി ചെയ്യുന്നത്. ബോഷ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ വീട്ടിലുള്ള ഇലക്ട്രിക്കൽ അപ്ലയൻസ് മുതൽ ബോഷ് കടന്നയല്ലാത്ത BOSCH എന്നാണ് കമ്പനിയുടെ പേര്. ബോഷ് ഇൻവെന്റഡ് ഫോർ ലൈഫ് എന്നാണ് ബോഷിന് ടാഗ്ലൈൻ. അപ്പൊ ബോഷിന് ഓട്ടോ ഇലക്ട്രിക് മേഖലയിൽ വണ്ടികളും വണ്ടിയുടെ ഇലക്ട്രിക്കൽ സിസ്റ്റങ്ങളുമായി ബന്ധപ്പെട്ട് ഒത്തിരി ബിസിനസ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ബോഷ്. അപ്പൊ വണ്ടിയുടെ പല പാർട്സും, ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന കാറുകളിലും സ്കൂട്ടറുകളിലും എല്ലാം ഒരു 50 to 60% പാർട്സ് ബോഷിന്റെ ആയിരിക്കും. ബോഷിന് വേണ്ടത് 50 ഡ്രൈവർമാരെയാണ്. എനിക്കും ഡ്രൈവ് ലൈസൻസ് ഉണ്ട്, ഈ പ്രോഗ്രാമിൽ ഇരിക്കുന്ന നിങ്ങൾക്കൊക്കെ ഡ്രൈവ് ലൈസൻസ് ഉണ്ട്, എന്റെ കൂട്ടുകാരനും ഡ്രൈവ് ലൈസൻസ് ഉണ്ട്. പക്ഷേ ഈ 50 ഡ്രൈവർമാർക്കുള്ള ഇന്റർവ്യൂ ജർമ്മനിയിൽ വെച്ച് അവര് ലോകത്തിന്റെ പല ഭാഗത്തും വെച്ച് നടത്തി. പക്ഷെ ഇന്ത്യയിൽ നിന്ന് ആകെ 1-2 പേർക്ക് ആ ഡ്രൈവിംഗ് കാര്യം, ഇന്ത്യക്കാർ പ്രഗത്ഭരായിട്ടുള്ള ഡ്രൈവർമാരാണ്. കാനഡയിലൊക്കെ ഒരുപാട് പേര് ട്രക്ക് ഓടിച്ച് ലക്ഷങ്ങൾ മാസം സമ്പാദിക്കുന്നുണ്ട്. പക്ഷെ ബോഷ് എന്ന് പറയുന്ന പ്രൊഫഷണലി കാറുകൾ നിർമ്മിക്കുന്ന, അല്ലെങ്കിൽ കാറിന്റെ പാർട്സ് നിർമ്മിക്കുന്ന ഒരു കമ്പനിക്ക് 50 ഡ്രൈവർമാരെ വേണ്ടിടത്ത് 1-2 പേർ മാത്രമാണ് ഇന്ത്യയിൽ നിന്ന്. ഞാൻ പറയുന്നത് നമുക്ക് ഈ ഡ്രൈവിംഗ് എന്ന് പറയുന്ന ആ ഒരു കാര്യം അറിയില്ലാത്തത് കൊണ്ടല്ല, നമുക്ക് വേണ്ടത് സ്കില്ല് ഡ്രൈവേഴ്സിനെയാണ്. നിങ്ങൾ പോകാൻ പോകുന്ന മേഖലയായാലും, ടീച്ചിങ് എന്ന് പറയുന്ന മേഖലയായാലും, നിങ്ങൾക്ക് കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, നിങ്ങൾ ക്വാളിഫൈഡ് ആയിരിക്കും, നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് സ്കിൽ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നിലവിലുള്ള സ്കില്ലിനെ നിങ്ങൾ അപ് സ്കിൽ, ഇപ്പൊ അതാണ് വേർഡ്. അതായത് AI വന്നപ്പോൾ നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് സ്കില്ലല്ല വേണ്ടത്, അപ് സ്കില്ലിംഗ് ആണ് വേണ്ടത് എന്നാണ് പറയുന്നത്. AI കടന്നു വന്നതോടുകൂടി ഒത്തിരി മേഖലകളിൽ ജോലി പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങൾ മനുഷ്യൻ തന്നെ ചെയ്യണം എന്നുള്ളത് കൊണ്ട് മിടുക്കരായ ആളുകൾക്ക് ജോലി കിട്ടാൻ ഇപ്പോഴും യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന ഒരു പ്രോഗ്രാമില് ഞാൻ മാത്രമല്ല ഒരുപാട് പേര് പങ്കെടുത്ത ഒരു സെഷനിൽ ഇങ്ങനെ സംസാരിച്ചപ്പോൾ എക്സാൻവേ ലേണിംഗ് എന്ന് പറയുന്ന കേരളത്തിലെ പ്രശസ്തമായ ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ട്. 10,000-ഓളം കുട്ടികളെ എഞ്ചിനീയറിംഗ് എൻട്രൻസിന് കോച്ചിങ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. എന്റെ കൂട്ടുകാരനാണ് അതിന്റെ ഡയറക്ടർ. അപ്പൊ അവൻ പറയായിരുന്നു, അവന്റെ സ്ഥാപനത്തിലേക്കാണെങ്കിലും ഇപ്പൊ ഒരു ഇന്റർവ്യൂവിന് അവിടെ ആളെ എടുക്കുമ്പോൾ അവർ കയ്യിലിരിക്കുന്ന സർട്ടിഫിക്കറ്റിനേക്കാൾ കൂടുതൽ നോക്കുന്നത് സ്കില്ലുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഇൻഫ്ലേഷനാണ്. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം പെരുപ്പം എന്നാണ്. നാണയ പെരുപ്പത്തിന് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയാറുണ്ട്. രൂപയുടെ മൂല്യം ഇടിയുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഇൻഫ്ലേഷൻ ആണ്. നമുക്ക് ചുറ്റുപാടും നോക്കിക്കഴിഞ്ഞാൽ ഡിഗ്രി ഇല്ലാത്ത, PG ഇല്ലാത്ത ആളുകൾ വളരെ കുറവാണ്. ഏത് മേഖലയിൽ നിങ്ങൾ നോക്കിയാലും ഡിഗ്രിയും PGയും PhDയും പോസ്റ്റ് PhD, അതായത് PDF, പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ മീനിയലായിട്ടുള്ള ജോബുകൾ നമുക്ക് ചുറ്റുവരുന്നത് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഞാനും നിങ്ങളും ഉൾപ്പെടെ, നമ്മളൊന്നും ഇതിൽ നിന്ന് വ്യത്യസ്തരല്ല, നമ്മളെല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പറയാണ്. അപ്പോൾ നമുക്ക് ഡിഗ്രി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ കാണിക്കാനുള്ള, അല്ലെങ്കിൽ ഇന്റർവ്യൂവിലേക്ക് കടന്നു ചെല്ലാനുള്ള ഒരു കീ മാത്രമാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു കീ ഉണ്ട്, നിങ്ങൾക്കൊരു ഡോറ് തുറന്ന് അകത്തേക്ക് ചെല്ലാം. പക്ഷെ അതിനുള്ളിൽ നടക്കുന്ന സംഭവ വികാസങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന ആ റൂമിലുള്ള ആളുകളെ നിങ്ങൾ ഇംപ്രസ് ചെയ്യിച്ച്, ആ റൂമിലുള്ള ആളുകൾ ഏത് സാമർത്ഥ്യമാണോ പ്രതിനിധീകരിക്കുന്നത്, ആ സ്ഥാപനത്തിന്റെ സ്പെസിഫിക്കേഷനുകൾ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ, അവരുടെ നീഡ്സിനെ നിങ്ങൾ മീറ്റ് ചെയ്യാൻ പാകത്തിനുള്ള സ്കില്ലുകൾ നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് നിങ്ങൾ തെളിയിച്ചില്ല എങ്കിൽ നിങ്ങൾ കയ്യിൽ എത്ര കീ ഉണ്ടായിട്ടും കാര്യമില്ല. വാതിലുകൾ തുറക്കും എന്നുള്ളത് ശരിയാണ്, ഒരു വാതിൽ അടക്കപ്പെടുകയൊന്നുമില്ല, നിങ്ങൾക്ക് തുറന്ന് കയറാൻ പറ്റും. പക്ഷെ കയറുന്ന പോലെ തന്നെ നിങ്ങൾ ഇറങ്ങി പോരേണ്ടി വരും. അതങ്ങനെ തന്നെ പറയുമ്പോൾ ആർക്കും ബുദ്ധിമുട്ടുണ്ടാകരുത്. ഞാൻ നെഗറ്റീവ് പറയല്ല. ഒത്തിരി ഞാൻ കഴിഞ്ഞ 15 വർഷമായിട്ട് ഇത്തരം ക്ലാസ്സുകളും പല ഇന്റർവ്യൂ ബോർഡിലും ഒക്കെ പോകുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടത് സ്കില്ലാണ്, പോളിഷ്ഡ് സ്കിൽ എന്ന് ഞാൻ പറയും.
പോളിഷ്ഡ് സ്കിൽ. ഇപ്പൊ പാട്ട് പാടാൻ ഒത്തിരി പേർക്ക് അറിയാം, എത്രയോ പേർക്ക് പാട്ട് പാടാൻ ഈ നാട്ടിൽ അറിയാം. പക്ഷെ യേശുദാസ് എന്ന് പറയുന്ന ഒരു ലെജൻഡിന് 1 കോടിയിലോ 10 കോടിയിലോ നമുക്ക് യേശുദാസിനെ കാണാൻ പറ്റും. എത്രയോ സംഗീത സംവിധായകർ ഈ നാട്ടിലുണ്ട്. AR റഹ്മാനെ പോലെ ഒരു മനുഷ്യൻ ഇനി ഏതെങ്കിലും നൂറ്റാണ്ടിൽ ജനിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഹാൻസ് സിമ്മറിനെ പോലെ ഒരാൾ, എത്രയോ സിനിമാ സംവിധായകർ നമ്മുടെ നാട്ടിലുണ്ട്. അവതാർ എന്ന് പറയുന്ന ഒരു വലിയ സിനിമ സംവിധാനം ചെയ്ത ജെയിംസ് ക്യാമറൺ. ഞാൻ ലോകത്തിലെ ഏറ്റവും ജീനിയസ് ആയിട്ടുള്ള ഫിലിം ഫീൽഡിൽ നിൽക്കുന്ന ഒരാളുടെ പേര് പറയാൻ, അല്ലെങ്കിൽ വേണ്ട, ലോകത്തിൽ തന്നെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഏറ്റവും ജീനിയസുകളുടെ 2 പേര് പറയാൻ, ഒന്ന് എലോൺ മസ്ക് എന്ന് പറയും, 2 ജെയിംസ് ക്യാമറോൺ എന്ന് പറയും. അപ്പൊ എലോൺ മസ്ക് ആയാലും ജെയിംസ് ക്യാമറോൺ ആയാലും ഇങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങൾ ചെയ്തവരായാലും അവർക്ക് പകരം വയ്ക്കാൻ, അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റുവിനെ പറ്റി നമ്മൾ പറയുന്നുണ്ട്. അതായത് ഒന്നുമില്ലായ്മയിൽ നിന്ന് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയെ ഇത്രയേറെ ഒരു എന്താ പറയുന്നത്, വിപ്ലവകരമായ ഒരു ഭക്ഷ്യസമൃദ്ധി ആണെങ്കിലും, പഞ്ചവത്സര പദ്ധതി ആണെങ്കിലും, ഡാമുകൾ നിർമ്മിക്കുന്ന കാര്യത്തിലാണെങ്കിലും, ഇൻഡസ്ട്രിയലൈസേഷൻ ആണെങ്കിലും, ബ്രിട്ടീഷുകാർ കൊള്ളയടിച്ച് കൊണ്ടുപോയ ഒരു നാടിനെ 5-10 കൊല്ലം കൊണ്ട് നെഹ്റു ട്രാൻസ്ഫോം ചെയ്ത ഒരു വിപ്ലവമുണ്ട്. അതിന്റെ ആ ഹെവി സ്കെയിലുള്ള ഒരു മെഗാ സ്കെയിലുള്ള ഒരു മാറ്റം പിന്നീടുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നില്ല. അതുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റു ഇപ്പോഴും എല്ലാവർക്കും പ്രിയപ്പെട്ട ആളായി നിൽക്കുന്നത്. ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന മനുഷ്യൻ, അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു. നിങ്ങളെയൊക്കെ പോലെ അധ്യാപക വൃത്തി ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ് ആദ്യം. അദ്ദേഹം അധ്യാപക വൃത്തിയിൽ നിന്ന് വിരമിച്ച സമയത്ത് കുട്ടികൾ പാതയ്ക്കിരുവശവും പൂച്ചെണ്ടുകളുമായി നിന്ന് കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് യാത്രയപ്പ് നൽകിയ ഒരു കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. കഥയല്ല, ഉണ്ടായ സംഭവം നമ്മൾ കേട്ടിട്ടുണ്ട്. അറിവിന്റെ വൻകരകളുടെ അധിപരാണ് അധ്യാപകർ എന്നാണ് നമ്മൾ സാധാരണ പറയുക. അതായത് വലിയ വലിയ അറിവിന്റെ ഭൂഖണ്ഡങ്ങളെ അതിന്റെ അധിപരായിരിക്കേണ്ട ആളുകളാണ് അധ്യാപകർ എന്നൊക്കെയാണ് നമ്മൾ പറയുക. അപ്പൊ നിങ്ങൾ ചോദിക്കുക, ഒരു മോണ്ടിസോറി ടീച്ചർ എന്നുള്ള വളരെ ബേസിക് ലെവലിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ സമീപിക്കേണ്ട, അല്ലെങ്കിൽ വലിയ തിയറിയോ വലിയ വലിയ സിദ്ധാന്തങ്ങളെ കുട്ടികളെ പഠിപ്പിക്കേണ്ട ഒരു ആവശ്യം ഞങ്ങൾക്ക് വരുന്നില്ല. ഞങ്ങൾ മോണ്ടിസോറി ട്രെയിനിങ് ടീച്ചേഴ്സ് ആണ്. പക്ഷെ നിങ്ങളിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ഉത്തരവാദിത്വം ചെറുതല്ല, അത് തീർച്ചയായിട്ടും വലുതാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം നമുക്കറിയാം, ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്നു. ഇദ്ദേഹം അറിയപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞൻ, ഒത്തിരിയേറെ കഴിവുകളുള്ള ഒരു മനുഷ്യൻ, നല്ലൊരു എന്താ പറയുന്നത്, സർവോപരി നല്ല മനുഷ്യനായിരുന്ന ഒരു വ്യക്തി. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ പഠിച്ച കോതമംഗലം മാത്തനേഷ്യസ് കോളേജില് അദ്ദേഹം ഒരു പ്രസംഗം, അദ്ദേഹം പ്രസിഡന്റ്ഷിപ്പിൽ നിന്ന് ഒഴിഞ്ഞ ശേഷം അദ്ദേഹം അവിടെ സംസാരിക്കാൻ വരികയുണ്ടായി, കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വരികയുണ്ടായി. ആ സമയത്ത് അദ്ദേഹം അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തെ പറ്റിയൊക്കെ ഒരുപാട് സംസാരിക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം അവിടെ വന്നപ്പോൾ കുട്ടികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അദ്ദേഹം വളരെ കൗതുകത്തോടു കൂടി മറുപടി പറയുന്നുണ്ട്. അദ്ദേഹം അവസാനം പറഞ്ഞൊരു കാര്യം സ്റ്റേ ക്യൂരിയസ് എന്നുള്ളതാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, 2011 സമയത്ത് എന്റെ കോളേജിൽ വരുമ്പോൾ നിങ്ങൾ ക്യൂരിയസ് ആയി ജീവിക്കുക എന്നാണ് അദ്ദേഹം കുട്ടികളോടും അധ്യാപകരോടും പറഞ്ഞത്. അദ്ദേഹം തന്നെ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കേണ്ട ഒരു വിഭാഗം എന്ന് പറയുന്നത് അധ്യാപകരിൽ പ്രൈമറി ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെ പോലെ പ്രീ പ്രൈമറി ക്ലാസ്സുകളിൽ മോണ്ടിസോറികളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്കാണ് മറ്റ് അധ്യാപകരെക്കാൾ ശമ്പളം കൊടുക്കേണ്ടതെന്ന് പറയാറുണ്ട്. എന്റെ അമ്മ ടീച്ചറാണ്, ഈ റൂമിന് തൊട്ടപ്പുറത്തുണ്ട്. സർവീസിൽ നിന്ന് റിട്ടയർ ആയി, ഒരു UP സ്കൂൾ അധ്യാപികയായിരുന്നു. എന്റെ അമ്മയും വീട്ടിൽ വന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ജീവനുള്ള, ഞാനൊക്കെ ഓഫീസിൽ ഫയല് വർക്കാണ് നമുക്ക് അധികവും. അപ്പോ നീ ഓഫീസിൽ പോയിട്ട് ജീവനില്ലാത്ത ഫയലിനെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഞാൻ എല്ലാ ദിവസവും, അല്ലെങ്കിൽ ഞങ്ങൾ അടങ്ങുന്ന സ്കൂളിലെ അധ്യാപകർ ജീവനുള്ള ഫയലുകളെയാണ് എല്ലാ ദിവസവും പോയി കൈകാര്യം ചെയ്യുക. അതുകൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജീവനുള്ള ഫയലുകളെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ എന്ന രീതിയിൽ പ്രൈമറി അല്ലെങ്കിൽ പ്രീ പ്രൈമറി അധ്യാപകർക്ക് കൊടുക്കേണ്ട ശമ്പളം, അവർക്ക് കൊടുക്കേണ്ട പരിഗണന, അവർക്ക് കൊടുക്കേണ്ട റെസ്പെക്ട് പലപ്പോഴും നമ്മുടെ സമൂഹം കൊടുക്കാതെ പോകുന്നു എന്ന് ഞാൻ ആമുഖമായി പറഞ്ഞു വെക്കാം. ഇത് നിങ്ങളെന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ കൂടി ആണ് ഞാൻ പറയുന്നത്. ഇതിനിടയിൽ കുറച്ച് മോട്ടിവേഷൻ കയറി വരും. ബേസിക്കലി ഞാനൊരു മോട്ടിവേഷൻ സ്പീക്കിംഗ് നടത്തുന്ന ഒരാളായതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങളിലുള്ള ഉത്തരവാദിത്തം, നിങ്ങൾ ചെയ്യാൻ പോകുന്ന ജോലി അതൊരിക്കലും ചെറുതല്ല. വലിയ വലിയ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുള്ള ഒരു ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നത്. അത് മറ്റാരും അതിനെ വന്ന് മോട്ടിവേറ്റ് ചെയ്യാനില്ലെങ്കിലും യു ഹാവ് ടു ബി സെൽഫ് മോട്ടിവേറ്റഡ്. നിങ്ങളൊരു തലമുറയെ ഷേപ്പ് ചെയ്യുന്നതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള, നമ്മളൊരു കെട്ടിടം പണിയുമ്പോൾ എങ്ങനെയാണോ അതിന്റെ ഫൗണ്ടേഷൻ ഏറ്റവും ബലവത്തായി പണിതു വയ്ക്കുന്നത്, ആ ഫൗണ്ടേഷൻ മുകളിൽ നമ്മൾ കല്ല് കെട്ടിപ്പൊക്കിയാണ് നമ്മൾ 50 നിലയുള്ള ബിൽഡിങ്ങുകൾ പണിയുന്നതും 100 നിലകളുള്ള ബുർജ് ദുബായ് പണിയുന്നതും തായ്പേയ് ബിൽഡിങ്ങുകളൊക്കെ നമ്മൾ പണിയുന്നതും ഒക്കെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കിയിട്ടാണ്. അപ്പൊ ആ ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്യുക, ക്യാരക്ടർ ഫോർമേഷൻ, വിദ്യാർത്ഥികളുടെ സോഷ്യൽ ഇന്ററാക്ഷൻ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങളിലൂടെയാണ് നാളത്തെ തലമുറ വളർന്നു വരുന്നത്. അല്ലെങ്കിൽ നിങ്ങളിലൂടെ നിങ്ങൾ ഷേപ്പ് ചെയ്യുന്ന
ഒരു മാർഗത്തിലൂടെയാണ് ഈ കുട്ടികൾ നടന്ന് വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്തുന്നത് എന്നുള്ളതിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഭിമാനിക്കാം. എന്നെ പ്രൈമറി സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചർ ഈ കഴിഞ്ഞ 2 മാസം മുമ്പാണ് ടീച്ചർ മരണപ്പെടുന്നത്. ടീച്ചർ അന്ന് ഞാൻ 90കളിൽ പ്രീ പ്രൈമറി സ്കൂളിൽ അല്ലെങ്കിൽ പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് തന്ന ഒരു സ്നേഹം ടീച്ചറുടെ മരണം വരെ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഇടയ്ക്ക് വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ടീച്ചറായിരുന്നു. അപ്പോൾ നമ്മൾ അതിനുശേഷം പല സ്കൂളുകളിൽ പഠിക്കുന്നു, കോളേജിൽ പോകുന്നു, യൂണിവേഴ്സിറ്റിയിൽ പോകുന്നു. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ കാണുന്ന അധ്യാപകരെക്കാൾ നമുക്ക് പലപ്പോഴും അടുപ്പവും സ്നേഹവും ഒക്കെ തോന്നുക നമ്മളെ പ്രീ പ്രൈമറി ക്ലാസ്സിൽ പഠിപ്പിച്ച അധ്യാപകരോടായിരിക്കും. അതും ഞാൻ ആമുഖമായി പറഞ്ഞു വെക്കുകയാണ്. അപ്പൊ നമ്മൾ ആദ്യം ചോദിച്ച ഒരു കാര്യം നമ്മൾ ടെൻഷൻ എന്ന് പറഞ്ഞു. അപ്പൊ ഈ ടെൻഷനെ മറികടക്കാൻ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ നമ്മൾ ചെന്നിരിക്കുമ്പോൾ നമ്മൾ ടെൻഷൻ ആണ് എന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് ഏതൊരു കാര്യമായാലും ടേക്ക് ഇറ്റ് ഹെഡ് ഓൺ എന്ന് പറയും. ഹെഡ് ഓൺ കൊളീഷൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 2 വണ്ടികൾ തമ്മിൽ നേരിട്ട് കൂട്ടിയിടിക്കുന്നതിനാണ് നമ്മൾ ഹെഡ് ഓൺ കൊളീഷൻ എന്ന് പറയുക. അല്ലെങ്കിൽ നേർക്ക് നേർ ഫൈറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഹെഡ് ഓൺ ആയി ഫൈറ്റ് ചെയ്യുന്നു എന്ന് പറയുക. നിങ്ങളെ പേടിപ്പിക്കുന്ന എന്ത് സാധനമാണോ ആ സാധനത്തെ നിങ്ങൾ നേർക്ക് നേരെ നിന്ന് ഫൈറ്റ് ചെയ്യാത്തിടത്തോളം നിങ്ങൾക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റില്ല. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഒട്ടുകൂടി പറയുന്നു, എവറിത്തിങ് യു ഡിസേർവ് ഈസ് ഓൺ ദ അതർ സൈഡ് ഓഫ് ഫിയർ. അപ്പൊ നേർക്ക് നേർ അതുമായി കൂട്ടിയിടിച്ച് അതുമായിട്ടുള്ള പേടി മാറി അതിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാത്തിടത്തോളം ആ പേടിയെ നിങ്ങൾ ഒരിക്കലും മറികടക്കില്ല. അതായത് ഇപ്പൊ നമ്മളൊരു ഇന്റർവ്യൂ ബോർഡിന് മുന്നിലേക്ക് പോകുമ്പോൾ നിങ്ങളിപ്പോ ടെൻഷൻ എന്ന് എന്നോടൊരു വാക്ക് പറഞ്ഞു. എന്ത് കാര്യത്തിനായിരിക്കും നിങ്ങൾക്ക് ടെൻഷൻ? ഇപ്പൊ ഒരാൾ അവിടെ ആദ്യം ഗുഡ് ലാംഗ്വേജ്, ഗുഡ് അപ്പിയറൻസ് എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അത് ഞാൻ സമ്മതിക്കുന്നു. പിന്നെ നിങ്ങൾ ടെൻസ്ഡ് ആയിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് പതുക്കെ ഒന്ന് കമന്റിൽ ഇടാവോ? അല്ലെങ്കിൽ നിങ്ങളൊന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ ഡിസ്റ്റർബൻസ് ആവുമെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഈ ലാംഗ്വേജ്, പിന്നെ അതിനെ പറ്റിയൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നിങ്ങളെ ഇങ്ങനെ ഈ ഒരു, അതായത് ഒരു ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ ചെന്നിരിക്കുമ്പോൾ നിങ്ങളെ പരിങ്ങളിലാക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലർ പറയും എനിക്ക് വയറുവേദന എടുത്തു ഇന്റർവ്യൂ ബോർഡിന് മുന്നിലിരുന്നപ്പോൾ, എനിക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നി, അങ്ങനെയുള്ള ആളുകളുണ്ട്. ഈ കഴിഞ്ഞ ദിവസം കൂടി എന്നോട് ഒരു ഡാൻസ് കോമ്പറ്റീഷന് പങ്കെടുത്ത ലാംഗ്വേജ് സ്കിൽ, അതൊരു നല്ല കാര്യമാണ്, കമ്മ്യൂണിക്കേഷൻ. പിന്നെ നമ്മളിതേ പറ്റിയൊക്കെ ഈ ദിവസങ്ങളിൽ ചർച്ച ചെയ്യുന്നുണ്ട്. എനിക്ക് ജസ്റ്റ് ഒന്ന് കോമൺ ആയിട്ട് അറിയാനാണ്. നിങ്ങൾ ഇതിനു മുമ്പ് ഇന്റർവ്യൂവിൽ പങ്കെടുത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ആദ്യം ചോദിച്ചിരുന്നു. ആരെങ്കിലും പങ്കെടുത്തവരുണ്ടോ? ഈ മോണ്ടിസോറി കോഴ്സ് കഴിഞ്ഞിട്ട് ആരെങ്കിലും ഇന്റർവ്യൂ പങ്കെടുത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? പങ്കെടുത്തായിരുന്നു. പങ്കെടുത്തിട്ട് എന്തായിരുന്നു അതിന്റെ ഒരു അനുഭവം? നിങ്ങൾ അവിടെ നിന്ന് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് എന്താണ്? അവിടെ നിങ്ങൾ അതിൽ ക്വാളിഫൈ ചെയ്തോ അതോ ക്വാളിഫൈ ചെയ്യാതെ നിങ്ങൾക്ക് പുറത്തു പോരേണ്ട വന്നോ? എന്തായിരുന്നു അവിടുത്തെ ഒരു അനുഭവം എന്ന് പറയാമോ? അവിടെ ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ ചെന്നപ്പോ തന്നെ അവിടെ സ്കൂളിൽ കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. HM-നെ മാറ്റുന്നതിനെ പറ്റി ആ ഒരു ടെൻഷൻ കണ്ടപ്പോ, ആ ഒരു പാരന്റ്സിന്റെ ആ ഒരു ഇത് കണ്ടപ്പോ തന്നെ എനിക്ക് ഉള്ളിൽ ഭയങ്കര പേടി കയറി. ഞാൻ പിന്നെ അവിടെ അത് കഴിഞ്ഞിട്ടായിരുന്നു എന്നെ ഇന്റർവ്യൂവിന് കയറ്റി. ഞാനും വേറൊരു ആളും കൂടി 2 പേരുണ്ടായുള്ളായിരുന്നു. കയറിയപ്പോ തന്നെ ഒത്തിരി പേരുണ്ടായിരുന്നു. അവിടുത്തെ മാനേജ്മെന്റിന്റെ ആളുകളും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അവിടുത്തെ പ്രിൻസിപ്പാളും ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് മുമ്പ് നടന്ന ആ ഒരു ഇൻസിഡന്റ് കാരണം കൊണ്ട് എനിക്ക് അവർ ചോദിച്ചതിന് ഒന്നിനും ആൻസർ പറയാൻ പറ്റിയില്ല. പേടിച്ചു പോയി ഞാൻ ആ സമയത്ത്. എല്ലാം യെസ് സാർ. അപ്പോ അതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി പേടിച്ചു. അപ്പൊ പ്രിൻസിപ്പൾ ചോദിച്ചതിന് എനിക്ക് കറക്റ്റ് ആയ രീതിയിൽ എനിക്ക് പറയാൻ പറ്റില്ല. ഓൾറെഡി നന്നായിട്ട് പേടിച്ചു. പിന്നെ അവിടെ ഇരുന്ന മാനേജ്മെന്റ് ഒക്കെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് നമുക്ക് എല്ലാം ബ്ലാങ്കായി. ചോദിച്ച് നമുക്ക് ഇവിടെ വന്നിട്ട് മറുപടി മതിയായിരുന്നു എന്ന് തോന്നി. പിന്നെ ഫ്ലുവന്റ് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയാത്തതും എനിക്ക് വന്നൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി. ഓക്കെ, താങ്ക് യു ഫോർ ദാറ്റ്. എന്താ പറയുന്ന സത്യമായി പറഞ്ഞതിലുള്ള ഒരു സന്തോഷമുണ്ട്. അത് എന്താ പറയുക, നമ്മൾ അവിടെ ചെല്ലുന്നു, വളരെ പരിതാപകരമായ കുറെ കാര്യങ്ങൾ അവിടെ നടക്കുന്നു. അത് കാണുമ്പോൾ ഞാൻ പഠിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മറന്നു പോകുന്നു. ഇന്റർവ്യൂവിന് മുന്നിൽ എനിക്ക് ഒന്നും പറയാൻ പറ്റിയില്ല. ചോദ്യങ്ങളെല്ലാം
പിന്നീട് ആലോചിക്കുമ്പോൾ എനിക്ക് ഉത്തരം പറയാമായിരുന്ന ചോദ്യങ്ങളായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പൊ അതേപറ്റി ഓർക്കുമ്പോൾ അത് കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നെങ്കിൽ ഞാൻ വളരെ മനോഹരമായി പെർഫോം ചെയ്ത് ആ ജോബ് ഞാൻ കയ്യിലാക്കുമായിരുന്നു തോന്നുന്നില്ല ഇപ്പോ എന്നല്ല, ആ ഇന്റർവ്യൂ ബോർഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വളരെ സമാധാനമായിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് ഇതിന് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ സ്വസ്ഥമായിട്ട്, അല്ലെങ്കിൽ വീട്ടിൽ വന്നൊന്ന് സ്വസ്ഥമായി കിടന്നുറങ്ങി നമ്മൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ അയ്യോ ഇത് ഇങ്ങനെ ഞാനൊന്ന് എന്റെ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെ ഒന്ന് മാറ്റിയായിരുന്നെങ്കിൽ ഞാൻ ഈസി ആയിട്ട് അതിനെ പാസ് ഓവർ ചെയ്യുമായിരുന്നു തോന്നുന്നില്ലേ? വേറെ ആരെങ്കിലും പോയവരുണ്ടോ? വേറെ ഒരാള്? ഓക്കെ, ഷമീമ പറയും. സർ, ഞാൻ ബഹ്റിനിലാണ്. ഞാൻ ഈ മോണ്ടിസോറി പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു 3-4 മാസം മുമ്പ് തന്നെ, അതായത് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് മുമ്പായിരുന്നു ഞാൻ ഇന്റർവ്യൂവിന് പോയിരുന്നത്. പക്ഷെ അവിടെ എന്ന് വെച്ചാൽ ശരിക്കും നമ്മൾ ഒരു ടീച്ചിങ്ങിന് വേണ്ടി ഞാൻ നേരത്തെ ജോബ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാണ് ഇതൊന്ന് മാറി നോക്കണം എന്ന് വിചാരിച്ചിട്ട് മക്കളുടെയൊക്കെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് സ്കൂൾ ജോബാണ് ഇവിടെ ഏറ്റവും, അതായത് രാവിലെ തൊട്ട് ഉച്ച വരെ ഉള്ളൂ. അങ്ങനെ ഞാൻ മാറി നോക്കാൻ വേണ്ടിയാണ് മോണ്ടിസോറി എടുത്തത്. അപ്പൊ അവിടെ ചെന്ന് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ എന്ന് വെച്ചാൽ ഒരു വലിയൊരു ടേബിള്, നീളമുള്ള ടേബിള്, ഒരു 6 പേര് അങ്ങേറ്റത്ത് റൗണ്ടിൽ ഇരിക്കുന്നു. അങ്ങനെ ഒരു ഇന്റർവ്യൂ ഞാൻ ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ലായിരുന്നു. ഇതിനു മുമ്പുള്ള ജോബ് ആണെങ്കിലും 1-2 പേര് ജസ്റ്റ് ഇത് നമ്മള് സെൽഫ് ഇൻട്രൊഡക്ഷൻ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമായിരുന്നു. അവിടെ ചെന്നതിന് ശേഷം അപ്പൊ പിന്നെന്ന് വെച്ചാല് മലയാളീസ് ഇല്ല, ഇന്ത്യൻസ് ഇല്ല, അറബിക് സ്കൂളിലായിരുന്നു. അപ്പൊ അതിൻ്റെതായ കുറച്ച് നമുക്ക് അത്യാവശ്യം ഞാൻ ഇംഗ്ലീഷ് പറയുമെങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെതായ ഒരു പിടിച്ചു നിൽക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവർ ചോദിച്ചതിനെല്ലാം ചോദ്യം പറഞ്ഞെങ്കിലും നമ്മള് റിപ്പീറ്റ് അടിച്ചിട്ടാണ് നമുക്കത് മനസ്സിലാകുന്നത്. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായി. അതായത് നമ്മൾ ലാംഗ്വേജിന്റെ മീൻസ് അറിയാമെങ്കിലും അവരുടെ ആ സ്ലാങ് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കി, അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായി. പിന്നെ ഒരു ഇന്റർവ്യൂ എന്താണെന്ന് മനസ്സിലായി, ഇങ്ങനെയാണ് ടീച്ചിങ് ഇന്റർവ്യൂ എന്ന് മനസ്സിലായി. എന്തൊക്കെ, അതുപോലെ തന്നെ ഞാൻ കൊണ്ടുപോയ സാധനങ്ങളിൽ പലതും മിസ്സിംഗ് ആയിരുന്നു. എനിക്ക് ഫോട്ടോസ് അങ്ങനത്തെ കുറെ ഉണ്ടായിരുന്നു അങ്ങനത്തെ. പിന്നെ എനിക്ക് ഫസ്റ്റ് തന്നെ എനിക്ക് അറിയാമെന്ന് കിട്ടത്തില്ലെന്ന്, കാരണം സർട്ടിഫിക്കറ്റ് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കിട്ടത്തില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു നമുക്കൊരു എക്സ്പീരിയൻസിന് വേണ്ടി പോയതായിരുന്നു. പക്ഷെ അങ്ങനെ എന്തൊക്കെ വേണം, ഇനി എവിടെയെങ്കിലും പോയാൽ എന്തൊക്കെ വേണം, എങ്ങനെ പോകണം എന്ന് മനസ്സിലായി. അതൊരു വലിയ പാഠപുസ്തകമായിരുന്നു ആ ഇന്റർവ്യൂ എന്ന് പറയുന്നത് അല്ലേ? അതെ. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഇപ്പോ ഈ ഒരു വലിയ നീളമുള്ള ടേബിൾ, അതിന്റെ അറ്റത്ത് ഒരാളിരിക്കുന്നു, സൈഡിൽ കുറെ പേര് ഇരിക്കുന്നു. ഇതിലൊന്നും നിങ്ങൾ വീഴാൻ നിൽക്കരുത്. നമ്മളത് അടുത്ത ദിവസങ്ങളിൽ നമ്മളത് കറക്റ്റ് ആയിട്ട് പറയും. ഞാൻ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്, നിങ്ങൾ ആരെങ്കിലും ഇന്റർവ്യൂവിൽ പങ്കെടുത്തുന്നത്, നിങ്ങളുടെ അനുഭവം എന്താണെന്നുള്ളത്. വേറെ ആരാണ്? ഐഷ പറയൂ. ഖത്തറിലാണ്. അപ്പൊ ഞാനൊരു സ്കൂളില് ഇന്റർവ്യൂ പോയിട്ടുണ്ടായിരുന്നു. അവിടെ വന്നവരൊക്കെ BEd ഉള്ളവരും ഇതൊക്കെ ആയിരുന്നു. എനിക്ക് BEd ഇല്ല, ജസ്റ്റ് പോസ്റ്റ് ഗ്രാജുവേഷൻ മാത്രം കൊണ്ടുവരാൻ പോയതാ. MTTC പഠിക്കുന്ന ആ ഒരു ഇതും കൊണ്ട് ഞാൻ കൂളായിട്ട് സംസാരിച്ചിട്ടും ലാംഗ്വേജ് ഒക്കെ കുഴപ്പമില്ലാണ്ട് അവര്, പക്ഷെ എങ്കിൽ അവര് ചോദിച്ച ഇന്റർനാഷണൽ ക്വസ്റ്റ്യൻസിന് മൊത്തം ഞാൻ പറഞ്ഞിട്ടുണ്ടായത് ഇന്ത്യ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്നോട് ഒരു 5 ഇന്റർനാഷണൽ ലീഡേഴ്സിന്റെ പേര് വെച്ചപ്പോ എനിക്ക് നരേന്ദ്രമോദി, ട്രംപ് പറഞ്ഞതിന് ശേഷം എനിക്ക് കിങ് ജോങ് ഉന്നിന്റെ മുഖം മനസ്സിലുണ്ട്, റഷ്യയുടെ മനസ്സിലുണ്ട്, പക്ഷെ പറയാൻ പറ്റില്ല. ഞാൻ അവരോട് പറഞ്ഞു, ഐ നോ ദ ഫേസ് ബട്ട് ഐ കാൻറ്റ് സേവ് ദം. അതായത് അവരുടെ പേര് പോലും, സോഷ്യലിന് വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്, അവരുടെ പേര് പോലും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുപോലെ സോഷ്യലിനെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ ഞാൻ എക്കണോമിക്സ് ആയിരുന്നു മെയിൻ. അപ്പോൾ എക്കണോമിക്സ് സംബന്ധമായിട്ടാണ് ഞാൻ കൂടുതലും ആൻസർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പായിരുന്നു കിട്ടില്ല എന്നുള്ളത്. കാരണം കുറെ എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സ് ഉണ്ട്. പക്ഷെ എങ്കിൽ ഞാനൊന്ന് പോയി നോക്കാം, അറ്റൻഡ് ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ പോയതാ. പക്ഷെ ലാസ്റ്റ് എനിക്ക് ഇത് എന്നത് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ എങ്കിൽ ഞാൻ പറയുന്ന ആൻസർ കുറച്ചുകൂടി ഞാൻ പ്രിപ്പയർ ചെയ്ത് പോയതുപോലെ അല്ല ഇവിടെ എന്ന് നമ്മളോട് ചോദിക്കുന്നത്. ഞാൻ പ്രിപ്പയർ ചെയ്ത കാര്യങ്ങൾ കുറച്ചുകൂടി ഇതായിട്ടുള്ളതായിരുന്നു. അവര് ചോദിക്കുന്ന കാര്യങ്ങൾ സോഷ്യലിനെ ബേസ് ചെയ്തിട്ട് ഒരു 5-6 ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ എനിക്കത് പറ്റിയിട്ടില്ല. അപ്പൊ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായില്ല. ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞു, നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന എന്തിനെ പറ്റിയും കൗതുകമുള്ള മനുഷ്യരായി ജീവിച്ചാൽ മാത്രമേ, എന്നത് അത് വെറുതെ പറഞ്ഞതല്ല. കാരണം ഈ നിങ്ങൾ കൊണ്ടുപോകുന്ന റെസ്യൂമെ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, കരിക്കുലം വിറ്റ എന്ന് പറയുന്ന സാധനം. ഈ കരിക്കുലം വിറ്റയുടെ സ്പെല്ലിങ് എത്ര പേർക്ക് കൃത്യമായിട്ട് അറിയാം? ആരും കൈ ഉയർത്തണ്ട, ഞാനൊരു ജനറലി ചോദിക്കുന്ന ഒരു കാര്യമാണ്. റെസ്യൂമെ അഥവാ കരിക്കുലം വിറ്റ എന്ന് എഴുതുമ്പോൾ അതിന്റെ സ്പെല്ലിങ് പോലും തെറ്റിച്ചുകൊണ്ട് ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ പോകുന്ന ആളുകളുണ്ട്. മലയാളിയുടെ പ്രിയപ്പെട്ട സഞ്ചാരി സന്തോഷ് ജോർജ് കുളങ്ങര, ഇന്റർവ്യൂ ഇപ്പോഴും യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. സഫാരി സ്റ്റുഡിയോ കോംപ്ലക്സിലേക്ക്
കണ്ടന്റ് റൈറ്റിംഗിന്റെ എന്തോ ഒരു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് 100 പേര് ഇന്റർവ്യൂവിന് വന്നു. ഏതാണ്ട് 100 പേര് ഇന്റർവ്യൂവിന് വന്നു. അപ്പൊ പുള്ളിക്ക് ആവശ്യം 20-25 പേരേ ഉള്ളൂ. അപ്പൊ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ട് അത് അതേപടി കോപ്പി ചെയ്ത് എഴുതാൻ പറഞ്ഞു. അതായത് അതിനെ പ്രിസൈസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിന്റെ 1/3 സംഗ്രഹിക്കാനോ ഒന്നുമല്ല പറഞ്ഞത്. ആ പാരഗ്രാഫ് ഒരു പേപ്പർ കൊടുത്തിട്ട് അതേപടി പകർത്തി വേറൊരു പേപ്പറിലേക്ക് എഴുതാൻ പറഞ്ഞിട്ട് അതിൽ 90% ആളുകളും അത് പകർത്തി എഴുതിയതിൽ പോലും തെറ്റുണ്ടായിരുന്നു എന്നാണ് പുള്ളി പറയുന്നത്. അതായത് 100-ൽ 10 പേര് മാത്രമേ, അല്ലെങ്കിൽ 5-6 പേര് മാത്രമേ അത് ഇങ്ങനെ ഒരു പേപ്പറിൽ നോക്കി അതേപടി നമ്മൾ ഈ പരീക്ഷയ്ക്കൊക്കെ കോപ്പി അടിക്കുകൊണ്ട് ഈച്ച കോപ്പി എന്ന് പറയില്ല, ഈച്ച ഉണ്ടെങ്കിൽ അതേപടി വരച്ചു വെക്കാന്ന് പറയില്ല എൻ്റെ അകത്ത് എന്ന് പറഞ്ഞ പോലെ അങ്ങനെ കൊടുത്തിട്ട് പോലും പലപ്പോഴും അത് നമുക്ക് വിദ്യാഭ്യാസമില്ലാത്തത് കൊണ്ടോ, നമുക്ക് ആൽഫബറ്റ്സ് അറിയാത്തത് കൊണ്ടോ, നമുക്ക് സെന്റൻസുകൾ എഴുതാൻ അറിയാത്തത് കൊണ്ടോ, ഫുൾ സ്റ്റോപ്പ് ഇടാനോ കുത്തോ കോമിടാനോ ഒന്നും അറിയാത്തത് കൊണ്ടല്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ പോയിരിക്കുമ്പോൾ ആളുകൾ നോക്കുമ്പോൾ സഫാരി ഒരു വലിയ ചാനലാണ്, സന്തോഷ് കുളങ്ങര വളരെ പ്രസിദ്ധനായ ഒരു ട്രാവലറാണ്, വളരെ കണിശക്കാരനായ വ്യക്തിയാണ്, ഇയാൾ തന്ന പാരഗ്രാഫാണ്. ഇത് നോക്കി എഴുതുമ്പോൾ ഉള്ളിലൊരു ടെൻഷൻ ഉണ്ട്. ഈ ടെൻഷൻ കാരണമാണ് നോക്കി എഴുതുന്നത്. ചിലപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നോക്കുമ്പോൾ കണ്ടുപിടിക്കുന്നില്ല എന്നുള്ളൊരു ഫീൽ വരുന്നില്ലേ, അതേ ഫീലാണ് ഈ ആളുകൾക്ക് ഉണ്ടായത്. അപ്പൊ പുള്ളി പറയാണ്, നമുക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾക്ക് അപ്പുറത്തേക്ക് നമ്മുടെ കാര്യങ്ങളെ കൊണ്ടെത്തിക്കാത്തിടത്തോളം മലയാളി ഒരു ഇന്റർവ്യൂവിൽ പെർഫോം ചെയ്യാൻ പോകുന്നില്ല എന്നാണ് പറയുന്നത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്, അതെന്താണെന്നറിയോ, ഏതൊരു ഇന്റർവ്യൂ ബോർഡായാലും ഇപ്പോ ഞാൻ ആദ്യം ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചിരുന്നു, നോക്കുന്നത് സർട്ടിഫിക്കറ്റിന് അപ്പുറത്തേക്കുള്ള കാര്യങ്ങളാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ റൂം തുറന്ന് കയറാനുള്ള ഒരു കീ മാത്രമാണ്. ഇപ്പൊ നിങ്ങളിപ്പോ മോണ്ടിസോറി ട്രെയിനിങ് കഴിഞ്ഞ ആളുകളായതുകൊണ്ട് നിങ്ങളെ അവരെ അളക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, കേരളത്തില് 55% മാർക്ക് ഉണ്ടെങ്കിൽ ഏത് PSC പരീക്ഷയും നമുക്ക് എഴുതാം. ഈ SLC പരീക്ഷയ്ക്ക് ഗ്രേഡിംഗ് സിസ്റ്റം കൊണ്ടുവന്നപ്പോൾ അതിന്റെ ഫസ്റ്റ് ബാച്ചിൽ പരീക്ഷ എഴുതിയ ആളാണ് ഞാൻ 2007. എന്റെ ബാച്ച് മുതലാണ് കേരളത്തിൽ കംപ്ലീറ്റ് ഗ്രേഡിംഗ് പാറ്റേണിലേക്ക് മാറിയത്. മാർക്കില്ല നമ്മുടെ SLCയുടെ സർട്ടിഫിക്കറ്റിൽ, എല്ലാം ഗ്രേഡ് മാത്രമേ ഉള്ളൂ. അന്ന് ഏതാണ്ട് 1000 താഴെ പേർക്കാണ് A+ ഉണ്ടായിരുന്നത്. എനിക്കുൾപ്പെടെ ഫുൾ A+ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് പത്രത്തിൽ വരുന്നത് ഏതാണ്ട് 800-900 പേർക്കാണ് ഫുൾ A+ ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഈ കഴിഞ്ഞ വർഷം 2024 SLC പരീക്ഷ റിസൾട്ട് വന്നപ്പോൾ ഏതാണ്ട് 40,000-50,000 അടുത്താണ് ഫുൾ A+ എണ്ണം വന്നത്. ഞാൻ നമ്മുടെ നാടിന്റെ കുറ്റം പറയല്ല, നമ്മുടെ എഡ്യൂക്കേഷനിൽ വന്നൊരു പ്രശ്നത്തെ പറ്റി ഞാൻ പറയുകയാണ്. നമ്മൾ ഇതുപോലെയാണ് നമ്മളുടെ സർട്ടിഫിക്കറ്റുകൾ നമ്മൾ പെരുപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ലാംഗ്വേജിന് അല്ലെങ്കിൽ ഇപ്പോൾ ചില സ്കൂളുകളിലൊക്കെ 30 അല്ലെങ്കിൽ 50 കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 45 പേർക്കും ഫുൾ A+ എന്നൊക്കെ നമ്മൾ വായിച്ചു. അത് എങ്ങനെ ഒരു സമൂഹത്തിൽ എങ്ങനെ പോസിബിൾ ആവും? ഒരേ IQ-ലുള്ള ആളുകൾ മാത്രം, അല്ലെങ്കിൽ എല്ലാവരും ഒരേ ബ്രില്യൻസോട് കൂടി പഠിക്കുന്ന ഒരു സ്കൂള് അല്ലെങ്കിൽ ഒരു സമൂഹം, അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇതൊക്കെ ഓവർ റേറ്റഡ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് ആ സർട്ടിഫിക്കറ്റുകൾ കൊണ്ടാണ് നമ്മൾ അടുത്ത പരിപാടിക്ക് പോകുന്നത്. ഇപ്പൊ +2-നായാലും ഇതേ അവസ്ഥയാണ്. ഇപ്പൊ മലയാളം ഭാഷയ്ക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയ്ക്ക്, ഹിന്ദിക്കൊക്കെ 100-ൽ 100 മാർക്ക് കിട്ടുക, അത് പണ്ടൊക്കെ നമ്മൾ പറയും എത്ര എഴുതിയാലും മാർക്ക് കിട്ടില്ല എന്നുള്ളത്. ഞാൻ അങ്ങനെ നന്നായിട്ട് എഴുതിയ കുട്ടികൾക്ക് മനഃപൂർവ്വം മാർക്ക് കുറച്ചിടണം എന്ന് പറയുന്ന സമയത്തെ പറ്റിയിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്, അല്ലാതെ ശരിയാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്നാലും എല്ലാവരും ഇപ്പൊ ക്ലാസ്സിൽ 45 പേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ 50 പേരുണ്ടെങ്കിൽ 45 പേർക്ക് അല്ലെങ്കിൽ 40 പേർക്കും എല്ലാ വിഷയങ്ങൾക്കും ഫുൾ A+ കിട്ടുന്നു. അതിൽ തന്നെ ഭാഷാ വിഷയങ്ങൾ ഉൾപ്പെടെ. നമ്മുടെ വേറെ ഏതിലൊക്കെ നമ്മളിപ്പോ ഫുൾ മാർക്ക് കൊടുത്താലും ഭാഷ മനുഷ്യൻ പ്രയോഗിക്കുന്ന കാര്യത്തിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഈക്വലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇന്റർവ്യൂ ബോർഡ് സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റിൽ നിങ്ങൾ കൊണ്ടുവന്ന വ്യാജ സർട്ടിഫിക്കറ്റ് ആണോ അല്ലയോ എന്നുള്ളത് അവർ തീർച്ചയായിട്ടും വെരിഫൈ ചെയ്യും. അതില്ലാന്ന് പറയുന്നില്ല. നിങ്ങളുടെ എംബസി ഇപ്പൊ പുറമെ ജോലി ചെയ്യുന്നവരാണ്, ഞാൻ ജോലി ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ ഞങ്ങൾക്ക് സ്ഥിരം എംബസിയിൽ നിന്നൊക്കെ വരാറുണ്ട്, ഇന്ന ആള് കാനഡയ്ക്ക് പോകാൻ ഉദ്ദേശിക്കുന്നു, ഇത് ഇന്ന ആളുടെ സർട്ടിഫിക്കറ്റ് ആണ്, ഇത് നിങ്ങൾ യൂണിവേഴ്സിറ്റി ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റ് ആണെന്ന് ചോദിച്ചാൽ നമുക്ക് വരാറുണ്ട്. അതല്ല ഞാൻ പറയുന്നത്. അതിനപ്പുറത്തേക്ക് ആ കയ്യിലിരിക്കുന്ന കടലാസിന് ഇന്റർവ്യൂ ബോർഡ് വലിയ കാര്യം കൊടുക്കാറില്ല എന്നാണ്. ഇപ്പൊ നിങ്ങൾ മോണ്ടിസോറി ട്രെയിനിങ് ടീച്ചേഴ്സ് എന്നുള്ള ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ട് ഞാൻ പറയാണ്, നിങ്ങളുടെ കാര്യങ്ങളിൽ അവർ അസസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, ദ പാഷൻ ഫോർ വർക്കിംഗ് വിത്ത് ചിൽഡ്രൻ. നിങ്ങൾ എത്രമാത്രം ഈ കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്നതിൽ അല്ലെങ്കിൽ കുട്ടികളുമായി വർക്ക് ചെയ്യുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ പാഷനേറ്റ് ആണ് എന്ന് അവര് കൃത്യമായിട്ട് ചെക്ക് ചെയ്യും. ഈ പാഷൻ എന്ന് പറയുന്ന ഒരു സാധനമില്ലാതെ നമുക്ക് ഒരിക്കലും ടീച്ചിങ് ഫീൽഡിൽ നിൽക്കാൻ പറ്റില്ല. ഇത് 1-2 മണിക്കൂർ ചെയ്യേണ്ട ഒരു കാര്യമല്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ എൻ്റെ അമ്മ പറഞ്ഞതുപോലെ നമ്മൾ ജീവനുള്ള ഫയലുകൾ കൈകാര്യം ചെയ്യുമ്പോൾ
ഈ പാഷൻ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ അവർ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യും. ഇന്റർവ്യൂ ബോർഡ് കൃത്യമായിട്ട് നിങ്ങളെ ആ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. അവിടെ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നതിന്റെ ഒരു കാരണം നമ്മൾ ആ രീതിയിൽ നമ്മുടെ ആൻസേഴ്സ് അതേപടി നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരുന്നില്ല. അത് നമ്മൾ വഴിയെ പറയുന്നുണ്ട്. മറ്റൊരു കാര്യമാണ് നിങ്ങളുടെ ക്ലാസ് റൂം മാനേജ്മെന്റ് എബിലിറ്റി. നിങ്ങൾ പലപ്പോഴും ഇപ്പൊ നിങ്ങൾ ഈ ഓൺലൈൻ ആണ് ഈ കോഴ്സ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും പ്രാക്ടിക്കലായ ട്രെയിനിങ് കിട്ടിയിരുന്നോ? ഇപ്പോൾ ഈ ഇങ്ങനെ ഒരു മോണ്ടിസോറി ട്രെയിനിങ് കോഴ്സ് നിങ്ങൾ ഓൺലൈൻ ചെയ്യുമ്പോൾ ഇപ്പൊ TTC ഒക്കെയാണ് നമ്മുടെ നാട്ടിൽ പഠിക്കുന്നതെങ്കിൽ TTCക്കാർക്ക് ഏതെങ്കിലും അടുത്തുള്ള സ്കൂളിൽ പോയി അവര് 1-2 മാസം ഫിസിക്കൽ ക്ലാസ് റൂമിൽ എൻഗേജ് ചെയ്ത് ട്രെയിനിങ് എടുക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ ട്രെയിനിങ് കിട്ടുന്നുണ്ടോ? നിങ്ങൾക്ക് ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. ട്രെയിനിങ് ഉണ്ടോ? നമ്മളോട് ട്രെയിനിങ് ചെയ്യാൻ പറയും. ഏറ്റവും മിനിമം 15 ഡേയ്സ് അല്ലെങ്കിൽ 3 മന്ത്സ് നിങ്ങൾക്ക് ട്രെയിനിങ് ചെയ്യണം എന്ന് നമ്മളോട് പറയാറുണ്ട്. അതനുസരിച്ച് ഞങ്ങൾ ട്രെയിനിങ്ങിന് പോയിട്ടുണ്ട്. ശരി, അത് കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ആവുക? അത് നിങ്ങളുടെ മാൻഡേറ്ററി സാധനമാണ്. നമുക്ക് കോഴ്സ് പഠിച്ചോണ്ടിരിക്കാതെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പിന്നീടാണെങ്കിലും ചെയ്യാം എന്നൊരു ഉണ്ട്. ചിലവർ വർക്ക് ചെയ്യണവരും ഈ കോഴ്സ് പഠിക്കുന്നുണ്ടല്ലോ ഓൺലൈൻ ആയതുകൊണ്ട്. ശരി, അപ്പൊ അപ്പൊ നിങ്ങൾ എങ്ങനെ ഒരു പ്രാക്ടിക്കൽ സെൻസിൽ, നിങ്ങൾ തിയറി മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ല, തിയറിറ്റൈസ് ചെയ്ത് മാത്രം കാര്യങ്ങളെ കണ്ടതുകൊണ്ട് കാര്യമില്ല. പ്രാക്ടിക്കലി നിങ്ങൾക്ക് എങ്ങനെ ഒരു ക്ലാസ് റൂമിൽ എൻഗേജ് ചെയ്യാൻ പറ്റുമെന്നുള്ള സ്കില്ലുകൾ എന്തായാലും തീർച്ചയായിട്ടും അവിടെ അത് അളക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ ഒരു വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമുണ്ട്. എല്ലാ ഇന്റർവ്യൂ ബോർഡിലും ടീച്ചർ ട്രെയിനിങ് ഇന്റർവ്യൂ എവിടെയൊക്കെ ടീച്ചർ ട്രെയിനിങ് ഇന്റർവ്യൂ ടീച്ചേഴ്സ് സെലക്ട് ചെയ്യുന്ന ഇന്റർവ്യൂ എവിടെ ഉണ്ടെങ്കിലും ഇപ്പോൾ ഉള്ള ഒരു കൺസെപ്റ്റ് ആണ് ടീച്ചർ എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രക്ടർ അല്ല, ഒരു ഫെസിലിറ്റേറ്റർ ആണ് എന്നുള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇത്രയേറെ ടെക്നോളജി വളർന്ന ഒരു സമയത്ത്, പ്രത്യേകിച്ച് ഈ 2020-2021 കോവിഡ് എന്ന് പറയുന്ന ഒരു വലിയ മഹാമാരി നമ്മളെ ഈ ഡിജിറ്റൽ സാധനങ്ങളെ പറ്റി എല്ലാവരെയും അറിവുള്ളവരാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതുപോലെ ഗൂഗിൾ മീറ്റിലൂടെ ഒന്നും നമ്മൾ ക്ലാസ് എടുക്കില്ല. അതിനു മുമ്പ് പലരും സൂം മീറ്റെന്നോ ഗൂഗിൾ മീറ്റെന്നോ ഒന്നും കേട്ടിട്ട് പോലുമില്ല. അല്ലെങ്കിൽ ഇതുപോലുള്ള വിർച്വൽ ക്ലാസ് റൂമുകളെ പറ്റി, മൈക്രോസോഫ്റ്റ് ടീംസ് പോലുള്ള സാധനങ്ങൾ, ഇതൊന്നും നമ്മുടെ നാട്ടിൽ കേട്ടുകേൾവിയില്ലാത്ത സാധനമായിരുന്നു. അപ്പൊ അതുകൊണ്ട് കുട്ടിക്ക് പഠിക്കണമെങ്കിൽ ഒന്നല്ലെങ്കിൽ വേറെ രീതിയിൽ പഠിക്കാം. അപ്പൊ അതുകൊണ്ട് ടീച്ചർ എന്ന് പറയുന്നത് ഒരു ഫെസിലിറ്റേറ്റർ എന്ന് പറയുന്ന ഒരു റോളിലേക്ക് നിങ്ങളുടെ ഇന്റർവ്യൂവിൽ പറയാവുന്ന ഒരു ചോദ്യം കേട്ടോ. വൈ എന്നുള്ളൊരു ചോദ്യം നിങ്ങളോട് ചോദിച്ചാൽ, എന്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഫീൽഡിലേക്ക് നിങ്ങൾ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു ഇൻസ്ട്രക്ടറായി നിങ്ങളിൽ ഇൻസ്ട്രക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ പഠിപ്പിക്കാനുള്ള താല്പര്യം കൊണ്ട് വന്നു നിങ്ങൾ പറയേണ്ട കാര്യമൊന്നുമില്ല. ഐ എം എ ഫെസിലിറ്റേറ്റർ എന്ന് പറഞ്ഞത് അതായത് കുട്ടികൾക്ക് അവരുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അവരുടെ കഴിവുകളെ കണ്ടെത്താനുള്ള ഒരു ഫെസിലിറ്റേറ്റർ ആയി മാറുക എന്നുള്ളതാണ് പല ഇന്റർവ്യൂ ബോർഡുകളിലും ഇപ്പോൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. അതിപ്പോ കടന്നവരോട് കൂടി ഒരു പക്ഷേ 2030 ആകുമ്പോൾ ഫെസിലിറ്റേറ്റർ എന്നുള്ള വാക്ക് ചിലപ്പോൾ വേറൊരു വാക്കായി മാറിയേക്കാം. അപ്പൊ അതുകൊണ്ട് ഫെസിലിറ്റേറ്റർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലാണ് ഇപ്പോൾ ടീച്ചിങ് പ്രോസസ്സ് കടന്നു പോകുന്നത്. ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ ടീച്ചറുടെ റോൾ എന്ന് പറയുന്നത് ഒരിക്കലും ഒരാള് കുറെ കാര്യങ്ങൾ തലേന്ന് നോട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് ക്ലാസ്സിൽ വന്ന് പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഒരു മുൻധാരണയോട് കൂടി വന്നിട്ട് ഇത് പണ്ടത്തെ ഒരു ഗുരുകുല അല്ലെങ്കിൽ ഒരു നമ്മുടെ ക്ലാസ്സിലൊക്കെ കാണുന്ന പോലെ അധ്യാപകൻ ഒരു വടിയുമായി വരുന്നു, കുട്ടികൾ നിരന്നിരിക്കുന്നു, അവരോട് കുറെ കാര്യങ്ങൾ അധ്യാപകൻ അങ്ങോട്ട് പറയുന്നു, ഒരു പേടിയുടെ ലെവലിൽ നിന്നുകൊണ്ട് കുട്ടികൾ അതൊക്കെ കേൾക്കുന്നു. അങ്ങനെയുള്ള ഒരു ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് അല്ല ഇപ്പോൾ ഉള്ളത്, ഒരു ഫെസിലിറ്റേറ്റർ ആണ്. അത് നിങ്ങൾക്ക് ഓർത്തു വയ്ക്കാൻ, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പറയാവുന്ന ഒരു നല്ല പോയിന്റ് ആണത്. ഐ എം എ ഫെസിലിറ്റേറ്റർ അല്ലെങ്കിൽ ഐ വാണ്ട് ടു ബി എ ഫെസിലിറ്റേറ്റർ എന്ന് നിങ്ങൾക്ക് കൃത്യമായി പറയാനുള്ള ഒരു കാര്യമുണ്ട്. അതുപോലെ തന്നെ ടീച്ചിങ് എയ്ഡുകൾ ഉപയോഗിക്കുന്ന കാര്യത്തിൽ പല ഇന്റർവ്യൂ ബോർഡും ചോദിക്കാറുള്ള ഒരു കാര്യമാണ് ഹൗ ഗുഡ് യു ആർ അറ്റ് യൂസിങ് ടീച്ചിങ് എയ്ഡ്സ് എന്നുള്ളത്. അതിപ്പോ ചെറിയ ക്ലാസ്സിലല്ല, സർവകലാശാല അധ്യാപകരായാലും വലിയ സയന്റിസ്റ്റ് ലെവലിൽ ചിന്തിക്കുന്ന ആളുകളെ വേണ്ട ഇന്റർവ്യൂ ആയാലും ഒക്കെ ടീച്ചിങ് എയ്ഡുകളെ പറ്റി ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറന്റ് ട്രെൻഡ്സുമായിട്ട് നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കുക എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. 2020-2021 സമയത്ത് നമുക്ക് ഈ കോവിഡ് വന്നതോട് കൂടിയിട്ടാണ് നമുക്ക് ഇത്രയേറെ ക്ലാസ് റൂമുകൾ വിർച്വലായി മാറുന്നതും. മാത്രമല്ല ഇപ്പൊ എല്ലായിടത്തും സ്മാർട്ട് ക്ലാസ് റൂമാണ്. അപ്പോ ഞാൻ ഇന്നലെ ഒരു റെസിഡൻസ് അസോസിയേഷൻ ഒരു പരിപാടിക്ക് ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഒരു കുട്ടിയുടെ അച്ഛൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാറേ എന്റെ മകൻ ഫോണും ലാപ്ടോപ്പും ഒക്കെ നന്നായിട്ട് ഉപയോഗിക്കും, പക്ഷെ ഇവന് രാവിലെ ഒരു വൈകുന്നേരം വരെ ഇവന്റെ മുമ്പിലാണ്, പക്ഷെ ഇതുകൊണ്ട് പക്ഷെ അവൻ +2 പഠിക്കുന്ന ഒരാളാണ്, അവന്റെ മാർക്കിലോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലോ ഒന്നും ഇവൻ ചെയ്യുന്നൊന്നും പ്രതിഫലിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഈ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് എന്നൊക്കെ പറയുന്ന സാധനം ഇതെല്ലാ മനുഷ്യർക്കും ഈസിയായി ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സെറ്റപ്പാണ്, അല്ലെങ്കിൽ ഇന്റർഫേസ് അങ്ങനെയാണ്. ഇപ്പൊ നമ്മുടെ MS ഓഫീസ് പോലുള്ള
ടെക്സ്റ്റ് എഡിറ്റിംഗ് അല്ലെങ്കിൽ പവർ പോയിന്റ് പ്രസന്റേഷൻ, എക്സൽ വർക്ക് ബുക്കുകൾ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണെങ്കിലും ഇതൊരു ചെറിയ ഒരു ഇൻപുട്ട് കൊടുത്താൽ ഏതൊരു മനുഷ്യനും പഠിക്കാവുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മളുടെ വിൻഡോസ് പോലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോ ഇനിയുള്ള കാലത്ത് എന്റെ മകൻ അല്ലെങ്കിൽ മകൾ പെട്ടെന്ന് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു. അതൊക്കെ പണ്ടത്തെ കൺസെപ്റ്റാണ്. ഈ മൊബൈൽ ഫോൺ വന്ന സമയത്ത് ഇതിനെപ്പറ്റി യാതൊരു പിടിപാടില്ലാത്ത ആളുകൾ, ഇപ്പൊ 90s കിഡ്സ്, ഇപ്പൊ എന്നെപ്പോലുള്ള നമ്മളെപ്പോലുള്ള ഇപ്പൊ നിങ്ങളിൽ കുറെ പേര് 90s കിഡ്സിന്റെ അകത്തുണ്ടാവും. നമ്മളൊക്കെ ജനിക്കുന്ന സമയത്ത് മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞ സാധനമില്ല. പിന്നീട് 2000-ന്റെ പകുതിയിലാണ്, 2005 സമയത്തൊക്കെയാണ് നോക്കിയയുടെ ചെറിയ ഫോണുകൾ വരുന്നത്. അപ്പൊ അന്നൊക്കെ ഈ സാധനം ഉപയോഗിക്കാൻ അറിയാന്ന് പറഞ്ഞാൽ ഭയങ്കര അതായത് അവന്റെ ആ നാട്ടിൽ രാജാവാണ്. ഞാനൊക്കെ ഓർക്കുന്നുണ്ട് നോക്കിയയുടെ N90 മോഡലൊക്കെ ഇറങ്ങിയപ്പോ അതൊക്കെ തൊടാൻ കൊതിച്ചൊരു കാലമുണ്ട്. നമുക്കിപ്പോ നമുക്ക് 2ഉം 3ഉം ഫോണുകളും 5ഉം 6ഉം ലാപ്ടോപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിന് ആർക്കും ഒരു പ്രത്യേകിച്ച് കൗതുകമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്നലെ അച്ഛൻ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മറുപടി നിങ്ങൾക്കും പ്രസക്തമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ അറിയുമെന്നുള്ളത്, ഇത് ഫോൺ ഉപയോഗിക്കാൻ അറിയാത്ത ആരാണ് ഈ നാട്ടിലുള്ളത്? എല്ലാ മനുഷ്യർക്കും ഫോൺ ഉപയോഗിക്കാൻ അറിയാം. അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പിൽ സിനിമ കാണാനോ പാട്ട് കേൾക്കാനോ അത്യാവശ്യം ഗൂഗിൾ മീറ്റിൽ ജോയിൻ ചെയ്യാനോ വാട്സാപ്പ് ഉപയോഗിക്കാനൊക്കെ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയാം. പക്ഷേ നിങ്ങൾ അങ്ങനെ ഒരു കോമൺ യൂസർ ആയിട്ടല്ല മാറേണ്ടത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ടെക്നോളജി എന്താണോ ആ ടെക്നോളജി കൈവശം വരിക്കാൻ നിങ്ങൾ പഠിക്കും. ഒരിക്കൽ കൂടി പറയാണ്, ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ എനിക്ക് ലാപ്ടോപ്പ് യൂസ് ചെയ്യാൻ അറിയാലോ, അല്ലെങ്കിൽ ഫോൺ യൂസ് ചെയ്യാൻ അറിയാലോ, അല്ലെങ്കിൽ എനിക്കിപ്പോ ഒരു ഗൂഗിൾ മീറ്റിൽ ജോയിൻ ചെയ്യാൻ അറിയാം, അതിൽ മൈക്ക് മ്യൂട്ട് ചെയ്യാൻ അറിയാം, അതിൽ ക്യാമറ ഓഫ് ചെയ്യാൻ അറിയാം, എന്തെങ്കിലും ചോദിച്ചാൽ കമന്റ് ഇടാൻ അറിയാം. ഇതിനപ്പുറത്തേക്ക് നിങ്ങളൊരു ക്ലാസ് റൂമിൽ നിൽക്കുമ്പോൾ ആ ഇൻഡസ്ട്രിയിൽ, അതായത് ഈ ബാംഗ്ലൂർ ബേസ് ചെയ്ത് ഒരുപാട് ഇന്നോവേഷൻസ്, ഈ എഡ്യൂക്കേഷൻ ഇന്നോവേഷൻ നടത്തുന്ന ഒത്തിരി കമ്പനികളുണ്ട്. അപ്പൊ ഈ പല സ്കൂളുകളിൽ ഞാൻ പോകുമ്പോൾ അവിടെ വെച്ചിരിക്കുന്ന സ്മാർട്ട് ബോർഡുകൾ ഞാൻ നോക്കും, അല്ലെങ്കിൽ കോളേജുകളിൽ പോകുമ്പോൾ സ്മാർട്ട് ബോർഡുകൾ ഞാൻ നോക്കും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ താഴെ അത് സപ്ലൈ ചെയ്ത കമ്പനിയുടെ പേരുണ്ടാവും. അപ്പൊ ഞാനത് എൻ്റെ ഒരു ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി, ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് ഞാനിങ്ങനെ ക്ലാസ് എടുക്കാൻ പോകുന്നത് കൊണ്ട് ഞാൻ ഇതൊക്കെ ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഞാൻ കണ്ടുപിടിക്കും ഈ കമ്പനി എവിടെയാണ്, ഇവരുടെ പ്രോഡക്ട്സ് എന്തൊക്കെയാണ് എന്നുള്ള സാധനങ്ങളൊക്കെ. അപ്പോ എന്നെ വിസ്മയപ്പെടുത്തുന്ന ഒരു കാര്യം, ആദ്യ കാലങ്ങളിൽ ഈ സ്മാർട്ട് ബോർഡൊക്കെ വന്ന സമയത്ത് ഇതൊക്കെ ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ ഇത് നമ്മൾ എന്തിനാ ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഡയറക്റ്റ് ഇന്റർവ്യൂ ആയിട്ട് ബന്ധമുണ്ടെന്ന് നിങ്ങൾ സംശയം വരേണ്ട കാര്യമില്ല. ഇതൊക്കെ നിങ്ങളോട് ചോദിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്ന് നമ്മൾ ഇങ്ങനത്തെ ജനറൽ കാര്യങ്ങൾ പറഞ്ഞു പോയിട്ട് അടുത്ത 2 ദിവസം നമ്മൾ കുറച്ചുകൂടി ഇന്റർവ്യൂ മാത്രമായിട്ട് നമ്മൾ മാറുന്ന ഒരു രീതിയിലാണ് ഞാൻ ഈ ക്ലാസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ കമ്പനികളെ പറ്റി ഞാനിങ്ങനെ പഠിക്കുമ്പോൾ, ഇപ്പൊ നഴ്സിംഗ് കോളേജ് അല്ലെങ്കിൽ ഒരു ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസ് പഠിക്കുന്ന ഒരു കോളേജ്, അപ്പൊ ഇവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ഈ പറയുന്ന, ഇപ്പൊ എല്ലാവർക്കും സ്മാർട്ട് ബോർഡ് ഉപയോഗിക്കാൻ അറിയായിരിക്കും, പക്ഷെ ഇപ്പോ ടാക്സേഷൻ പഠിപ്പിക്കുന്ന ഒരു അക്കാഡമിയാന്ന് വിചാരിച്ചു. അപ്പൊ അതില് കുറെ പ്രീലോഡഡ് ആയിട്ടുള്ള കുറെ സാധനങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിന് ഇവരുടെ ബാംഗ്ലൂരിലേക്ക് ആളുകളെ ക്ഷണിച്ച് അല്ലെങ്കിൽ ഇതുപോലുള്ള വിർച്വൽ മീറ്റിംഗ്സ് നടത്തിയിട്ട് അതിന് ട്രെയിനിങ് കൊടുക്കുകയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടില് KSRTC വോൾവോ ബസ് മേടിച്ച അവസ്ഥയാവും. അതായത് KSRTC സാധാരണ അശോക് ലേലാൻഡിന്റെ ബസ്സുകളാണ് നമ്മൾ ചുവന്ന പെയിന്റടിച്ച് നാട്ടിലൂടെ കാണുന്നത്, അല്ലെങ്കിൽ ടാറ്റയുടെ ബസ്സുകളാണ്, ഐഷറിന്റെ ബസ്സുകളാണ്. അത് ഈ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഏത് ഡ്രൈവർക്ക് ഓടിക്കാൻ പറ്റും. പക്ഷേ വോൾവോ എന്ന് പറയുന്ന ഇന്റർനാഷണൽ ബ്രാൻഡ്, അല്ലെങ്കിൽ സ്കാനിയ എന്ന് പറയുന്ന ഇന്റർനാഷണൽ ബ്രാൻഡ് ബസ് KSRTC സപ്ലൈ ചെയ്തപ്പോൾ ആദ്യകാലത്ത് ഡ്രൈവർമാർ പ്രോപ്പറായിട്ട് ട്രെയിനിങ് എടുക്കാത്തത് കാരണം പല ബസ്സുകളും വഴി കിടന്നു. കാരണം അതിന്റെ കൺട്രോൾസ് എങ്ങനെയാണ്, ഒരു വോൾവോ ബസ് എങ്ങനെയാണ് സേഫ് ആയിട്ട് ഓടിക്കേണ്ടത്, മറ്റു ബസ്സുകളെ അപേക്ഷിച്ച് ഈ ബസ്സിന്റെ പ്രത്യേകത എന്താണ്, ഇതൊക്കെ നമ്മുടെ നല്ല ഡ്രൈവർമാർ മനസ്സിലാക്കിയെടുക്കാൻ കുറെ താമസം എടുത്തു. അതിനുശേഷം പരാതി വന്നപ്പോഴാണ് ഈ ഡ്രൈവർമാരെ നേരെ ബാംഗ്ലൂരിലുള്ള വോൾവോയുടെ ട്രെയിനിങ് സെന്ററിൽ കൊണ്ടുപോയി അവിടെ 1 മാസം താമസിപ്പിച്ച് ഈ വണ്ടിയുടെ എല്ലാ ഘടകങ്ങളെ പറ്റിയും പറഞ്ഞ് പഠിപ്പിച്ച് നല്ല ഡ്രൈവർമാരാക്കി അവരെ പുറത്തേക്ക് വിട്ടത്. എന്ന് പറഞ്ഞതുപോലെ ഒരു ജനറൽ അവയർനെസ് നമുക്ക് ഈ വളർന്നു വരുന്ന എഡ്യൂക്കേഷൻ ടെക്നോളജിയെ പറ്റി, മോഡേൺ ടീച്ചിങ് എയ്ഡ്സിനെ പറ്റി നമുക്ക് ഉണ്ടാവും. പക്ഷെ മോണ്ടിസോറി മേഖലയുമായി ബന്ധപ്പെട്ട് അതിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകൾ എന്തൊക്കെയാണ്, അതിൽ വരുന്ന പ്രീലോഡഡ് കണ്ടന്റുകൾ എന്തൊക്കെയാണ്, ആ കണ്ടന്റുകൾ നമ്മൾ എങ്ങനെയാണ്, ഏത് അവസരത്തിലാണ് ഉപയോഗിക്കേണ്ടത്, നിങ്ങളുടെ മുന്നിൽ വരുന്ന കുട്ടിക്ക് കൗതുകം ജനിപ്പിക്കാൻ, അല്ലെങ്കിൽ ആ കുട്ടിയെ മാക്സിമം ഒരു കരിക്കുലത്തോട് ഓറിയന്റഡ് ആയി നിങ്ങൾക്ക് എങ്ങനെ വാർത്തെടുക്കാൻ ഈ സാധനങ്ങളെ ഉപയോഗിക്കാം എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് വേണം പോകാൻ. അതായത് ഇപ്പൊ ബികോം കഴിഞ്ഞ ഒരുത്തിനോട് ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ ടാലി എന്നാന്ന് ചോദിക്കുമ്പോൾ ടാലി അറിയില്ല എന്ന് പറയുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനും പഠിച്ച ഒരുത്തിനോട് ചെല്ലുമ്പോൾ കാർഡ് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അവൻ മേപ്പോട്ട് നോക്കിയിരിക്കുന്ന ഒരു അവസ്ഥ. ഒന്നും വേണ്ട, വീഡിയോ എഡിറ്റിംഗില് അത്യാവശ്യം ഇപ്പൊ ചിലര് ഇപ്പൊ ഈ വീഡിയോ എഡിറ്റർമാരെ ഇന്റർവ്യൂ, ഞാൻ എന്റെ നാടായ, ഞാൻ എറണാകുളം ജില്ലയിലെ കോതമംഗലം സ്വദേശിയാണ്.
ഈ കോവിഡിന് ശേഷം 2023 ഇവിടെ ഒരു വലിയ ജോബ് ഫെയർ നടന്നു. അപ്പൊ അതില് 2-3 ദിവസമായിട്ട് നടന്ന ജോബ് ഫെയർ ആണ്. ഒരു വലിയ മെഗാ സ്കെയിലുള്ള ജോബ് ഫെയർ ഒന്നും അല്ല. ഞാൻ ആദ്യം മഹാരാജ് കോളേജ് പറഞ്ഞ പോലെ ഒരു 100-150 കമ്പനികളൊക്കെ വന്ന, അത് അധികവും ഇന്റർനാഷണൽ കമ്പനികളൊന്നും അല്ല, നമ്മുടെ ഈ ലൊക്കാലിറ്റിയിലുള്ള അല്ലെങ്കിൽ കേരളത്തിന്റെ 14 ജില്ലകളിലുള്ള കമ്പനികളുണ്ട്, പുറത്തുനിന്നുള്ള കമ്പനികളൊന്നുമില്ല. അപ്പൊ അവിടെ ഈ 1-2 ന്യൂസ് ചാനലുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് വേണ്ടത് വീഡിയോ എഡിറ്റർമാരെയാണ്. അപ്പോ കോളേജില് എന്റെ സീനിയർ ആയിട്ട് പഠിച്ച ഒരാളുടെ ഒരു സുഹൃത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ മനുഷ്യനെ ചെറുതായിട്ട് അറിയും. അപ്പൊ എന്നെ കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് സന്തോഷമായി. ഇവനാണല്ലോ ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്നത്, അപ്പൊ എന്നെ എന്തായാലും സെലക്ട് ചെയ്യുന്നു. അപ്പൊ ഇദ്ദേഹം വന്നു, നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യുന്നു. നമ്മൾ ഒരു ഒഫീഷ്യലി നമുക്കൊരു ഇരിക്കുമ്പോൾ നമുക്ക് അയാളോട് ഒരു കോഡിലാവുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. അപ്പൊ ഈ വീഡിയോ എഡിറ്റിംഗ് അറിയാമെന്ന് ചോദിച്ചപ്പോ പിന്നെ നമ്മളിതെല്ലാം അടിപൊളിയായിട്ട് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ ചോദിക്കുമ്പോ എന്താണ്, പ്രൊഫഷണലി ഒരു ചാനലിന് വേണ്ട വീഡിയോ എഡിറ്റിംഗ് കേപ്പബിലിറ്റി ഒന്നും ഇങ്ങർക്കില്ല. ഇങ്ങനെ ചെയ്യുന്നത് എന്താണ്, നമ്മൾ ഈ ടിക്ടോക്കിലൊക്കെ ചെറിയ വീഡിയോ എടുക്കും, അല്ലെങ്കിൽ വാട്സാപ്പിന്റെ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി നമ്മൾ ഇൻസ്റ്റാഗ്രാം എഡിറ്റ്സ്, അതുപോലത്തെ കുഞ്ഞു ആപ്പിലാണ്. അന്ന് ഇൻസ്റ്റാഗ്രാം എഡിറ്റ്സ് ഒന്നും ഇല്ല, ചെറിയ ആപ്പുകൾ ഉണ്ടല്ലോ, VN പോലെ, ക്യാപ്കട്ട് പോലെ, ഇൻഷോട്ട് പോലുള്ള കുഞ്ഞു സാധനങ്ങളുണ്ടല്ലോ. ഇതിലൊക്കെ പുള്ളി വീഡിയോ ചേർത്ത് വെക്കും, അതിൽ ചെറിയ മ്യൂസിക് ഒക്കെ ഇടും, ചെറിയ ടെക്സ്റ്റ് ഒക്കെ ആഡ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് പുള്ളി. അപ്പൊ അദ്ദേഹത്തിന്റെ ലോകം എന്ന് പറഞ്ഞാൽ വീഡിയോ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കുഞ്ഞു കെണിപണികളാണ്. പക്ഷെ ഒരു മെഗാ സ്കെയിലിൽ നിൽക്കുന്ന ഒരു ചാനലിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കേരളത്തിലെ 14 ജില്ലകളിൽ സംപ്രേഷണം ചെയ്യുന്ന ഡിസ്ട്രിക്ട് വൈസ് ന്യൂസ് ഓരോ മണിക്കൂറും സംപ്രേഷണം ചെയ്യുന്ന ഒരു ചാനലിൽ ആ വീഡിയോ എഡിറ്റിംഗ് കേപ്പബിലിറ്റി പോരാ. അത് എന്റെ അനുഭവത്തിൽ നിന്നുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ്. എന്ന് പറയുന്നതുപോലെ നിങ്ങളൊരു മോണ്ടിസോറി ടീച്ചർ ആണ് എന്ന് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ പറയുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അത് ടീച്ചിങ് എയ്ഡുകൾ എന്തൊക്കെയാണ് എന്ന് അതിപ്പോ എനിക്കും പറഞ്ഞുതരാൻ പറ്റില്ല, ഞാൻ ഈ കോഴ്സ് ചെയ്തിട്ടുള്ള ആളല്ല. പക്ഷെ ഒരു പെഡഗോജിക്കൽ അപ്രോച്ച് ഇതിനെ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ സിലബസിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പെഡഗോജി പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ പെഡഗോജിക്കലി നമ്മൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡുകൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. മറ്റൊരു കാര്യം വളരെ പ്രധാനമാണ്, നിങ്ങൾ ഇന്റർവ്യൂവിന് മുന്നിൽ നിങ്ങൾക്ക് സധൈര്യം പറയാവുന്ന ഒരു കാര്യമാണ്, ഉത്തരമാണ് ഹോളിസ്റ്റിക് ചൈൽഡ് ഡെവലപ്മെന്റ് എന്നുള്ളത്. ഹോളിസ്റ്റിക് എന്നുള്ള വാക്ക് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടാവും മുമ്പ്? ഹോളിസ്റ്റിക് ഹീലിംഗിനൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചില ആശുപത്രികളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഹോളിസ്റ്റിക് ഹീലിംഗ് എന്ന് പറഞ്ഞിട്ടൊരു വാക്ക്. ഹോളിസ്റ്റിക് എന്ന് പറഞ്ഞ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ആ വാക്ക് പഠിച്ചു വെച്ചോ. ഇംഗ്ലീഷ് ഈ രാത്രി കരയുന്ന കുട്ടികളെ പറയുന്നല്ലേ കോളിക്ക് എന്ന് പറയുന്നത്? അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞത് HOLISTIC എന്നിട്ടൊരു വേർഡുണ്ട്, ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അത് നിങ്ങള് ഒരു സംവിധാനത്തെ ഇപ്പൊ സമഗ്രതയോടുകൂടി അതിനെ ഒരു മാറ്റം വരുത്തുക. അതാണ് ഇപ്പൊ ഹോളിസ്റ്റിക്കലി നിങ്ങൾ അതിനെ ഹാൻഡിൽ ചെയ്യുക. അല്ലെങ്കിൽ അതായത് വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 10 to 5 നിങ്ങളുടെ ക്യാമ്പസിൽ കിട്ടുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ മോണ്ടിസോറി ക്ലാസ്സിൽ കിട്ടുന്ന ഒരു കുട്ടി എന്ന് പറയുന്നത് നമ്മളൊരു കരിക്കുലത്തിനപ്പുറത്തേക്ക്, കരിക്കുലം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും, സിലബസിലെ കുറച്ച് കാര്യങ്ങളുണ്ടാവും, അതിനപ്പുറത്തേക്ക് ആ ചൈൽഡിന്റെ സമഗ്രമായ വികസനം, അത് എല്ലാ മേഖലയിലും നിങ്ങൾക്ക് സമഗ്രമായ വികസനം കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള അപ്രോച്ചാണ് ഞാൻ എൻ്റെ ടീച്ചിങ്ങിൽ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ് ഞാൻ അപ്ലൈ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കൃത്യമായി പറയാൻ പറ്റിയാൽ പോരാ. നമ്മൾ പണ്ട് പറയും ലേണിംഗ് ബൈ ഹാർട്ട് എന്നുള്ളത്. ബൈ ഹാർട്ടായി പഠിക്കുക എന്നുള്ള സാധനം ഉണ്ടല്ലോ, അത് നമ്മളിപ്പോൾ റോട്ട് ലേണിംഗ് എന്നാണ് പറയുന്നത്. ROT, റോട്ട് ലേണിംഗ്. അതായത് വളരെ എന്താ പറയുന്നത്, യാതൊരു വിധ വികാരങ്ങളും ഇല്ലാത്ത, വളരെ നിർവികാരതയോട് കൂടി കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു, കുറെ കാര്യങ്ങൾ അതേപടി പോയി പരീക്ഷാ പേപ്പറിലേക്ക് നമ്മൾ എഴുതി വെക്കുന്നു, നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നു, പോരുന്നു. അപ്പൊ റോട്ട് ലേണിംഗ് എന്നുള്ളത് മാറിയിട്ട് നമ്മൾ ഹോളിസ്റ്റിക് ലേണിംഗിന്റെ, ഹോളിസ്റ്റിക് ഡെവലപ്മെന്റിന്റെ കാലത്തിലേക്കാണ് നമ്മൾ വരുന്നത്. അതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ്, പല കുട്ടികൾക്കും ഇമോഷണൽ കോഷ്യന്റ് എന്ന് പറയുന്ന ഒരു സാധനം അത് ഡെവലപ്പ് ചെയ്യുന്നത് നിങ്ങളിലൂടെയാണ്. എനിക്ക് നിങ്ങളോടുള്ള ഒരു അസൂയം അത് തന്നെയാണ്. എന്താണെന്നറിയോ, ഞാൻ ഈ പല ക്ലാസ്സുകളിലൊക്കെ പോകുന്നുണ്ടെങ്കിലും ഇപ്പൊ എഞ്ചിനീയറിംഗ് കോളേജുകളിലൊക്കെ ഈ അക്കാഡമിക് ഇയർ തുടങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ ആയാലും ഈ പിള്ളേർക്ക് ആദ്യം കൊടുക്കുന്ന ഇൻട്രൊഡക്ഷൻ സെഷൻ എന്നൊക്കെ പറയുന്നത് ഇപ്പൊ അതിന്റെയൊക്കെ പേര് മാറി, ഇപ്പൊ റിട്രീറ്റ് എന്നൊക്കെയാണ് പറയുക. അല്ലെങ്കിൽ നമ്മള് ഇപ്പൊ എന്താ പറയുന്നത്, ഇപ്പൊ ഒരു 3 ദിവസത്തെ ആഘോഷമാണ് ക്യാമ്പസുകളിൽ. അപ്പൊ ഈ ആഘോഷം എന്ന് പറയുന്നത്, നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ് എടുത്ത് നമുക്ക് പൈസ കിട്ടും, നമ്മള് വളരെ നല്ല കമന്റ്സ് ഒക്കെ പിള്ളേര് പറയും. പിള്ളേർക്ക് വേണ്ടത് ഒരു 3 ദിവസം അവർക്ക് ഒരു എന്റർടൈൻമെന്റ് പാക്കേജാണ് വേണ്ടത്. ഈ നിങ്ങൾ പറഞ്ഞ എല്ലാമൊക്കെ പറഞ്ഞ് ഞാൻ നിങ്ങൾ കളിയാക്കും, അതുകൊണ്ട് എല്ലാം പറയുന്നില്ല. എന്നെ ഈ കഴിഞ്ഞ ദിവസം ഒരിടത്ത് മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, സാറേ മോട്ടിവേഷൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ പിള്ളേർ ആരും വരില്ല, ഒന്നാമത്തെ ക്രിസ്മസ് വെക്കേഷൻ ആണ്. അപ്പൊ ഞങ്ങളൊരു കാര്യം ചെയ്യാണ്, ആ മോട്ടിവേഷൻ എന്നുള്ളതിന് മുമ്പിൽ എന്റർടൈൻമെന്റ് ആൻഡ് മോട്ടിവേഷൻ സെഷൻ എന്ന്
ഞങ്ങൾ ചേർക്കാണ്, സാറിന് വല്ല കുഴപ്പമാണെന്ന്. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്ത് പേരും വെച്ചോ, എനിക്കത് പ്രശ്നമല്ല, നിങ്ങൾക്ക് എന്ത് പേരും അതിൽ വെക്കാം, കുട്ടികളെ ഞാൻ ഡീൽ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോ ഈ കുട്ടികളുടെ ഒരു ഇമോഷൻ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, ഇമോഷണൽ കോഷൻ എന്ന് പറയുന്നൊരു സാധനം, അത് നമുക്കും ഇമ്പോർട്ടന്റ് ആട്ടോ. നമ്മൾ അപ്പോഴുള്ള അഡൽസിന് ഇമ്പോർട്ടന്റ് ആണ്. ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ പോകുമ്പോൾ ഇമോഷണൽ കോഷന്റെ കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ എത്ര ശ്രമിച്ചാലും നമുക്കതിനെ ഐക്യം ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, നമുക്കതിനെ ഡീൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഈ കുട്ടികളുടെ ഇമോഷണൽ അല്ലെങ്കിൽ സോഷ്യൽ സ്കില്ലുകൾ, ഇത് അവരാദ്യം പഠിക്കുന്നത് നിങ്ങളിൽ നിന്നാണ്. അപ്പൊ ഇന്റർവ്യൂ ബോർഡ് നിങ്ങളെ അത്തരത്തിലുള്ള ചോദ്യങ്ങളിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ മുൻകൂട്ടി കണ്ടിട്ട് അതിന് പ്രിപ്പയർഡ് ആയിട്ട് വേണം നിങ്ങൾ. ഇപ്പൊ പലരും എന്നോട് ആദ്യം പറഞ്ഞില്ല, അതായത് പല ചോദ്യങ്ങളും ചോദിച്ചു, എനിക്ക് ഒന്നിനും മറുപടി പറയാൻ പറ്റിയില്ല. ടെൻഷൻ ഉണ്ട്, ടെൻഷൻ അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ അതിനെ നേരിട്ട് നിങ്ങൾ അതിനെ ഇടിച്ച് അതുമായി കൂട്ടിമുട്ടിയ പേടി മാറ്റാതെ നിങ്ങൾ ടെൻഷൻ മാറില്ല. ഇത് ടെൻഷൻ മാറിയാൽ പോലും ഈ ഇത്തരം ചോദ്യങ്ങൾ, അതായത് ഇതൊരു ഭയങ്കര സയൻസ് ആണല്ലോ. ഇപ്പൊ കുട്ടികളുടെ ഇമോഷൻസിനെ ഡീൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ 2010 സമയത്ത് ഈ മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ തുടങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇന്റർവ്യൂ പ്രിപ്പയർനെസ് പ്രസംഗ പരിശീലനമൊക്കെ സ്കൂളുകളിൽ പോയി ചെയ്യുന്ന സമയത്ത് ഞാൻ കുട്ടികളോട് പറയായിരുന്നു, ഇമോഷണൽ കോഷന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, അന്നൊക്കെ നമ്മൾ പത്രത്തിൽ വായിക്കുന്നത് എന്താ, അമേരിക്കയിലെ മസാച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥി തോക്കുമായി വന്ന് സഹപാഠിയെ വെടിവെച്ചു കൊന്നു. നമ്മൾ പറയുന്നത് എവിടെ? അമേരിക്കയിലാണ്, നമ്മുടെ നാട്ടിലല്ല. നമ്മുടെ നാട്ടിലൊന്നും പ്രശ്നമല്ല, അമേരിക്കയിലാണുള്ള സംഭവം എന്നാണ് നമ്മൾ പറയുന്നത്. 2015 തൃശ്ശൂർ ജില്ലയിലെ ഒരു CBSE സ്കൂളിൽ ഓണാഘോഷത്തിന്റെ സമയത്ത് ഒരു പൂർവ്വ വിദ്യാർത്ഥി തോക്കുമായി വന്നു, പക്ഷെ ആരെയും വെടിവെച്ചില്ല. അവിടെ വെടിവെച്ച് പുള്ളി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു, പക്ഷെ ആളുകൾക്കൊന്നും അപകടം ഉണ്ടായില്ല. തൃശ്ശൂർ ജില്ലയിലാണ്. 2017-18 സമയത്ത്, 17ആണോ 18ആണോ, എന്റെ വീട്ടിൽ നിന്ന് 3 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഒരു ആർട്സ് കോളേജില് പ്രണയാഭ്യർത്ഥന നിരസിച്ചു എന്നുള്ളതിന്റെ പേരിൽ ഒരു കാമുകൻ കാമുകിയെ കുത്തിക്കൊന്നു. ആ പെൺകുട്ടി മരണപ്പെട്ടു. അത് കേരളത്തിൽ വൻ വിവാദമായ ഒരു സംഭവമാണ്. ഞാൻ പറയുന്നത് നമ്മുടെ ക്യാമ്പസുകളിൽ, അപ്പൊ ഇതിപ്പോ വന്ന് അമേരിക്കയിൽ നിന്ന് വന്ന് ഉത്തർപ്രദേശിലും ഒക്കെ നടന്ന് തൃശ്ശൂർ ജില്ലയിൽ നടന്ന് എന്റെ വീട്ടുമുറ്റത്താണ് ഇപ്പൊ ഈ സംഭവം നടക്കുന്നത്. 3 കിലോമീറ്റർ അപ്പുറമുള്ള കോളേജിലാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പൊ ഈ കുട്ടികളുടെ ഇമോഷണൽ കോഷൻ എന്ന് പറയുന്ന സാധനം, എന്തിനും ഏതിനും കയറി കുട്ടികൾ ആയുധമെടുക്കുന്നു, സഹപാഠികളെ ദ്രോഹിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ പല സ്കൂളുകളിലും ചെല്ലുമ്പോൾ ടീച്ചേഴ്സ് പറയുന്ന ഒരു കാര്യമാണ്, ഈ കുട്ടികളെ മാനേജ് ചെയ്യാൻ ഭയങ്കര പാടാണ് സാറേ, ഇവരുടെ ഇമോഷൻ എങ്ങനെ പുറത്തേക്ക് വരും നമുക്ക് അറിയാൻ പറ്റില്ല, വഴക്ക് പറയാൻ പോലും പേടിയാന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്റർവ്യൂ ബോർഡിൽ പലപ്പോഴും ഇമോഷണൽ ക്വസ്റ്റ്യൻ, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സിറ്റുവേഷൻ തന്നിട്ടായിരിക്കാം നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നത്. അതായത് നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു കുട്ടി രാവിലെ മുതൽ നിർത്താതെ കരയുന്നു, ഇതൊക്കെ നിങ്ങളുടെ സിലബസിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് എപ്പോഴും അമ്മയെ കാണണം എന്നുള്ള ടെൻഡൻസി വരും, അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന കുട്ടിയുടെ മുടിയിൽ പിടിച്ച് വലിക്കുന്നു, അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന കുട്ടിയുടെ ഭക്ഷണം ഈ കുട്ടിയെടുത്ത് കഴിക്കുന്നു, അല്ലെങ്കിൽ സ്ഥിരമായി ഒരു കുട്ടി മറ്റുള്ള കുട്ടികളുടെ ബാഗിൽ നിന്ന് പെൻസിലോ പേനയോ റബ്ബറോ എടുത്തുകൊണ്ട്, എന്റെ ഓഫീസിലൊക്കെ ചില ആളുകൾ പറയുന്നത് കേൾക്കാം, മോള് എല്ലാ ദിവസവും വരുമ്പോൾ അപ്പുറത്തവന്റെ ബാഗിൽ നിന്ന് ഞാൻ എടുത്തിട്ട് വരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഈ കുട്ടികൾക്കിടയിൽ അറിഞ്ഞോ അറിയാതെയോ കിടന്ന് കളിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങളൊരു ശരിക്കും പറഞ്ഞാൽ ഒരു സോഷ്യൽ സയന്റിസ്റ്റിന്റെ, ഒരു സൈക്യാട്രിസ്റ്റിന്റെ, ഒരു സൈക്കോളജിസ്റ്റിന്റെ ഒക്കെ പണിയാണ് നിങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞ കാര്യം ഞാൻ പറയുന്നത്, നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ശമ്പളം തരേണ്ടത്. ഇതൊരു ചെറിയ കളിയല്ല നിങ്ങൾ കളിക്കുന്നത്. ഈ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഞാൻ ഇങ്ങനെ നടക്കുന്ന സമയത്ത്, നമ്മൾ ഫ്രീ സമയത്തൊക്കെ നടക്കുന്ന സമയത്ത് ചിലപ്പോൾ അധ്യാപകരെ കാണാം. അപ്പൊ ഇവർക്കൊക്കെ മാസം 2-3 ലക്ഷം രൂപ ശമ്പളമുള്ള അധ്യാപകരാണ്. പലപ്പോഴും ഒരു ദിവസം 1 മണിക്കൂറൊക്കെ ഒരു ക്ലാസ് എടുക്കുമ്പോൾ അത് അറിയാലോ, നമ്മുടെ നാട്ടിലെ കോളേജുകളിലെ യൂണിവേഴ്സിറ്റികളുടെ അവസ്ഥ അറിയാലോ. ഇത് വിവാദമാക്കാൻ ഞാൻ പറയുന്നതല്ല. ബാക്കിയുള്ള സമയമൊക്കെ എന്ന് പറഞ്ഞാൽ, അപ്പൊ ഞാൻ ആലോചിക്കും, ഈ 1 മണിക്കൂർ ക്ലാസ് എടുക്കാനാണോ ഇവർക്ക് ഇത്രയും ശമ്പളം കൊടുക്കുന്നതെന്ന്. ബാക്കിയുള്ള സമയം ഇവര് ടീച്ചിങ് ലേണിംഗ് പ്രോസസിന്റെ ഭാഗമായിട്ട് റിസർച്ച് വർക്ക് ചെയ്യണമെന്നാണ്. പക്ഷെ ഇവർ ഡീൽ ചെയ്യുന്നതോ മുതിർന്ന കുട്ടികളെയാണ്. 24, 25, 30, 35 വയസ്സുള്ള ആളുകളാണ് പഠിക്കാൻ വരുന്നത്. ഇവർക്കൊക്കെ ഈ പറയുന്ന പോലെ ഒരു ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല. അവരെന്തൊക്കെയോ ക്ലാസ്സിൽ പറയുന്നു, കുട്ടികൾ എന്തൊക്കെയോ കേൾക്കുന്നു, കേട്ടാൽ കേട്ടു പോയാൽ പോയി. പക്ഷെ നിങ്ങൾക്ക് അത് പറ്റില്ല. നിങ്ങൾ ഓരോ കുട്ടിയെയും സ്പെസിഫിക് ആയിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ട്. എന്റെ അമ്മ ടീച്ചർ ആയതുകൊണ്ട് ഞാൻ പറയുകയാണ്, എന്റെ അമ്മയുടെ സ്കൂളിൽ 10-400 കുട്ടികൾ പഠിക്കുന്ന ഒരു വലിയ സ്കൂളാണ്. റിട്ടയർ ആവുന്ന സമയത്ത് 500-ന് മുകളിൽ കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ എന്റെ അമ്മയെ പറ്റി പറയുന്നത്, ടീച്ചർക്ക് ആ സ്കൂളിലുള്ള എല്ലാ കുട്ടിയുടെയും ബാക്ക്ഗ്രൗണ്ട് കൃത്യമായി അറിയാമെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു സ്വഭാവമുള്ള ആളാണ് എൻ്റെ അമ്മ എന്നുള്ളത് കൊണ്ട് കൃത്യമായിട്ട് എല്ലാ കുട്ടികളുടെയും വീട്ടിൽ അവരെവിടെ നിന്ന് വരുന്നു, അവരുടെ മാതാപിതാക്കൾ എന്ത് ചെയ്യുന്നു, അവരുടെ വീട്ടിലെ അവസ്ഥ എന്താണ്, അവരുടെ സാമ്പത്തിക സ്ഥിതി എന്താണ്, ഇതൊക്കെ അറിഞ്ഞു വെക്കാൻ അമ്മ ശ്രമിക്കുക. അതുകൊണ്ട് അമ്മ അവർക്ക് പ്രിയപ്പെട്ട ഒരു ടീച്ചറായിരുന്നു. എന്ന് പറഞ്ഞതുപോലെ
നിങ്ങളും ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ നിങ്ങൾ ചെന്നിരിക്കുമ്പോൾ നിങ്ങൾ ഈ തരം കാര്യങ്ങൾ, അതായത് കുട്ടിയുടെ ഇമോഷനുമായി ബന്ധപ്പെട്ട, കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അവരെ ഹോളിസ്റ്റിക്കലി അപ്രോച്ച് ചെയ്യേണ്ട. ആ വാക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എവിടെയും പറയാവുന്ന ഒരു വാക്കാണ്. അപ്രോച്ച് ചെയ്യേണ്ടതിന്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് വളരെ വളരെ യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ പറയാൻ പറ്റും എന്നുകൂടി ഓർപ്പിക്കുകയാണ്. പിന്നെ പലപ്പോഴും നിങ്ങൾക്ക് ഡെമോ ക്ലാസ് എടുക്കാൻ നിങ്ങളോട് പറയാറുണ്ട്. ഈ ഡെമോ ക്ലാസ് എടുക്കാൻ പേടിയുള്ളവർ ആരെങ്കിലും കൂട്ടത്തിലുണ്ട്? ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പലപ്പോഴും നിങ്ങളോട് ഡെമോ ക്ലാസ്സുകൾ എടുത്ത് കാണിക്കാൻ പറയാറുണ്ട്. ഇന്റർവ്യൂ 1-2 പേർക്ക് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ഡെമോ ക്ലാസ് എടുക്കാൻ പറയുമ്പോൾ പേടിക്കുന്ന ആരെങ്കിലും ഉണ്ട്? പേടിയില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നിങ്ങൾ എന്തായാലും നിങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ പഠിപ്പിക്കലാണ്. അപ്പൊ അതുകൊണ്ട് ഡെമോ ക്ലാസ്സിന് വേണ്ടി ഒന്ന് പ്രിപ്പയർഡ് ആയി പോവുക എന്നുള്ളത് ഇന്റർവ്യൂവിന് പോകുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ്. നമ്മൾ എത്രയൊക്കെ നമുക്കറിയാം, ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്ന ആളാന്ന് പറഞ്ഞാലും നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി നമ്മളെ അളക്കാൻ നിൽക്കുന്ന ഒരു ഗേജ് വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഒരു മാപിനി വെച്ചിട്ട് നമ്മൾ അളക്കാൻ നിൽക്കുന്ന ഒരു ഗ്രൂപ്പിന് മുന്നിൽ നമ്മളെ തന്നെ അവതരിപ്പിക്കുമ്പോൾ തെറ്റുകൾ വരാതെ സൂക്ഷിക്കുക. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കൊണ്ടേ കൊടുക്കുന്ന കരിക്കുലം വിറ്റേന്ന് എഴുതിയിരിക്കുന്ന കാര്യത്തിന്റെ സ്പെല്ലിങ് പോലും തെറ്റാണ് എന്ന് പറയുമ്പോൾ എത്രത്തോളം സീരിയസ് ആയിട്ട് ആ ഇന്റർവ്യൂവിനെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്ന് നമുക്കറിയാലോ. അതേപോലെ തന്നെ നിങ്ങൾ അവിടെ പറയാൻ പോകുന്ന കാര്യങ്ങളും തിയറിറ്റിക്കലി യാതൊരുവിധ പെശകും ഉണ്ടാവരുത്. തെറ്റിപ്പോയിട്ട് അയ്യോ സോറി സാർ എന്ന് പറയുന്നതിനേക്കാൾ, അത് എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. നമ്മൾ സദസ്സിന് മുന്നിൽ പ്രസംഗിക്കാൻ നിൽക്കുമ്പോഴാണെങ്കിലും നമുക്ക് അറിയില്ലാത്ത കാര്യമാണെങ്കിൽ നമുക്ക് അറിയില്ല എന്ന് തന്നെ പറയുക. അതിന് യാതൊരു മടിയും വിചാരിക്കേണ്ട. ഇനി അറിയില്ലാത്ത കാര്യത്തിൽ നമ്മൾ വളച്ചു കെട്ടി ഇത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ മോശമാകുമല്ലോ എന്ന് കരുതി വളച്ചു കെട്ടും തോറും നിങ്ങളുടെ കുരുക്ക് മുറുകയാണ്. ഇന്റർവ്യൂ ബോർഡ് തീർച്ചയായിട്ടും നിങ്ങളെ അതിൽ കയറി പിടിക്കും. അപ്പോഴും നിങ്ങൾ ഏത് സ്കില്ലിലാണോ ബെസ്റ്റ്, അല്ലെങ്കിൽ നിങ്ങളെ ഏത് ഏരിയയാണോ നിങ്ങളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്, അത് പറയുമ്പോൾ ആ ഏരിയ ഓഫ് ഇൻട്രസ്റ്റിൽ നിങ്ങൾ ശക്തനാണ് അല്ലെങ്കിൽ ശക്തയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം പറയുക. ഇപ്പോൾ നിങ്ങൾക്ക് പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല് നല്ലോണം ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സൈക്കോളജിക്കൽ സ്കിൽസ് നല്ലോണം ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം സോൾവിങ് സ്കില്ല് നല്ലത് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ, പ്രോബ്ലം സോൾവിങ് സ്കില്ല് ഒക്കെ നല്ലതുണ്ടെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആ ഒരു പ്രോബ്ലം നിങ്ങളുടെ മുന്നിലേക്ക് ഇടും. അത് കേട്ടിട്ട് നമ്മൾ ചുമ്മാ പേടിച്ച് കുറച്ച് പമ്പ് പഠിച്ച് നിൽക്കരുത്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയില്ല എങ്കിൽ അറിയില്ല എന്ന് തന്നെ പറയുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. ആരും നിങ്ങളെ അതിനകത്ത് കുറ്റം പറയാൻ പോകുന്നില്ല. ഉള്ള കോൺഫിഡൻസോട് കൂടി കളയുന്ന ഒരു സമീപനമാണ് നമ്മൾ ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ നുണ പറയുക എന്നുള്ളത്. നമുക്ക് എത്ര ശ്രമിച്ചാലും നമുക്ക് ഒരു പരിധി വിട്ട് ആരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളെ തന്നെ മാസ്ക് ചെയ്യാൻ പറ്റില്ല, എത്രയൊക്കെ നമ്മൾ ശ്രമിച്ചാലും. കാരണം ഈ ഇന്റർവ്യൂ ബോർഡ് ചെന്നിരിക്കുമ്പോൾ നമ്മൾ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ടീച്ചർമാർ നമ്മളോട് പറഞ്ഞിട്ടില്ല ആരൊക്കെയാണ് ശ്രദ്ധിക്കുന്നത് ആരൊക്കെയാണ് ശ്രദ്ധിക്കാതിരിക്കുന്നത് എന്ന് നിങ്ങളെ കണ്ണിൽ നോക്കി അറിയാമെന്ന്. അപ്പൊ ഞാനും വിചാരിച്ചിട്ടുണ്ട് ഇവർക്ക് എങ്ങനെ ഇത് മനസ്സിലാവുന്നത്. നമ്മളൊരു വിദ്യാർത്ഥി എന്ന രീതിയിൽ നിന്ന് മാറി നമ്മളും ക്ലാസ് എടുക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് ഒരു സദസ്സിന് മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവരെ കണ്ണിൽ നോക്കി അറിയാം. എന്ന് പറഞ്ഞതുപോലെ ഇന്റർവ്യൂ നടത്തുന്നവരും അവർ ഇന്നും ഇന്നലെ തുടങ്ങിയ പണിയായിരിക്കില്ലല്ലോ, അവരും ഇതിലെ എക്സ്പെർട്സ് ആണ്. ഒരുപാട് ആളുകളെ കാണുന്ന മനുഷ്യരാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളെ തന്നെ മാസ്ക് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ പ്രിറ്റൻഡ് ചെയ്യാതിരിക്കുക. നമ്മൾ വേറെ ആരോ ആണ്, നമ്മള് വേറെ ഒരു ഷൂസിൽ നിന്നുകൊണ്ട് വേറൊരു ഡ്രസ്സിൽ നിന്നുകൊണ്ട് നമ്മൾ അങ്ങനെ മറ്റൊരാളായി മാറേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിയാമെന്ന് പറയുക. ഞാൻ ഇന്ന ഏരിയാസിലാണ് വീക്ക്, ഇന്ന ഏരിയാസിലാണ് വീക്ക് എന്ന് നിങ്ങൾ സാറിന് പറയേണ്ട കാര്യമില്ല, അവർ ചോദിക്കാറില്ല. നിങ്ങൾക്ക് ഏറ്റവും ഹൈലൈറ്റ് ചെയ്യേണ്ട വീക്ക് ഏരിയ ചോദിച്ചാൽ പറയുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്താൽ മാത്രം നിങ്ങൾ പറയുക. എപ്പോഴും നിങ്ങൾ ഏറ്റവും സ്ട്രോങ് നിങ്ങളുടെ ഏരിയാസ് ഏതാണോ അതിൽ നിങ്ങൾ ഒന്ന് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്നുള്ളത്. നിങ്ങൾ ഈ ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ നിങ്ങൾ ചെന്നിരുന്നിട്ട് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയുമ്പോൾ ചിലരുടെ തൊണ്ട വരളുന്നത് കാണാം. ഉള്ളിൽ ആശയമുണ്ട്, നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ ശബ്ദം ഇടറി പോകുന്നത് കാണാം. ഇതൊക്കെ നമ്മുടെ ഉള്ളിലെ ഈ ആദ്യം പറഞ്ഞ ടെൻഷനെ നമ്മൾ നേരിട്ട് കൂട്ടിയിടിച്ച ടെൻഷൻ മാറ്റാത്തതിന്റെ പ്രശ്നമാണ്. സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പിച്ച് ഉണ്ട്, ഒരു മാർക്കിംഗ് ഉണ്ട്. അതായത് നിങ്ങൾ ഒരു ഒരു സ്റ്റാൻഡേർഡ് നിങ്ങൾ അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ സെൽഫ് ഇൻട്രൊഡക്ഷനിലൂടെ. അപ്പൊ സെൽഫ് ഇൻട്രൊഡക്ഷൻ വളരെ വൃത്തിയായി പഠിച്ചിട്ട് പോവുക. അതായത് അതില് എന്താ പറയുക, പിന്നെ ഈ ടിപ്പിക്കലായിട്ടുള്ള കുറെ സാധനങ്ങളുണ്ടല്ലോ. അതായത് ഞാൻ ഇന്ന ആളാണ് ഇന്ന സ്ഥലത്ത് നിന്ന് വരുന്നു, അതിനെ എങ്ങനെ ഒന്ന് ഒരു വെറൈറ്റി ആയിട്ട് അവതരിപ്പിക്കാം, അല്ലെങ്കിൽ മനോഹരമായിട്ട് അവതരിപ്പിക്കാം എന്നുള്ളതിൽ നിങ്ങളൊന്ന് റിസർച്ച് ചെയ്യേണ്ടത്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് പറയാം. പിന്നെ ഉള്ളത് അൺപ്രൊഫഷണലി ഒരിക്കലും നിങ്ങൾ ഒരു ഇന്റർവ്യൂവിനും പോകാതിരിക്കുക എന്നുള്ളതാണ്. അതായത് 10 മണിയാണ് ഇന്റർവ്യൂവിന് സമയമെങ്കിൽ ഒരു കാരണവശാലും, ഞാൻ കഴിഞ്ഞ
ബാച്ചിനോട് സംസാരിച്ചപ്പോൾ ഒരുപാട് പേര് എന്നോട് പറഞ്ഞു, സാറേ വൈകി പോയായിരുന്നു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. 10 മണിക്കാണ് ഇന്റർവ്യൂ എങ്കിൽ 9:30 മണിക്കെങ്കിലും നിങ്ങൾ ആ സ്ഥലത്ത് ചെന്നിരിക്കണം. അത് വെറുതെ പറയുകയല്ല. നിങ്ങൾ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ടോക്കൺ 20 or 25 ആയിരിക്കും. അത് നമുക്ക് അവിടെ ചെന്നാലേ അറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വൈകി ചെന്നാൽ നിങ്ങൾ വിളിക്കുമായിരിക്കും. പക്ഷേ ഇന്റർവ്യൂവിന്റെ ടൈം എപ്പോഴാണോ പറഞ്ഞിരിക്കുന്നത് അതിനേക്കാളും ഒരു അരമണിക്കൂർ മുമ്പ് നിങ്ങൾ ആ സ്പോട്ടിൽ എത്തിച്ചേരുക, സ്വസ്ഥമായിരിക്കുക, റിലാക്സ്ഡ് ആയിരിക്കുക. നമ്മുടെ നാട്ടിലെ ട്രാഫിക് ഇപ്പോൾ നിങ്ങൾ പലരും ഖത്തറിലും റിയാദിലും ദുബായിലൊക്കെ ഉള്ള ആളുകളുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ആ അവസ്ഥയൊന്നും ആയിരിക്കില്ല നമ്മുടെ നാട്ടില്. നമ്മുടെ കേരളത്തിൽ, കൊച്ചു കേരളത്തിൽ വാഹനങ്ങളുടെ എണ്ണം പെരുകി വരികയാണ്. നമ്മൾ നേരത്തെ ഇറങ്ങിയാൽ പോലും വൈകി എത്തുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ട്രാഫിക് ബ്ലോക്കിൽ കിടന്ന് നാട്ടുകാരെ, വീട്ടുകാരെ ഒക്കെ നമ്മൾ പ്രാഗി, ഡ്രൈവറെ ശപിച്ച്, ബസ്സുകാരനെ ശപിച്ച്, അങ്ങനെ വേർത്തൊലിച്ച് നമ്മൾ ഓടി ചെല്ലേണ്ട ഒരു സാധനമല്ല ഇന്റർവ്യൂ എന്ന് പറയുന്നത്. കംഫർട്ടബിൾ ആയിട്ട് എവിടെയാണോ, ഇപ്പൊ ഈ എറണാകുളത്തൊക്കെ ആണെങ്കിൽ ട്രാഫിക് ബ്ലോക്ക് നിത്യേന ഒരു ദിനംപ്രതിയുള്ള പ്രതിഭാസമാണ്. അപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന കാലടിയിലാണെങ്കിൽ കാലടി പാലം ഗതാഗതക്കുരുക്ക് ചിലപ്പോൾ 5-6 കിലോമീറ്റർ ബ്ലോക്കിൽ കിടന്നിട്ട് വേണം എയർപോർട്ടിലൊക്കെ പോകുന്ന ആളുകൾക്ക് കടന്നു പോകാനുള്ളത്. പലർക്കും ഫ്ലൈറ്റ് മിസ്സാവുന്നത് ഈ ഒരു ബ്ലോക്ക് കാരണമാണ്. അപ്പൊ അതുകൊണ്ട് നേരത്തെ ഇറങ്ങുക, നേരത്തെ എത്തിച്ചേരുക, കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഫാൻ്റെ അടിയിലൊക്കെ ഇരുന്ന് സമാധാനത്തോടു കൂടി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അത് മോണ്ടിസോറി ടീച്ചർമാർക്കല്ല, എല്ലാ ഇന്റർവ്യൂവിലും ഞാൻ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ക്ലാസ്സിൽ നിന്ന് പറയുന്നതാണ്. നേരത്തെ എത്തിച്ചേരുക എന്നുള്ളതൊരു വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ്. ആദ്യം പറഞ്ഞ കാര്യത്തേക്ക് തിരിച്ചുമാണ്, അൺപ്രൊഫഷണലി നിങ്ങൾ ഒരിക്കലും ഒരു ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ ബിഹേവ് ചെയ്തിരിക്കുക. നിങ്ങളെ അജിറ്റേറ്റ് ചെയ്യിക്കുന്ന, നിങ്ങളെ പ്രകോപിപ്പിക്കുന്ന, നിങ്ങൾ കൊള്ളില്ല എന്ന് പോലും നിങ്ങളെ കൊണ്ട് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കും. അതിന്റെ അർത്ഥം യു ആർ ഗെറ്റിംഗ് റിജക്റ്റഡ് എന്നുള്ളതല്ല. അത് ഇന്റർവ്യൂ ബോർഡിന്റെ ഒരു ടെക്നിക്കാണ്. നിങ്ങൾ ആ സിറ്റുവേഷൻ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളത്. ചിലപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ഉത്തരം, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഉത്തരം കേട്ടിട്ട് ഇന്റർവ്യൂ ബോർഡ് പറയാം, ഇങ്ങനെയൊക്കെയാണോ ഒരു ടീച്ചർ പെരുമാറേണ്ടത്, അല്ലെങ്കിൽ വാട്ട് നോൺസെൻസ് ആർ യു സേയിങ്, ഇങ്ങനെയൊക്കെയാണോ നിങ്ങളൊരു ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ സംസാരിക്കേണ്ടതെന്നൊക്കെ ചോദിച്ചിരിക്കും അവര്. അത് നിങ്ങൾ അജിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി അവർ ചോദിക്കുന്നതാണ്. അത് ചോദിക്കുന്ന എന്തിനാണ്, നിങ്ങൾ എത്രത്തോളം അങ്ങനെ ഒരു സിറ്റുവേഷനെ നിങ്ങൾ കാമായി ജെന്റിലായി നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നു എന്നറിയാൻ വേണ്ടി മാത്രമാണ് ആ ചോദ്യം ചോദിക്കുന്നത്. അവിടെ നിങ്ങൾ അജിറ്റേറ്റഡ് ആയി അതിൽ പിടിച്ച് നിങ്ങൾ ആ ഒരു സാധനത്തിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ദാറ്റ്സ് എ എൻഡ്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അൺപ്രൊഫഷണലി ഒരു കാരണവശാലും നിങ്ങൾ ഒരു ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ ബിഹേവ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, നമുക്കൊരു സ്ട്രാറ്റജി ഉണ്ടാവണം ഏതൊരു ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ. അതായത് ഇപ്പോ ഞാനിപ്പോ ഈ നമ്മൾ കഴിഞ്ഞ ഒന്നൊന്നര മണിക്കൂറായിട്ട് നമ്മൾ പറഞ്ഞ കുറെ കാര്യങ്ങളിൽ നിന്ന് ഒരു ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിൽ നമ്മൾ ചെന്നിരിക്കുമ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടൊരു കാര്യം ഉണ്ടാവും. ഒരു സ്ട്രാറ്റജി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും, അതായത് നമ്മുടെ കോർ ഏരിയാസിലേക്ക്, നമ്മുടെ സ്ട്രോങ് പോയിന്റ്സിലേക്ക്, അത് നമ്മൾ അടുത്ത ദിവസം ഓരോ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ആ ചോദ്യത്തിന് എങ്ങനെയാണ് പോസിറ്റീവ് ആയിട്ടുള്ള നോട്ടിലേക്ക് ഇന്റർവ്യൂ ബോർഡിന്റെ ശ്രദ്ധ കൊണ്ടുവരാൻ നമ്മൾ പറയും. പക്ഷെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ പറഞ്ഞു വെക്കുകയാണ്. ഒരു സ്ട്രാറ്റജി നമുക്ക് ഉണ്ടാവണം. എങ്ങനെയാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ ട്രാക്കിലേക്ക് ഇന്റർവ്യൂ ബോർഡിനെ കൊണ്ടുവരേണ്ടത് എന്നുള്ളത്. അതൊരു അല്പം ട്രിക്കി ആയിട്ടുള്ള കാര്യമാണ്. അതായത് കള്ളത്തരം പറയണമെന്നല്ല ഞാൻ പറഞ്ഞു. ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾക്ക് മാസ്ക് ചെയ്ത്, നിങ്ങൾക്ക് മറ്റൊരാളുടെ ഷൂസോ വസ്ത്രമോ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളെ തന്നെ അല്ലാതാക്കരുത്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. എങ്ങനെയാണ് സ്ട്രാറ്റജിക്കലി നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകളിലേക്ക്, നിങ്ങളുടെ പോസിറ്റീവ്സുകളിലേക്ക് ഇന്റർവ്യൂ ബോർഡിന്റെ ശ്രദ്ധ കൊണ്ടുവരാമെന്നുള്ളത്, അതിനൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ലൈൻ ഓഫ് ആക്ഷൻ ആവശ്യമാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു ടീച്ചർ എന്ന രീതിയിൽ നിങ്ങൾക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള, അല്ലെങ്കിൽ ഇപ്പൊ ഈ വിദേശത്തൊക്കെ പോകുന്ന ടീച്ചേഴ്സ് ആണെങ്കിൽ അവർക്ക് ഇപ്പൊ ജർമ്മനിയിലൊക്കെ പഠിക്കുമ്പോൾ അവിടെ A1 A2 B1 B2 എന്ന് പറയുന്ന പല കർമ്മങ്ങളും കിടക്കണം. ഇപ്പോൾ IELTS അല്ലെങ്കിൽ TOEFL PT OET ഇതൊക്കെ പാസ്സാവേണ്ട രാജ്യങ്ങളാണെങ്കിൽ അത് നിങ്ങളുടെ നല്ല സ്കോറുള്ള ഒരാളാണെന്നിരിക്കട്ടെ, ഇപ്പൊ IELTSനൊക്കെ നല്ല സ്കോറുള്ള ആളാണെങ്കിൽ അത് നിങ്ങളുടെ ഒരു സ്ട്രോങ് ഏരിയ ആണെങ്കിൽ അതിലേക്കുള്ള ഒരു ചോദ്യങ്ങൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇന്റർവ്യൂ ബോർഡിനെ കൊണ്ട് ചോദിപ്പിക്കുന്ന ഒരു രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുൻ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും, അവിടെ നിങ്ങൾ ഇന്ന കാര്യങ്ങൾ, ഒരു ബിയോണ്ട് ടീച്ചിങ് നിങ്ങൾ ഇന്ന ഓർഗനൈസേഷണൽ സ്കിൽസ് നിങ്ങൾ ഒരു പക്ഷേ, അല്ലെങ്കിൽ ഒരു മാനേജറിയൽ സ്കിൽസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും ആ ഒരു സ്ഥാപനത്തിൽ നിന്ന്, അതിൽ നിങ്ങൾ ഗുഡായിരിക്കും. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇന്റർവ്യൂ ബോർഡ് ചിലപ്പോൾ ചോദിച്ചെന്ന് വരില്ല. പക്ഷെ ചോദിച്ചില്ലെങ്കിലും നിങ്ങളുടെ ഉത്തരങ്ങളിലൂടെ, നമ്മൾ പറയില്ലേ ചെറിയ സാധനങ്ങൾ കൊടുത്തിയെടുക്കുക അല്ലെങ്കിൽ എറിഞ്ഞിട്ട് കൊടുക്കുക എന്നൊക്കെ, നമ്മൾ മീൻ പിടിക്കുന്ന നമ്മൾ ഇരയിട്ട് കൊടുക്കുക നമ്മൾ പറയില്ലേ, അങ്ങനെ നമ്മൾ ഇരയിട്ട് കൊടുത്ത് ഇന്റർവ്യൂ ബോർഡിനെ നമ്മുടെ പരിധിയിലേക്ക്, നമ്മുടെ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം
നിങ്ങൾ നടത്തുന്ന ഒരു തെറ്റില്ല. അത് എപ്പോഴും വിജയിച്ചോളണമെന്നില്ല കേട്ടോ. അത് എപ്പോഴും വിജയിച്ചോളണമെന്നില്ല. വിജയിച്ചില്ലെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. അതൊരു അൺപ്രൊഫഷണൽ ബിഹേവിയർ അല്ല ഒരിക്കലും. അത് പ്രൊഫഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. നിങ്ങളുടെ രീതിയിലേക്ക്, നിങ്ങളുടെ ശീലങ്ങളിലേക്ക് ഇന്റർവ്യൂ ബോർഡിന്റെ ശ്രദ്ധ കൊണ്ടുവരിക എന്നുള്ളത്. അശ്വതി എന്തായാലും അങ്ങനെ ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നു. അശ്വതി ഒരു തംസപ്പ് ഇട്ടിട്ടുണ്ട്. താങ്ക് യു അശ്വതി. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നിസ്സാരമായിട്ട് തോന്നും. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല. ഈ പലപ്പോഴും പലർക്കും ജോലി കിട്ടാതെ പോകുന്നതിന്റെ ഒരു പ്രധാന കാരണം, അത് മോണ്ടിസോറി എന്നുള്ള ഒരു കൺസെപ്റ്റ് വിട്ടേക്കുക, ജനറലായിട്ട് ഞാൻ പറയുകയാണ്, ഇത്രയേറെ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും നമുക്ക് 2 സിമ്മും 3 GB അല്ലെങ്കിൽ 4 GB ഡേറ്റയും നമുക്ക് ദിവസം ഉണ്ടായിട്ടും ഈ 24 മണിക്കൂറിൽ നമ്മൾ ഉറങ്ങുന്ന സമയം ഒഴിച്ച് ഫുൾ ടൈം നമ്മൾ ഫോണിലും വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നമ്മൾ ആക്റ്റീവ് ആയിട്ടും പലപ്പോഴും നമ്മൾ പല ജോബ് ഓപ്പണിങ്സിനെ പറ്റിയും അറിയുന്നില്ല എന്നുള്ളതാണ്. കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നണ്ട, നിങ്ങൾക്ക് തന്നെ പലർക്കും എക്സ്പീരിയൻസ് ഉണ്ടാവും. നമ്മൾ അറിയുന്നില്ല പല കാര്യങ്ങളും. അല്ലെങ്കിൽ ഈ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ഈ വില കുറഞ്ഞ മെസ്സേജുകളും നാട്ടുകാരുടെ മുഴുവൻ കുശുമ്പ് കുന്നായ്മയും അല്ലെങ്കിൽ പൊളിറ്റീഷ്യന്മാരുടെ കുറെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള കുറെ സാധനങ്ങളും ഈ തെരഞ്ഞെടുപ്പിന്റെ കുറെ കീഞ്ഞെളിഞ്ഞ കുറെ രാഷ്ട്രീയവും ഇതിനപ്പുറത്തെ അല്ലെങ്കിൽ കുറെ സിനിമാ കഥകളും കുറെ ഫലിതങ്ങളും അല്ലെങ്കിൽ കുറെ ട്രോളുകളും ഇതൊന്നും അല്ലാതെ ഇതിനിടയ്ക്ക് വളരെ സീരിയസ് ആയി നമ്മൾ കാണേണ്ട ഈ പല കുടുംബ കൂട്ടായ്മകളുടെ ഗ്രൂപ്പില് അല്ലെങ്കിൽ ഇപ്പോ ചർച്ചുകളുടെ, പള്ളികളുടെ, അമ്പലങ്ങളുടെയൊക്കെ കൂട്ടായ്മയിലൊക്കെ അല്ലെങ്കിൽ റെസിഡൻസ് അസോസിയേഷന്റെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ പലപ്പോഴും ചിലപ്പോൾ ഫേക്ക് ചാനൽ വരാണ്, ഞാൻ അതേ പറ്റിയിട്ടല്ല പറയുന്നത്, വളരെ സീരിയസ് ആയിട്ടുള്ള ജോബ് ഓപ്പണിങ്സിനെ പറ്റിയിട്ട് നമുക്ക് വാർത്തകൾ വരാറുണ്ട്. പക്ഷെ ഇതാരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം അതിന്റെ അടിയിൽ കൊണ്ടുപോയി വേറെ അതിനേക്കാൾ വില കുറഞ്ഞ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കുറെ സാധനങ്ങൾ ആളുകൾ പോസ്റ്റ് ചെയ്യുന്ന കാരണം മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുന്ന സ്വഭാവം നമുക്ക് ഇല്ലാത്തത് കൊണ്ടും നമ്മൾ പലപ്പോഴും അറിയുന്നില്ല. ഇതൊരു വലിയ ദുരന്തമാണ്. കാരണം ഇത്രയേറെ സാധ്യതകൾ നമുക്ക് ചുറ്റുമുണ്ടായിട്ടും നമ്മളത് അറിഞ്ഞില്ല എന്നുള്ളത് മറ്റാരുടെയും പ്രശ്നമല്ല, നമ്മുടെ തന്നെ പ്രശ്നമാണ്. നിങ്ങൾ ലിങ്ക്ഡിൻ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിനെ പറ്റി കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ലിങ്ക്ഡിൻ എന്ന് പറയുന്ന ഒരു ആപ്പിനെ പറ്റി കേട്ടിട്ടുണ്ടോ? LINKEDIN. ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൽ പ്രൊഫൈൽ ഉണ്ടോ? എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്താൽ എനിക്ക് ഉണ്ട്. ഉഷയ്ക്കുണ്ട്. പിന്നെ വേറെ ആർക്കൊക്കെ ഉണ്ട് ലിങ്ക്ഡിന്? വേറെ ആർക്കും ഇല്ല അല്ലെ? എന്തായാലും ഉഷ, കൺഗ്രാജുലേഷൻസ്. അത് ജോബ് സീക്കേഴ്സിന്റെ ബൈബിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജോബ് സീക്കേഴ്സിന്റെ ഒരു വലിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന ഒരു സാധനമാണ് ലിങ്ക്ഡിൻ. ലിങ്ക്ഡിനിൽ പ്രൊഫൈൽ ഇല്ലാത്ത ആളുകളാണെങ്കിൽ അതിലൊന്ന് ക്രിയേറ്റ് ചെയ്യുക. കാരണം ഏതൊരു കമ്പനി ആയാലും ജോബ് സീക്കിങ് നടത്തുന്നത്, അല്ലെങ്കിൽ ജോബ് സെർച്ചിങ് നടത്തുന്നത്, സീക്കിങ് അല്ല ജോബ് സെർച്ചിങ് നടത്തുന്നത് ഇപ്പൊ അധികവും ലിങ്ക്ഡിൻ വഴിയാണ്. ലിങ്ക്ഡിനെ മറികടക്കാനുള്ള വേറൊരു പ്ലാറ്റ്ഫോം അങ്ങനെ വന്നിട്ടില്ല എന്ന് വേണ്ടി പറയാം. ജോബ് സീക്കേഴ്സിന്റെ പർദീസയാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഏത് കോഴ്സ് പഠിച്ച ആളുമായിക്കൊള്ളട്ടെ, ഈ നാട്ടിലുള്ള അനേകായിരം കോഴ്സുകളിൽ ഏത് കോഴ്സ് പഠിച്ച ആളുമായിക്കൊള്ളട്ടെ, ഇഫ് യു ആർ പ്രൊഫഷണലി സീക്കിങ് എ ജോബ്, നിങ്ങൾക്ക് ലിങ്ക്ഡിനിൽ ഒരു പ്രൊഫൈൽ മസ്റ്റ് ആണ്. അതായത് നിങ്ങൾ ഒരു CV ഉണ്ടാക്കി കൊണ്ടുപോകുന്നു, ഒരു റെസ്യൂമെ ഉണ്ടാക്കി കൊണ്ടുപോകുന്നു എന്ന് പറയുന്ന പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾക്ക് ഒരു ഡിജിറ്റൽ ഫുട് പ്രിന്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് ഈ ട്രെയിനിങ് കഴിയുമ്പോൾ, ഈ 2-3 ദിവസം ട്രെയിനിങ് കഴിയുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലിങ്ക്ഡിനിൽ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കിയിടണം. പ്രത്യേകിച്ച് നിങ്ങൾ നിൽക്കുന്ന മേഖല എന്ന് പറയുന്നത് ടീച്ചിങ് ആണ്. വിദേശത്തൊക്കെ പലരും വിദേശത്തുണ്ട്. വിദേശത്തൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാൾ ഒരുപാട് മോഹിപ്പിക്കുന്ന, ഒത്തിരി ഉയർന്ന രീതിയിൽ സാലറി കിട്ടുന്ന ഒരു ഏരിയ ആണ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടെയൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മൾ പിന്നെ ഈ പ്രൊഫൈൽ ഇല്ലാത്ത കാരണം നമ്മൾ പിന്തള്ളപ്പെട്ടു എന്നുള്ളൊരു തോന്നലുണ്ടാവരുത്. മാത്രവുമല്ല, ഞാൻ ആദ്യം പറഞ്ഞ പോലെ പത്രം വായിക്കുന്ന ശീലം പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ ഡിജിറ്റലി നിങ്ങൾ ഈ ജോബ് സീക്കിംഗ് പ്ലാറ്റ്ഫോംസിന്റെ ന്യൂസോ അപ്ഡേറ്റോ നിങ്ങളുടെ ഇമെയിലിലോ നിങ്ങളുടെ വാട്സാപ്പിലോ നിങ്ങൾക്ക് SMS ആയിട്ട് ഏതെങ്കിലും രീതിയിൽ ജോബ് ഓപ്പണിങ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് അറിഞ്ഞിരിക്കുക എന്നുള്ളത്. ഈ ബിൽഗേറ്റ്സ് പറഞ്ഞ ഒരു കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതായത് നിങ്ങളൊരു ദരിദ്രനായി ജനിച്ചു എന്നുള്ളത് നിങ്ങളുടെ തെറ്റല്ല, പക്ഷെ ഓപ്പർച്യൂണിറ്റീസിന്റെ പെരുമഴയുള്ള ഈ ഒരു നാട്ടിൽ, അല്ലെങ്കിൽ അവസരങ്ങൾ ഇങ്ങനെ തുറന്നു കിടക്കുന്ന ഒരു നാട്ടിൽ നിങ്ങൾ ദരിദ്രനായി ജീവിച്ചു എന്നുള്ളതും ദരിദ്രനായി മരിച്ചു എന്നുള്ളതും വേറെ ആരുടെയും തെറ്റല്ല, നിങ്ങളുടെ തന്നെ തെറ്റാണ്, അല്ലെങ്കിൽ നമ്മളുടെ തന്നെ തെറ്റാണ്. അതുകൊണ്ട് ഞാൻ പണ്ടൊക്കെ നമ്മൾ പറയായിരുന്നു, അയാൾക്കൊരു കാര്യം അറിയില്ല എന്ന് പറഞ്ഞാൽ അയാളൊരു പാവത്താൻ, ഒരു നിഷ്കളങ്കൻ, നമ്മൾ നിഷ്കു എന്നൊക്കെ നമ്മളിപ്പോൾ വാട്സാപ്പിൽ പറയുന്ന ഒരു മനുഷ്യനാണ്, അയാൾക്ക് ഇതേപ്പറ്റി വലിയ ധാരണയില്ല, ഒരു നിസ്വനായ സാത്വികനായ മനുഷ്യനൊക്കെ പറയും. അങ്ങനെയുള്ളവന്മാരെ ഇനി ലോകത്തിന് വേണ്ട. അതാണ് സത്യം. അതായത് പണ്ടൊക്കെ ഒരു കാര്യം അറിയില്ല എന്ന് പറഞ്ഞാൽ അത് അലങ്കാരമായിരുന്നുവെങ്കിൽ ഈ കാലത്ത് ഒരു കാര്യം അറിയില്ല എന്ന് പറഞ്ഞാൽ അവൻ ആ ഫീൽഡിൽ നിന്ന് ഔട്ടാണ്. അതുകൊണ്ട്
ഒരു കാരണവശാലും നിങ്ങൾ ഒരു ഓപ്പണിംഗ് നിങ്ങൾ അറിയാതെ പോകരുത്. നമുക്കറിയില്ല നമ്മളുടെ ഭാഗ്യം എവിടെയാണ് ഇരിക്കുന്നതെന്ന്. അതുകൊണ്ട് ഇത് കേൾക്കുമ്പോൾ വളരെ ലാഘവമെന്ന് തോന്നുമെങ്കിലും തമാശയായിട്ട് തോന്നുമെങ്കിലും നിങ്ങൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് സാറേ ആ ഇന്റർവ്യൂവിന്റെ അന്ന് രാവിലെയാണ് ഞാൻ അറിയുന്നത്, അന്ന് എനിക്കൊരു കല്യാണം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കൊച്ചിന്റെ മാമോദിസയായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ അനിയന്റെ കല്യാണമായിരുന്നു, അല്ലെങ്കിൽ കല്യാണശിയായിരുന്നു, എനിക്ക് വേറൊരു ട്രിപ്പ് പോയിരിക്കുകയായിരുന്നു, അവിടെ റേഞ്ച് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ നെറ്റ്വർക്കിലേക്ക് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സാധനത്തെ പറ്റി അറിഞ്ഞത്, അല്ലെങ്കിൽ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് ഇന്റർവ്യൂവിന് പോയിരുന്നൊക്കെ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഓപ്പർച്യൂണിറ്റീസ് നെവർ നോക്ക് ട്വൈസ്. രണ്ടാമത് വന്ന് മുട്ടുന്ന ഒരു ശീലം, വാതിൽ വന്ന് മുട്ടുന്ന ശീലം ലോകത്തുള്ള ഒരു ഓപ്പർച്യൂണിറ്റിക്കും ഇല്ല. ഒരു തവണയും മുട്ടുള്ളൂ, ആ മുട്ടുവിൻ തുറക്കപ്പെടും. അതുകൊണ്ട് മുട്ടുന്ന സമയത്ത് നമ്മൾ ആ വാതിൽ തുറന്നു കൊടുക്കാൻ നമ്മൾ അപ്പുറത്തില്ലെങ്കിൽ ആ ഓപ്പർച്യൂണിറ്റി വേസ്റ്റ് ആണ്. അതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് പറയാണ്, നമ്മുടെ ഒരു കാര്യം അറിയാതെ പോകരുത്. നല്ല നെറ്റ്വർക്കുകൾ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്റർവ്യൂ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നല്ല നെറ്റ്വർക്ക് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതിലൊരു ചെറിയ ഉദാഹരണം, ചെറിയ കഥ ഞാൻ പറയാം. ഒരു 15 മിനിറ്റ് കൂടി ഉള്ളൂ നമ്മുടെ ഇന്നത്തെ സെഷൻ. എൻ്റെ നാട്ടിൽ ഒരു ചെറിയ ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറി ഈ ആലുവ മൂന്നാർ റോഡിന്റെ സൈഡിലാണ് ആ ലൈബ്രറി. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഈ ലൈബ്രറി പോയി മെമ്പർഷിപ്പ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ 6ാം ക്ലാസ് മുതലേ ലൈബ്രറി പോവുകയും വായിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ശീലം എനിക്ക് അന്ന് മുതലേ ഉണ്ട്. അപ്പോൾ അവിടെ ഞാൻ ചെല്ലുമ്പോൾ എന്നേക്കാൾ സീനിയേഴ്സ് ആയിട്ടുള്ള, അന്ന് 20-22 വയസ്സ് പ്രായമുള്ള, ഡിഗ്രി ഒക്കെ കഴിഞ്ഞ ചേട്ടന്മാരും ചേച്ചിമാരും അവിടെ ഈ PSC കോച്ചിങ് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവരൊന്നും അങ്ങനെ വലിയ സാമ്പത്തിക സ്ഥിതിയുള്ള വീട്ടിൽ നിന്നുള്ള ആളുകളൊന്നുമല്ല. അവർക്കങ്ങനെ മാത്രമല്ല, അന്ന് ഇത്രയും പ്രൊഫഷണലി ഇങ്ങനെ ട്രെയിനിങ് കൊടുക്കുന്ന 100 കണക്കിന് സ്ഥാപനങ്ങളോ ഓൺലൈൻ സംവിധാനങ്ങളോ ഒന്നുമില്ല. നമ്മുടെ നാട്ടിലുള്ള ലൈബ്രറിയിലൊക്കെ വന്നിരുന്ന വൈകുന്നേരങ്ങളിലൊക്കെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അന്നും ഈ ക്വിസ് മത്സരങ്ങൾക്ക് പങ്കെടുക്കുന്ന ശീലമുള്ള, എനിക്ക് ക്വിസ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഈ ലൈബ്രറിയുടെ മുന്നിൽ, അപ്പൊ ഞാനാണ് ഏറ്റവും ചെറുത്. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഞാൻ എന്തുകൊണ്ടും നിങ്ങൾക്ക് അറിയാലോ, അല്ലെങ്കിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നത് ഞാൻ. അപ്പൊ ഈ ആളുകളെല്ലാം ഞാൻ വിളിച്ചിരുത്തിയിട്ട് ലൈബ്രറിയുടെ മുറ്റത്ത് ഞങ്ങളിങ്ങനെ ഈ ഡിസംബറിലൊക്കെ നല്ല തണുപ്പുള്ള സമയത്തൊക്കെ, ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, ഞാനിങ്ങനെ സെന്ററിൽ ഒരു കസേര ഇട്ടിരിക്കും. ഇവരെ എല്ലാവരും ചുറ്റിയിരുത്തിയിട്ട് ഞാനാണ് ഇവരോട് ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പൊ ഇവര് ഓരോ ദിവസവും നമ്മൾ ഓരോ ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അന്ന് ഈ മലയാള മനോരമയുടെ ഇയർ ബുക്ക്, മാതൃഭൂമിയുടെ ഇയർ ബുക്ക്, പിന്നെ തൊഴിൽ വാർത്ത, തൊഴിൽ വീതി, എംപ്ലോയ്മെന്റ് ന്യൂസ്, PSC ബുള്ളറ്റിൻ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അന്നുള്ളൂ നമുക്ക്. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഡീറ്റെയിലി നോക്കാനുള്ള ഒരു സംവിധാനമല്ല. ലൈബ്രറിയിൽ കമ്പ്യൂട്ടർ ഇല്ല, ഒന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ എൻസൈക്ലോപീഡിയയുടെ പ്രിന്റഡ് വേർഷൻസ് അവിടെ ഇരിക്കുന്നുണ്ട്, പിന്നെ ഇയർ ബുക്കുകൾ, പിന്നെ ക്വിസ് മാസ്റ്റർ പോലുള്ള വലിയ വലിയ ക്വിസിന്റെ പുസ്തകങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. എന്റെ സന്തോഷം എന്താണെന്നറിയാവോ, ഞാൻ അന്ന് ഒരു UP സ്കൂളിൽ പഠിക്കുന്ന ഒരു പയ്യനാണ്. അന്ന് അത് ഞങ്ങളിങ്ങനെ, ഞാനൊരു 10ാം ക്ലാസ് ആവുന്ന വരെ ഞങ്ങളിങ്ങനെ തുടർന്നു പോകുന്നൊരു ശീലമാണ്. അവിടെ അന്ന് വന്നിരുന്ന ഒരു 10-12 ആളുണ്ട്. അതില് സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. ഇവരെല്ലാവരും ഇന്ന് കേരളത്തിലെ പല സ്ഥാപനങ്ങളിലെയും നല്ല ഉദ്യോഗസ്ഥരാണ് എന്നുള്ളതാണ്. ചിലർ പോലീസിലുണ്ട്, ചിലർ KSFE-യിലുണ്ട്, ചിലർ KSEB-യിലുണ്ട്, ചിലർ അല്ലാത്ത സർക്കാർ സർവീസുകളിലുണ്ട്. അവർക്ക് എല്ലാവർക്കും ജോലി കിട്ടി എന്നുള്ളതാണ്. ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്താണെന്നറിയാമോ, എല്ലാ ദിവസവും അവിടെ ചെല്ലുമ്പോൾ 4:30 മണി സമയത്താണ് ലൈബ്രറി തുറക്കുക. അപ്പൊ ഞാൻ ഈ 4:30 മണി സമയത്ത് തന്നെ അവിടെ ചെല്ലും. അപ്പൊ അവരും അവിടെ ഉണ്ടാവും. ഇവർ ചെയ്യുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ 5:30 സമയത്തൊക്കെയാണ് എക്സാം പ്രിപ്പറേഷൻ തുടങ്ങുക. ആദ്യത്തെ 1 മണിക്കൂർ ഇവര് എല്ലാ പത്രങ്ങളും അരിച്ചു പറക്കും. അതോടൊപ്പം തന്നെ അവര് വരുന്ന ആനുകാലികങ്ങളും മറിച്ചു നോക്കിയിട്ട്, അതൊരു ടീം വർക്കാണ്. എവിടെയൊക്കെയാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്? സർക്കാർ ജോലി മാത്രമല്ല, ഇവരെല്ലാം ഞാൻ പറഞ്ഞു അധികം സാമ്പത്തിക ഭദ്രത ഇല്ലാത്ത കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരാണ്. അതിൽ പാർട്ട് ടൈം ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. എവിടെയാണ് ഒരു ജോബ് വേക്കൻസി ഉള്ളതെന്ന് ഇവർ കണ്ടുപിടിക്കലാണ് ഇവരുടെ ആദ്യത്തെ പണി എന്ന് പറയുന്നത്. അതെല്ലാവരും ഇരുന്ന്, ഒരാള് നോക്കുന്ന പത്രമായിരിക്കില്ല വേറെ ആൾ നോക്കുന്നത്, അല്ലെങ്കിൽ ഒരാൾ നോക്കിയ പത്രം തന്നെ വേറെ ആളും കൂടി നോക്കും. ഒരാൾക്ക് പോലും ഒരു ഓപ്പർച്യൂണിറ്റി പോലും വിട്ടുപോകരുത് എന്നുള്ളത്. ആ 12 പേരും ഇന്ന് ഇപ്പോഴും എന്നെ കാണുമ്പോൾ, അവർക്കൊക്കെ ഇപ്പോ 45-50 വയസ്സിനോട് അടുത്ത ആളുകളുണ്ട്. അവര് ഇപ്പോഴും എന്നെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ പല ക്ലാസ്സുകളിലും ഇവരെ പറ്റി അഭിമാനത്തോടെ പറയാറുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, അങ്ങനെയുള്ള ഒരു നെറ്റ്വർക്ക് നിങ്ങൾ ഇന്റർവ്യൂ പ്രിപ്പറേഷന്റെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ കിട്ടാൻ ഇപ്പൊ പാടാണ് എന്നുള്ളതാണ് സത്യം. ഒന്നും നിങ്ങൾ ഇപ്പൊ ഓൺലൈൻ ബാച്ച് ആയതുകൊണ്ട് നിങ്ങൾ പരസ്പരം കണ്ടിട്ടുള്ള ആളുകൾ തന്നെ കുറവായിരിക്കും. നിങ്ങൾ സ്ക്രീനിലൂടെ ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക. അതിന് നിങ്ങൾക്ക് വിർച്വൽ പ്ലാറ്റ്ഫോമുകൾ ഉണ്ട്, വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫോറങ്ങൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെയൊക്കെ നിരന്തരമായി ഇന്റർവ്യൂ ട്രെയിനിങ്ങും ഇന്റർവ്യൂ ഡിസ്കഷൻസും നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതിൽ യാതൊരു മടിയും വിചാരിക്കേണ്ട കാര്യമില്ല. എത്രയോ സമയം നമ്മൾ വെറുതെ സ്ക്രോൾ ചെയ്ത് കളയുന്നു. അപ്പൊ അങ്ങനെ ഒരു കൂട്ടായ്മ, ഇന്റർവ്യൂ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഒരു കൂട്ടായ്മ, നിങ്ങൾ ലിങ്ക്ഡിനിൽ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞതുപോലെ, അത് എന്താണെന്നറിയോ, ഈ
ഞാൻ പല ക്ലാസ്സുകളിലും മോട്ടിവേഷൻ ക്ലാസ്സുകളിലേക്ക് പറയുന്ന ഒരു കാര്യം ഞാൻ പറയാം. ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു പഠനമുണ്ട്, ഒരു വെബ്സൈറ്റ് ഇപ്പോഴും കിടക്കുന്നുണ്ട്. ഒരു കൂട്ടം ആളുകൾ ഒരു സ്ഥലത്തിരുന്ന് ഒരു കാര്യം നടക്കണമെന്ന് തീവ്രമായി ആഗ്രഹിച്ചാൽ ആ കാര്യം നടക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. അതായത് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള ഒരു കൂട്ടം ആളുകൾ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രയത്നിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കാര്യം നടക്കുമെന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഞാൻ പാഷനേറ്റ് ആണ്, എൻ്റെ കൂടെയുള്ള ഗ്രൂപ്പിലുള്ള 100 പേരും പാഷനേറ്റ് ആണെങ്കിൽ ഈ 100 പേരുടെ പാഷനേറ്റ് എനർജിയാണ് അവിടെ മിക്സപ്പ് ആവുന്നത്. അപ്പൊ എല്ലാവർക്കും അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടാവും. അപ്പൊ ഒരു ഗ്രൂപ്പ് സ്റ്റഡി എന്ന് നമ്മൾ പണ്ട് വിളിച്ചിരുന്ന ഒരു സാധനം അത് വിർച്വൽ പ്ലാറ്റ്ഫോമിലേക്ക് മാറുമ്പോൾ, ഒരു വിർച്വൽ ഗ്രൂപ്പ് സ്റ്റഡിയിലേക്ക് മാറുമ്പോൾ അതിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇപ്പൊ നിങ്ങളിപ്പോ ഇതിനകത്ത് 10-32 പേരുണ്ട്, നിങ്ങൾ തന്നെയായാലും പരസ്പരം ഇന്റർവ്യൂ പ്രിപ്പറേഷൻ എല്ലാ ദിവസവും, അത് അധികം സമയമൊന്നും വേണ്ട, ഒരു അരമണിക്കൂറോ ഓരോ ദിവസവും ഓരോരുത്തരും ടാസ്ക് അസൈൻ ചെയ്തെടുത്താൽ മതി. ഇന്നത്തെ ദിവസം ഞാൻ ഇന്ന കാര്യങ്ങളാണ് ഇന്റർവ്യൂമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ എന്നോട് ചോദിക്കുന്നത്, അതിന് നിങ്ങൾക്ക് റിപ്ലൈ തരാനുള്ള രീതിയിൽ നിങ്ങളൊന്ന് അങ്ങനെ ഒരു ഗ്രൂപ്പ് നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് നോക്കും. ആ വ്യത്യാസം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് ആ കാര്യം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് പലർക്കും സാലറി, ഇപ്പൊ ഈ ഇന്റർവ്യൂല് സാലറിനെ പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പല എക്സ്പെക്ടേഷൻസും ഉണ്ടാവും. ഞാൻ പറയുന്നത് അതൊരിക്കലും തെറ്റല്ല. ഇപ്പൊ എനിക്ക് 2 ലക്ഷം രൂപ സാലറി വേണം, 10 ലക്ഷം രൂപ സാലറി വേണം, 50 ലക്ഷം രൂപ സാലറി വേണം എന്ന് പറയുന്നത് അതൊരിക്കലും തെറ്റല്ല. പക്ഷേ ആദ്യം, അതായത് ഈ സാലറി എന്ന് പറയുന്ന ഒരു കാര്യം കുറച്ച് കുറവാണെന്ന് കരുതി നിങ്ങൾക്ക് ആദ്യം കിട്ടുന്ന ജോലി ഉണ്ടല്ലോ, അതിൽ നിങ്ങൾ പോകാതിരിക്കരുത്. എന്താണെന്നറിയോ, എല്ലാ ജോബ് സീക്കേഴ്സും ഓർത്തു വെക്കേണ്ട ഒരു കാര്യമാണ്, ഈ കമ്പനികൾ നോക്കുന്നത് അല്ലെങ്കിൽ ഒരു സ്ഥാപനം നോക്കുന്നത്, ഒരു സ്കൂൾ നോക്കുന്നത്, നിങ്ങളെ സംബന്ധിച്ച് കമ്പനികളല്ല, നിങ്ങളെ സംബന്ധിച്ച് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് അവർ നോക്കുന്നത്. നിങ്ങളൊരു കോഴ്സ് പഠിച്ച ശേഷം എത്ര കാലം നിങ്ങൾ ബ്രേക്ക് എടുത്തു എന്നുള്ളത് ഒരു ചോദ്യമാണ്. എന്റെ കൂട്ടുകാരൻ, എന്റെ വീടിന് അടുത്താണ് അവന്റെ വീട്. ഞാൻ കഴിഞ്ഞ ദിവസം അവനെ ടൗണിൽ വെച്ച് കണ്ടപ്പോൾ അവനോട് പറഞ്ഞു, എടാ ഞാനും അവനും ഒരേ സമയത്താണ് കോളേജിൽ പഠിക്കുന്നത്. ഞാൻ സാഹിത്യ വിദ്യാർത്ഥിയായിരുന്നു, അവൻ ബികോം പഠിക്കുകയാണ്. ഇവൻ ബികോം പഠിച്ചിട്ട് ഇവൻ ഈ നാട്ടില് 1-2 സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തു. അപ്പൊ അവന്റെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് ഇവൻ അത്യാവശ്യം നല്ല സാലറിയിൽ കേരളത്തിൽ തന്നെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഇവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ഇപ്പൊ കാനഡയ്ക്ക് പോകുന്ന ട്രെൻഡ് ഉണ്ടായിരുന്ന ഒരു സമയത്ത് ഇപ്പൊ കുറെ പേര് തിരിച്ചു വരുന്നുണ്ട്. ഇവനും ഭാഗ്യം പരീക്ഷിക്കാന്നുള്ള രീതിയിൽ ഇവന് കാനഡയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് കേരളത്തിൽ സാമാന്യ തരക്കേടില്ലാത്ത ശമ്പളം ഉണ്ടായിരുന്ന ഒരു ജോലി ഇവൻ ക്വിറ്റ് ചെയ്തിട്ട് ഇവൻ കാനഡയിൽ പോയി. കാനഡയിൽ പോയി 2 വർഷം ഇവൻ ജോലി ചെയ്തിട്ട് അവനവിടെ PR കിട്ടുകയോ അല്ലെങ്കിൽ അവിടെ പെർമനന്റ് ആയിട്ട് തുടരാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാനോ അവന് പറ്റിയില്ല. കുറെയൊക്കെ ഭാഗ്യത്തിന്റെ പരീക്ഷണങ്ങളാണ്, അവനത് ചെയ്യാൻ പറ്റിയില്ല. ഇവൻ നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് ഇവനിപ്പോ വോഡഫോൺ എന്ന് പറയുന്ന നമ്മുടെ ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനിയിലാണ്. നിങ്ങളുടെ പലരുടെ സിം വോഡഫോൺ ഐഡിയ ആയിരിക്കും. അപ്പൊ കഴിഞ്ഞ ദിവസം ടൗണിൽ വെച്ച് കണ്ടപ്പോൾ ഇവൻ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, എടാ ഞാൻ ചെയ്ത് ഭയങ്കര മണ്ടത്തരായിപ്പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ കാനഡയിൽ പോയി 2 വർഷം ബ്രേക്ക് എടുത്ത് കാനഡയിൽ പോയിട്ട് തിരിച്ചു വന്ന് ഞാനിപ്പോ വോഡഫോണിൽ ജോലി ചെയ്യാണ്. പക്ഷെ വോഡഫോൺ കമ്പനിയിൽ എനിക്ക് കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞാൽ ഇപ്പോ കോഴ്സ് പഠിച്ചിറങ്ങിയ ഒരാൾക്ക് എന്ത് കിട്ടുമോ ആ വളരെ തുച്ഛമായ ശമ്പളമാണ് എനിക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു. കാരണം അവൻ ഇപ്പോ ജോബ് മാർക്കറ്റിൽ വീണ്ടും ഒരു ഫ്രഷറാണ്. അപ്പൊ ഒരു ബ്രേക്ക് വന്നാലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. കാനഡയിൽ പോയ എക്സ്പീരിയൻസ് ഒന്നും അവർ കൗണ്ട് ചെയ്യില്ല, അവരത് ബ്രേക്ക് ആയിട്ട് തന്നെ എടുക്കുള്ളൂ. അപ്പോ എന്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുകയാണ്, നിങ്ങൾ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം കിട്ടുന്ന വളരെ കുറവ് ശമ്പളം ഉണ്ടാവുള്ളൂ, പക്ഷെ അവിടെ കയറി പറ്റുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തുടങ്ങി വയ്ക്കുക എന്നുള്ളത് ഏതൊരു കാര്യത്തിലും ജീവിതത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പെർഫെക്ഷനും ബാക്കി സാധനങ്ങളൊക്കെ എന്റെ പുറകെ വന്നോളൂ, അല്ലെങ്കിൽ കരിയർ ഇമ്പ്രൂവ്മെന്റ് എന്റെ പുറകെ വന്നോളൂ. അതുകൊണ്ട് കോഴ്സ് കഴിഞ്ഞ് നിങ്ങൾ എവിടെയാണോ നിങ്ങൾക്ക് ആദ്യമായ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്, ആ ഓപ്പർച്യൂണിറ്റിയെ ഒരു കാരണവശാലും നിങ്ങൾ വിട്ടുകളയരുത്. അവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് ആ തുച്ഛമായ ശമ്പളത്തിൽ ജീവിതകാലം മുഴുവൻ ജീവിക്കണം എന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷെ ബ്രേക്ക് ഇല്ലാതിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ ചെന്നിരിക്കുമ്പോൾ അവർ നിങ്ങളുടെ പ്രൊഫൈൽ നോക്കുമ്പോൾ ഒരു ജോലി, അടുത്ത ജോലി, അടുത്ത ജോലി, ഇങ്ങനെ 3 സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഈ 3 സ്ഥാപനങ്ങളിലെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കാണിക്കാം. ഈ 3 സ്ഥാപനങ്ങളിൽ നിങ്ങൾ ജോലി ചെയ്ത പീരിയഡ് നിങ്ങൾ ചെയ്ത ജോലിയായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്, ബ്രേക്ക് ആയിട്ടല്ല. ഈ പ്രൊഫഷണൽ കോഴ്സ് പഠിച്ച എല്ലാവരുടെയും ഒരു പ്രശ്നമാണ്, പ്രൊഫഷണൽ കോഴ്സ് നിങ്ങൾ പഠിച്ചിറങ്ങി നിങ്ങൾ കുറച്ച് കാലം സർട്ടൺ പീരീഡ് ഓഫ് ടൈം നിങ്ങൾ ബ്രേക്കിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ആ ജോബിന് സ്യൂട്ട് അല്ലാത്തതുകൊണ്ട് മാർക്കറ്റ് അല്ലെങ്കിൽ ആ ജോബിന്റെ ഒരു സിനാരിയോ നിങ്ങളെ ഓട്ടോമാറ്റിക്കലി റിജക്ട് ചെയ്തു എന്നാണ് ഇന്റർവ്യൂ ബോർഡിന് മനസ്സിലാവുക.
അതിപ്പോ നമ്മളല്ലാന്ന് അവരെ മുന്നിൽ തർക്കിക്കാൻ പോയാൽ അവർ പറയും ബ്രേക്ക് എന്ന് പറയുന്ന സാധനം എപ്പോഴും ബ്രേക്ക് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ ഒരു ബ്രേക്കിലേക്ക് ഞാൻ ആരെ പേടിപ്പിക്കുകയല്ല. നിങ്ങൾ പലരും ഇപ്പൊ പ്ലേസ്ഡ് ആയിരിക്കില്ല, പക്ഷെ അടുത്ത വെരി നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് എവിടെയാണ് കിട്ടുന്നത്, ശമ്പളം നിങ്ങൾ ആദ്യം നോക്കണ്ട. ആദ്യം നമ്മൾ പറഞ്ഞത് ഇരുന്നിട്ടേ നമ്മൾ കാലിനിട്ടാവൂ എന്ന് നമ്മുടെ പഴമക്കാർ പറയുന്നത് പോലെ നിങ്ങൾക്ക് ആദ്യം ഇരിക്കാനുള്ള, സ്വസ്ഥമായി നിൽക്കാനുള്ള ഒരു തറയാണ്, ഒരു ഇരിപ്പിടമാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് സാലറിയെ പറ്റി സംസാരിക്കാം, മറ്റ് കാര്യങ്ങളെ പറ്റി സംസാരിക്കാം, അടുത്ത ഇംപ്രൂവ്മെന്റിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാം. അതുകൊണ്ട് അത് ഓർത്തിരിക്കുക. ആസ് ജോബ് സീക്കേഴ്സ് നിങ്ങളുടെ കരിയറിൽ ഒരു ബ്രേക്ക് എടുക്കാതെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്ക് ഈ സെഷന്റെ ലാസ്റ്റ് പോയിന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. നിരന്തരമായിട്ട് നിങ്ങളെ തന്നെ ബ്രെയിൻ സ്റ്റോം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതായത് നിരന്തരമായി നിങ്ങളെ അപ്ഡേറ്റഡ് ആയിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം കഴിഞ്ഞ വർഷം പഠിച്ചിറങ്ങിയപ്പോൾ 2024 നിങ്ങൾ പഠിച്ചിറങ്ങിയെങ്കിൽ അന്നുള്ള ഒരു സിറ്റുവേഷൻ അല്ല 2025. അതിന് പ്രധാന കാരണം ഈ AI ബൂം എന്ന് പറയുന്ന സാധനം തന്നെയാണ്. ഈ നമുക്ക് ആകെ 2022 ചാറ്റ് GPT അല്ലെങ്കിൽ 2023 ആദ്യം ചാറ്റ് GPT വരുമ്പോൾ ചാറ്റ് GPT എന്ന് പറയുന്ന ചാറ്റ് ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ആ ഒരു ചാറ്റ് ബോട്ട് മാത്രമേ നമുക്ക് അറിയാമായിരുന്നുള്ളൂ. ഈ 2025 ഡിസംബർ 26 ഇന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കി, എത്ര ചാറ്റ് GPT പോരാ, അല്ലെങ്കിൽ ചാറ്റ് GPTയേക്കാൾ മനോഹരമായ ചാറ്റ് GPTയെ വെല്ലുന്ന രീതിയിൽ നമുക്ക് ഉത്തരങ്ങൾ നൽകുന്ന എത്രയോ സാധനങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്. അപ്പോൾ ഓരോ സെക്കൻഡിലും ഓരോ ദിവസവും നമുക്ക് ചുറ്റുമുള്ള ലോകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിജ്ഞാനത്തിന്റെ മേഖല എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് എന്താ പറയുന്നത്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പറയുകയാണ്, അത് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മളെ തന്നെ അപ്ഡേറ്റഡ് ആയി നിർത്താൻ വേണ്ടി ശ്രമിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു സിനാരിയോയിലാണ് നമുക്ക് ഇന്റർവ്യൂ പ്രിപ്പറേഷൻ എന്നുള്ളത് എസെൻഷ്യലായി മാറുന്നത്. ഒരിക്കലും പ്രിപ്പയർ ചെയ്യാതെ, എത്ര എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും ഇന്റർവ്യൂവിന് മുമ്പ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാതെ പോകരുത്. ഇറ്റ്സ് നോട്ട് എ ചൈൽഡ്സ് പ്ലേ. നിങ്ങൾ കുട്ടികളെയാണ് പഠിപ്പിക്കാൻ പോകുന്നതെങ്കിലും നിങ്ങൾ പോകുന്ന പണി എന്ന് പറയുന്നത് അത് ചില്ലറ കളിയല്ല. ഒരു തലമുറയെ വാർത്തെടുക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്തമാണെന്ന് ഞാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ മെന്റലി റെഡി ആയിരിക്കുക ഒരു ജോബിന് എന്നുള്ളത്. പ്രത്യേകിച്ച് അത് ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് വീട്ടമ്മമാരായിരിക്കുന്ന, ഞാൻ ജെൻഡർ പറയാൻ വിചാരിക്കരുത്, ഞാൻ അങ്ങനെ തുറന്നു തന്നെ പറയാണ്. എൻ്റെ അകത്ത് അധികവും സ്ത്രീകളാണ്. ആൺകുട്ടികൾ ഉണ്ടോന്ന് എനിക്കറിയില്ല, വളരെ കുറച്ചുണ്ടാവും. ഞാൻ എല്ലാവരുടെ പേര് നോക്കിയില്ല. ഞാൻ ജെൻഡർ ഇതൊരു വിവാദമാക്കരുത്. പ്രത്യേകിച്ചും വീട്ടമ്മമാരായിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളോടാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ വീടിന്റെ കംഫർട്ടിൽ നിങ്ങളുടെ ഭർത്താവിനെയും കുട്ടികളെയൊക്കെ നോക്കി, നിങ്ങളുടെ പേരൻസിനെയൊക്കെ നോക്കിയിരിക്കുകയായിരിക്കും. നിങ്ങൾ ജോബിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഒരു ജോബ് സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മെന്റലി റെഡി ആവുക എന്നൊരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സ് അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു റൈറ്റ് മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഇല്ല എങ്കിൽ നിങ്ങൾ ഈ പണിക്ക് നിൽക്കരുത്. ഇപ്പൊ ഇവിടെ നമ്മൾ ആദ്യം ഒരു സുഹൃത്ത് പറഞ്ഞില്ലേ, ഞാൻ പോയിട്ട് എനിക്ക് ഒന്നും പറയാൻ പറ്റിയില്ല. പക്ഷെ അവർക്ക് അത് തന്നൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അതായത് ഒരു ഇന്റർവ്യൂവിൽ എങ്ങനെ നമ്മളെ പ്രസന്റ് ചെയ്യരുത്, അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിൽ നമ്മളെ എങ്ങനെ ഒരു കാര്യം ചെയ്യരുത്, അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിന്റെ വരുംവരായികൾ എന്തൊക്കെയാണെന്നൊക്കെ ഒരു സുഹൃത്ത് ആ ഒരൊറ്റ ഇന്റർവ്യൂ കൊണ്ട് ആ സുഹൃത്തിന് മനസ്സിലായി. അവർ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത് കൊണ്ടാണ് അവർക്ക് മനസ്സിലായത്. എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ വീടിന്റെ ഒരു കോസി കംഫർട്ടിൽ നിങ്ങൾ ഇരുന്നിട്ട് നിങ്ങൾ ജോലി വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചാൽ ഒരിക്കലും നടക്കില്ല. ഈ രാവിലെ ജോലിക്ക് പോയി വൈകിട്ട് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ബാക്കിലാക്കി അല്ലെങ്കിൽ നിങ്ങൾ പിന്നിലാക്കി പോകുന്ന നിങ്ങളുടെ കുടുംബമുണ്ട്. ആ കുടുംബത്തെയും നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അവരും നിങ്ങൾ ജോലി ചെയ്യാൻ പോവുകയാണെന്നുള്ളൊരു മെന്റൽ റെഡിനെസ്, പ്രത്യേകിച്ച് മാരീഡായി വീട്ടമ്മമാരായിരിക്കുന്ന ആളുകളോട് ഞാൻ പറയുന്നത്, ആ റെഡിനെസ് നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത ശേഷം മാത്രമേ നിങ്ങൾ ജോബ് സീക്കിങ്ങിന് ഇറങ്ങാവുള്ളൂ. ഇതിൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ആരംഭശുദ്ധം എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടല്ലോ, നമുക്ക് പ്രത്യേകിച്ച് മലയാളിക്ക് അത് കൂടുതലാണ്. നമ്മൾ ഇതും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇറങ്ങും, നമുക്ക് 1-2 പരിപാടിക്ക് പോയിട്ട് നമുക്ക് കിട്ടില്ല. സ്വാഭാവികമായിട്ടും നമുക്കൊരു തിരസ്കരിക്കപ്പെടുന്ന ഒരു ഫീല് വരും. നമ്മൾ മെന്റലി ഭയങ്കരമായിട്ട് ഡൗൺ ആവും. നമ്മുടെ ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട് ഉണ്ടാവില്ല. അപ്പൊ ആരെന്തൊക്കെ പറഞ്ഞാലും എന്റെ കയ്യിൽ ഒരു സ്കില്ലുണ്ട്, ഞാനൊരു നല്ല പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചിട്ടുണ്ട്, ഈ കോഴ്സ് വെച്ച് എനിക്ക് ജീവിക്കാനുള്ള ഒരു ജോലി ഞാൻ കണ്ടെത്തുന്നുള്ള ഒരു മെന്റൽ റെഡിനെസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആ സാധനം നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്തതിന് ശേഷം മാത്രം ഈ പരിപാടിക്ക് ഇറങ്ങുക. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇപ്പോൾ ഇവിടെ ആരെങ്കിലും BCom അല്ലെങ്കിൽ കൊമേഴ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ
സപ്ലൈ ഡിമാൻഡ്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഒക്കെ എപ്പോഴും സിലബസിലുള്ള സാധനമാണ്. ഈ ഡിമാൻഡ് അനുസരിച്ചാണ് ഓരോ സാധനങ്ങളും നമ്മൾ വിപണിയിൽ സപ്ലൈ ചെയ്യുന്നത്. അത് എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. എന്ത് സ്കില്ലായാലും എന്ത് പരിപാടി ആയാലും ഡിമാൻഡ് കൂടുന്നതനുസരിച്ചാണ് മാർക്കറ്റിൽ സപ്ലൈയുടെ ഇതും കൂടുന്നത്. അപ്പോ ഈ നമ്മളെ ആവശ്യമുള്ള അല്ലെങ്കിൽ നമ്മളെ ഡിമാൻഡ് ചെയ്യുന്ന ഒരു വിപണി ഇവിടെ ഉണ്ട്. അതൊരിക്കലും നിലയ്ക്കാത്തൊരു വിപണിയാണ്. ഈ ലോകത്തിൽ മനുഷ്യനുള്ളിടത്തോളം കാലം, മനുഷ്യന്റെ കുഞ്ഞുങ്ങൾ ജനിക്കുന്നിടത്തോളം കാലം, സ്കൂളുകൾ ഇവിടെ ഉള്ളിടത്തോളം കാലം, കുഞ്ഞു കുട്ടികൾ ഈ നാട്ടിൽ വളർന്നു വരുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ജോബ് കിട്ടുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക് ഒന്നുമല്ല. അപ്പൊ അതുകൊണ്ട് ഒറ്റ സെക്കൻഡ്, എനിക്കൊരു ഇമ്പോർട്ടൻറ്റ് കൊണ്ടുവരുന്നു. ഒറ്റ ടിപ്പ് നടത്താം. ഞാനൊരു 5 മിനിറ്റ് ഞാൻ ഇപ്പൊ വിളിക്കാം കേട്ടോ. ഒരു സെഷൻ തീരുന്നേ ഉള്ളൂ. ഹലോ, സോറി, ഇതൊരു ഇന്റർവ്യൂ, ഇത് പ്രൊഫഷണൽ ചെയ്യേണ്ട കാര്യമല്ല. ഞാൻ ഒരാൾ എന്നെ 3 തവണ വിളിച്ചു, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കോൾ എടുക്കുന്നേ ഉള്ളൂ. സോറി ഫോർ ദാറ്റ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മെന്റൽ പ്രിപ്പയർനെസ് നിങ്ങൾ റെഡിയാക്കി എടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് തമാശയായിട്ട് തോന്നും, എനിക്ക് പലരെയും അറിയാം. കാരണം ഞാൻ പലപ്പോഴും സങ്കടം തോന്നാറുണ്ട്. ഇന്നലെ അതുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇന്നലെ ഞാൻ എന്നെ ഒരു ഫാമിലി മീറ്റിൽ മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ വിളിച്ചായിരുന്നു. 300 പേരടങ്ങുന്ന ഒരു ഓഡിറ്റോറിയം. ഞാനൊരു 1.5 മണിക്കൂർ ക്ലാസ് എടുത്തു. അപ്പൊ അവർ എന്നോട് പറഞ്ഞു, സാറേ ഭക്ഷണം കഴിച്ചിട്ട് പോകാം, ഉച്ച സമയമുള്ള ഭക്ഷണം കഴിച്ചിട്ട്. അപ്പൊ ഞാനൊരു ഭക്ഷണത്തിന് അവരുടെ കൂടെ കൂടി ഞാൻ ഇരിക്കുമ്പോൾ ഒരു 22-23 വയസ്സ് പ്രായം ഉള്ള ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട്, സാറേ ക്ലാസ് നന്നായിരുന്നു, കുറച്ചുകൂടി സമയം സാറിന് എടുക്കാമെന്ന്. ഞാൻ പറഞ്ഞു, ഉച്ചനേരം ആയതുകൊണ്ട് ഞാനൊരു 11:30 മുതൽ 1 മണി വരെയാണ് ക്ലാസ് എടുത്തത്, നിങ്ങളും വിശന്നിരിക്കുകയാണ്, അതുകൊണ്ടാണ് നിർത്തിയെന്ന് പറഞ്ഞത്. അപ്പൊ എന്നോട് ചോദിച്ചു, അപ്പൊ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. സാറേ ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. അപ്പൊ അതെന്താ, ഞാൻ പഠിക്കാൻ വേണ്ടി ചേർന്നപ്പോ ഞാൻ +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് പോയി. ഫസ്റ്റ് ഇയറിൽ തന്നെ എന്റെ മാരേജും കഴിഞ്ഞു, എന്റെ ഡെലിവറിയും കഴിഞ്ഞെന്ന് പറഞ്ഞു. ആ കുട്ടിയുടെ മുഖത്തൊരു ദൈന്യതയുണ്ട്. അതായത് അതിന് പിന്നീട് പഠിക്കാനും പറ്റിയില്ല, വേറൊന്നും ചെയ്യാനും പറ്റിയില്ല. ഞാൻ പറയുന്നത് ചില സാഹചര്യങ്ങൾ അങ്ങനെയാണ്, ചില വീടുകളിൽ, ചില കമ്മ്യൂണിറ്റികളിൽ ചില സാഹചര്യങ്ങൾ അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് നോട്ടിലേക്ക് നിങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഥകൾ പറഞ്ഞത്. അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പൊ അവരിൽ നിന്നൊക്കെ നമ്മൾ എന്തുകൊണ്ടും ഭാഗ്യം ചെയ്ത ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കൂടിയിരിക്കാൻ പറ്റുന്നു, ഈ കോഴ്സൊക്കെ ചെയ്യാൻ പറ്റുന്നു. നിങ്ങളുടെ മറ്റൊരു കാര്യമുള്ളത്, നിങ്ങളുടെ കോഴ്സിനെ ഒരിക്കലും നിങ്ങൾ കുറച്ച് കാണരുത്. ചില ആളുകൾ ചോദിക്കും, മോണ്ടിസോറി ടീച്ചറല്ലേ എന്നൊക്കെ ചോദിക്കും. അങ്ങനെയുള്ളവന്മാരെ അടുപ്പിക്കുകയും ചെയ്യരുത്. തുറന്നു പറയാൻ നമ്മുടെ നാട്ടിൽ കുറെ പേരങ്ങനെയുണ്ട്. മനുഷ്യന്റെ സകലമായ മോട്ടിവേഷൻ കളയാൻ വേണ്ടിയിട്ട് അതിപ്പോ ഒരു ചെറിയ കോഴ്സല്ലേ. അങ്ങനെയുള്ളവന്മാരെ ഒരു കാരണവശാലും അടുപ്പിക്കരുത്. അത് ഏതവനായാലും ഏതവളായാലും പലർക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾ പലരും ഈ ചോദ്യം കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെയുള്ളവന്മാരുടെ അതൊരു കെണിയാണ് നിങ്ങളെ സംബന്ധിച്ച്. നിങ്ങൾ നന്നാവുന്നത് കാണാൻ ഈ പറയുന്നവൻ ഇതൊന്നും ഉണ്ടാവില്ല. ഈ പറയുന്നവന് ഇത്തരം പരിപാടികളെ പറ്റി യാതൊരു ധാരണ, മോണ്ടിസോറി എന്ന് എഴുതാൻ പോലും അറിയാൻ പാടാത്തവനായിരിക്കും നിങ്ങളോട് പറഞ്ഞിട്ട് ഈ കാര്യം പറയുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള സാധനങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ വശമതരാകരുത്. യു പീപ്പിൾ ആർ ഓൾവേസ് ഇൻ ഡിമാൻഡ്. നിങ്ങളുടെ മേഖല എന്ന് പറയുന്നത് എപ്പോഴും ഒരു എന്താ പറയുന്നത്, ഒരു ഡിമാൻഡുള്ള ഒരു മേഖല തന്നെയാണ്. ഞാൻ ഈ അധികം കത്തിവെച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും വിശദീകരിക്കാമെന്ന് എനിക്കറിയാം. അപ്പൊ നാളെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ നമ്മൾ കുറച്ച് പോയിന്റുകൾ, അതായത് സ്പെസിഫിക് ആയിട്ട് നിങ്ങളുടെ ഫീൽഡുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് റിക്വയർമെന്റ്സ് ആ ഇന്റർവ്യൂവിൽ എങ്ങനെയാണ് നിങ്ങൾ പെരുമാറേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഇന്റർവ്യൂവിനെ കുറച്ചുകൂടി നമ്മൾ ശാസ്ത്രീയമായി സമീപിക്കുന്ന കാര്യങ്ങളായിരിക്കും നാളത്തെ ക്ലാസ്സിൽ ഉണ്ടാവുക. മറ്റന്നാളാണ് നമ്മൾ ഒരു മോക്ക് ഇന്റർവ്യൂ. നിങ്ങൾ സഹകരിക്കുകയാണെങ്കിൽ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിന് ഒരുപാട് പരിധികളുണ്ട്, എനിക്കറിയാം. ഓഫ്ലൈൻ ആണെങ്കിൽ നമുക്ക് ടേബിളൊക്കെ ഇട്ട് ഞാൻ ഇപ്പുറത്തിരുന്ന് നിങ്ങൾ അപ്പുറത്തിരുന്ന് നമുക്കൊരു ഇന്റർവ്യൂ, എനിക്ക് അതാണ് ഇഷ്ടം. പക്ഷെ ഇതൊരു ഇങ്ങനൊരു പ്ലാറ്റ്ഫോം ആയി പോയതുകൊണ്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് വേറെ ചാൻസുകളില്ല. പക്ഷെ നിങ്ങൾ സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് മറ്റന്നാൾ നമുക്ക് അതിന്റെ ഒരു മോക്ക് ഇന്റർവ്യൂ സെഷനും കുറെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ നമുക്ക് അതിൻ്റെ അകത്ത് പരിഗണിക്കാവുന്നതാണ്. സോ ഇന്ന് കാണിച്ച ഈ സപ്പോർട്ടും സ്നേഹവും അടുത്ത 2 ദിവസം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഗുഡ് ഈവനിങ് സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞു സാർ, നമ്മൾക്കിപ്പം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴുള്ള നമുക്ക് ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ആണ്. നമുക്കിപ്പോ സംസാരിക്കാൻ അറിയാം, പക്ഷെ ഇന്റർവ്യൂവിന്റെ സമയത്ത് ടെൻഷൻ ആവുമ്പോൾ നമുക്ക് ആ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പൊ അതിനുള്ള ടിപ്സ് എന്തെങ്കിലും സാർ ഒന്ന് പറഞ്ഞു തരണം. തീർച്ചയായിട്ടും. അത് ഞാൻ അതാണ് പറഞ്ഞത്, നമ്മൾ നാളെയും മറ്റന്നാളുമായിട്ട് അത്തരം കാര്യങ്ങളാണ്. ഇപ്പൊ നിങ്ങളോട് ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആയിട്ട് ഇല്ലാത്തതിന്റെ പ്രശ്നമാണ്. നിങ്ങൾക്ക് ചോദ്യത്തിന് ഉത്തരം അറിയായിരിക്കും,
പക്ഷെ അത് നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത ദിവസം നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഞാനൊരു 19 ക്വസ്റ്റ്യൻസ് സാധാരണ സാർ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നോ? ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നേ. അത് ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് LINKEDIN ലിങ്ക്ഡിൻ എന്നൊന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. LINKEDIN ലിങ്ക്ഡിൻ എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ഞാനിപ്പോ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാനുള്ള സെറ്റപ്പ് ഇല്ല, ഇല്ലെങ്കിൽ ഞാൻ അയച്ചേനെ. ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞാൽ അത് ജോബ് സീക്കേഴ്സിന്റെ LINKEDIN എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അത് ജോബ് സീക്കേഴ്സ് എല്ലാവരും ഒരുമിക്കുന്ന ഒരു വിശാലമായ ഒരു വലിയ പ്ലാറ്റ്ഫോമാണ്. പിന്നെ എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഫോളോ ചെയ്യാം. ഷാരോൺ K മീരാൻ എന്നാണ് എന്റെ ഫുൾ നെയിം. അത് തിരിച്ചിട്ടാൽ മതി. K മീരാൻ ഷാരോൺ, KMEERAN അത് ഷാരോൺ K മീരാൻ സെർച്ച് ചെയ്താലും കിട്ടും. അതിൽ ഞാൻ ഇന്റർവ്യൂ പ്രിപ്പയർനെസ് മാത്രമല്ല, ജനറലി ഞാനിപ്പോ റീസെന്റ് ആയിട്ട് തുടങ്ങിയ ഒരു പേജാണ്. അധികം ഫോളോവേഴ്സ് ഒന്നും ആയിട്ടില്ല. കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്ത് വരുന്നേ ഉള്ളൂ ഞാൻ അതിൻ്റെ അകത്ത്. അത് ഞാൻ കുറച്ച് നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യേണ്ട, നമ്മൾ എങ്ങനെയാണ് മൊത്തത്തിലുള്ള ഒരു ജനറൽ മോട്ടിവേഷൻ കാര്യങ്ങളാണ് ആ പേജിൽ വരുന്നത്. അതിലും കുറെ ടിപ്സ് ഒക്കെ കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് കയറി നോക്കാം. സോ ഓൺ ദാറ്റ് ഹാപ്പി നോട്ട്സ്, എല്ലാവർക്കും ഒരു നല്ല രാത്രി ആശംസിക്കുന്നു. സമാധാനമായിട്ടിരിക്കുക. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്തിട്ട് വേണം പോകാൻ. നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു, നാളെയും കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഒരുപാട് പേര് ഹാർട്ടും തംസപ്പ് ഒക്കെ ഇടുന്നുണ്ട്. താങ്ക് യു ഫോർ ദ കോപ്പറേഷൻ. അപ്പൊ ഇതൊന്ന് റിവൈൻഡ് ചെയ്തിട്ട് വേണം. നേരെ ചോറിനിട്ട് പോയി നേരെ കിടന്ന് ഉറങ്ങരുത്, മറന്നുപോകും. ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ബ്രെയിനിൽ ആക്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ലോങ് ഇംപ്രിന്റ് ആയി മാറുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു. രമ്യക്ക് താങ്ക് യു പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി പേര് സ്നേഹം അറിയിച്ചിട്ടുണ്ട്. താങ്ക് യു എവരി വൺ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് നാളെ. ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. താങ്ക് യു സർ.